Hallelujah, Jesus. Hallelujah. 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 എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ಎಲ್ಲರೂ ಸಂತೋಷವಾಗಿದ್ದೇವೆ ಎಂಬ ನಂಬುತ್ತೇವೆ. ധാരാളമായ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ಧಾರಾಳವಾಗಿ ಎಲ್ಲರನ್ನ ದೇವರು ಆಶೀರ್ವದಿಸಲಿ. ആമേൻ. സ്തോത്രം. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാമോ? ಒಂದು ನಿಮಿಷ ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿಕೊಳ್ಳೋಣ. താങ്ക് യു ലോർഡ് ജീസസ്. അല്പസമയം ഒരു 1-2 മിനിറ്റ് അന്യഭാഷകളാൽ താങ്ക് യു ഹോളി ഗോസ്റ്റ്. ಒಂದೆರಡು ನಿಮಿಷ ಅನ್ಯ ಭಾಷೆಯೊಂದಿಗೆ ನಾವು ದೇವರನ್ನು ಆರಾಧಿಸೋಣ. Redharuzi alogimi antoroba lante hezi leti loriam sutori ashege antiori antoro lekosi cantelo robosi antelo romsi tebri beholy cantelo rosi antoro mea sutori ante യേശുവേ ആമേൻ. വചനത്തിനുള്ള ഡോർ ഓപ്പൺ ആകുകയാൽ നന്ദി. ಯೇಸಪ್ಪ ನಿನ್ನ ವಾಕ್ಯಕ್ಕೆ ಇರುವಂತ ಬಾಗಿಲು ತೆರೆಯುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇವೆ. Thank you Jesus. Ram thakauri bahaluhu masi antelo bora masi antoro mozi antarama Reba hasi antoro bohozi antelo robozi antelo behuri antarama ലുദിയുടെ ഹൃദയം തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ അകത്ത് വചനം കയറട്ടെ. രണ്ട് ശിഷ്യന്മാരുടെ അകം വചനം കേട്ടപ്പോൾ കത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവേ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പിതാവേ ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരികയാണ്. വീണ്ടും തിരുക്കരത്തിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ಮತ್ತೊಂದು ಆವೃತ್ತಿನ ಹಸ್ತಕ್ಕೆ ನಮ್ಮನ್ನು ಒಪ್ಪಿಸುತ್ತೇವೆ. പരിശുദ്ധാത്മാവേ സംസാരിക്കണം. ಪರಿಶುದ್ಧಾತ್ಮನೇ ಮಾತನಾಡು. മഹത്വം അങ്ങയ്ക്ക്. ಮಹಿಮೆ ನಿನಗೆ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ. ആമേൻ. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. 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 ആമേൻ. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവ് നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ಮತ್ತೊಂದು ಆವೃತ್ತಿ ಕರ್ತನು ನಮ್ಮನ್ನೆಲ್ಲರನ್ನ ಬಲಪಡಿಸಲಿ. റോമാലേഖനം ರೋಮಾಪುರದ ಪತ್ರಿಕೆ 3-ാം അധ്യായം 3ನೇ ಅಧ್ಯಾಯ 25-ാമത്തെ വാക്യം. 25ನೇ ವಾಕ್ಯ. ക്രിസ്തു പരസ്യമായി നിൽക്കുന്നു. ಕ್ರಿಸ್ತನು ಬಹಿರಂಗವಾಗಿ ನಿಂತಿದ್ದಾನೆ. എല്ലാവരും പറയാൻ കഴിയുമോ? ಎಲ್ಲರಿಗೂ ಹೇಳೋದಕ್ಕೆ ಸಾಧ್ಯವಿದೆಯಾ? യേശു പരസ്യമായി നിൽക്കുന്നു. ಆತನು ಬಹಿರಂಗವಾಗಿ ನಿಂತಿದ್ದಾನೆ. ശുദ്ധീകരിക്കാൻ വേണ്ടി, ಶುದ್ಧೀಕರಿಸುವುದಕ್ಕಾಗಿಯೂ, വിശുദ്ധീകരിക്കാൻ വേണ്ടി, ನೀತೀಕರಿಸುವುದಕ್ಕಾಗಿಯೂ, യേശുവിന്റെ നീതി കാണിക്കാൻ വേണ്ടി, ಯೇಸುವಿನ ನೀತಿಯನ್ನು ತೋರಿಸುವುದಕ್ಕಾಗಿಯೂ. ആമേൻ. അതുകൊണ്ട് യേശു പരസ്യമായി നിൽക്കുന്നു. ಆದುದರಿಂದ ಯೇಸು ಬಹಿರಂಗವಾಗಿ ನಿಂತಿದ್ದಾನೆ. എത്ര പേര് സന്തോഷിക്കുന്നുണ്ട് യേശു എനിക്ക് വേണ്ടി പരസ്യമായി നിൽക്കുന്നുവെന്ന്? ಎಷ್ಟು ಜನ ಸಂತೋಷ ಪಡ್ತೀರಿ ಯೇಸು ನನಗಾಗಿ ಬಹಿರಂಗವಾಗಿ ನಿಂತಿದ್ದಾನೆ ಎಂಬುದರಲ್ಲಿ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. യേശು എനിക്ക് വേണ്ടി ನನಗೋಸ್ಕರ പരസ്യമായി നിൽക്കുന്നു, ಬಹಿರಂಗವಾಗಿ ನಿಂತಿದ್ದಾನೆ. എത്ര സന്തോഷമുള്ള വചനമാണിത്. ಎಷ್ಟು ಸಂತೋಷವುಳ್ಳ ವಾಕ್ಯವಾಗಿದೆ. പരസ്യമായി നിൽക്കുന്ന ഒരു കർത്താവിനെ വീണ്ടും നമ്മൾ കാണാൻ പോവുകയാണ്. ಬಹಿರಂಗವಾಗಿ ಕಾಣಿಸಿಕೊಳ್ಳುವಂತ ದೇವರನ್ನು ಮತ್ತೊಂದು ಆರ್ತಿ ನಾವು ನೋಡ್ಲಿಕ್ಕಿದ್ದೇವೆ. ആമേൻ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ನಾವು ಶಿಲುಬೆಗೆ ಹಾಕಿದಂತ ಕ್ರಿಸ್ತನನ್ನ ಪ್ರಚಾರ ಪಡಿಸುತ್ತೇವೆ. ഞാനൊരു സത്യം പറയാം. ನಾನು ಒಂದು ಸತ್ಯ ಹೇಳುತ್ತೇನೆ. ആരെങ്കിലും ഇതിന്റെ അകത്തിരുന്ന് ഉറങ്ങിയ, ಯಾರಾದ್ರೂ ಕುಳಿತು ಇಲ್ಲಿ ನಿದ್ರೆ ಮಾಡಿದ್ರೆ, വെളിപ്പാട് പുസ്തകം ಪ್ರಕಟಣೆ ಪುಸ್ತಕ 20-21 അധ്യായത്തിൽ കൊണ്ടുപോകും. 20-21ನೇ ಅಧ್ಯಾಯಕ್ಕೆ ಕರ್ಕೊಂಡು ಹೋಗ್ತೀವಿ. എന്നിട്ട് അവിടെ ജീവവൃക്ഷത്തിന്റെ ഫലങ്ങളുണ്ട്. ಅಲ್ಲಿ ಜೀವ ವೃಕ್ಷದ ಫಲಗಳಿದೆ. അത് പറിക്കാൻ പറയും. ಅದು ಕೀಳೋದಕ್ಕೆ ಹೇಳ್ತೀವಿ. മുകളിൽ കിടക്കുന്ന മാങ്ങ എങ്ങനെയാ പറിക്കുന്നത്? ಮೇಲೆ ಇರುವಂತ ಮಾವಿನ ಮರದ ಹಣ್ಣು ಹೇಗೆ ಕೀಳೋದು? കമ്പെടുത്തടിക്കണം, ಇಲ್ಲ ಒಂದು ಕೋಲ್ ತೆಗೆದು ಹೊಡಿಬೇಕು, പൊങ്ങിച്ചാടി പറിക്കണം, ಇಲ್ಲಂದ್ರೆ ಕುಣಿದು ಜಂಪ್ ಮಾಡಿ ಅದನ್ನ ಕೀಳ್ಬೇಕು. ആരെങ്കിലും അശ്രദ്ധയായിട്ടിരുന്ന, ಯಾರಾದರೂ ಅಶುದ್ಧವಾಗಿದ್ರೆ 2 ചോയ്സ് ഉണ്ട്. 2 ಆಯ್ಕೆ ಇದೆ. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തോണം. ಯಾವ್ದು ಬೇಕಾದ್ರೂ ಆರಿಸ್ಕೊಳ್ಬಹುದು. എത്ര പേര് സന്തോഷത്തോടെ ഇരിക്കുന്നു? ಎಷ್ಟು ಜನ ಸಂತೋಷವಾಗಿದ್ದೀರಾ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അതുകൊണ്ട് പറ, യേശു പരസ്യമായി നിൽക്കുന്നു. ಇನ್ನೊಂದು ಮತ್ತೆ ಹೇಳೋಣ, ಯೇಸು ಬಹಿರಂಗವಾಗಿ ನಿಂತಿದ್ದಾನೆ. പൗലോസ് പറയുകയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ಕ್ರಿಸ್ತುവിനെ പ്രസംഗിക്കുന്നു. ಪೌಲನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಶಿಲುಬೆಗೆ ಹಾಕಿದ ಕ್ರಿಸ್ತನನ್ನು ನಾವು ಪ್ರಚಾರ ಪಡಿಸುತ್ತೇವೆ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ, ಆ ಶಿಲುಬೆಗೆ ಹಾಕಿದಂತ ಕ್ರಿಸ್ತನನ್ನ ಪ್ರಸಂಗ ಮಾಡೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ್ರೆ അവിടെ ജയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ಅಲ್ಲಿ ಜಯ ಮಾತ್ರ ಇರುವಂತದ್ದು. കാരണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എത്ര അധികമായി പ്രസംഗിക്കുന്നുവോ, ಕಾರಣ ಶಿಲುಬೆಗೆ ಹಾಕಿದಂತ ಕ್ರಿಸ್ತನನ್ನು ಎಷ್ಟು ಅಧಿಕವಾಗಿ ಪ್ರಸಂಗ ಮಾಡುತ್ತೇವೆ, അധികമായി ആ
അന്തരീക്ഷത്തിൽ ജയം വ്യാപരിക്കുവാനിടയാകും. ಅಷ್ಟರ ಮಟ್ಟಿಗೆ ಆ ವಾತಾವರಣದಲ್ಲಿ ಜಯ ಆವರಿಸಿಕೊಳ್ಳುತ್ತದೆ. കേൾക്കുന്നവർക്ക് ജയം വ്യാപരിക്കും. ಕೇಳಿಸಿಕೊಳ್ಳುವವರಿಗೆ ಜಯ ಉಂಟಾಗುತ್ತದೆ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ, ನಾನು ಪರಿಶುದ್ಧಾತ್ಮನ ಕುರಿತು ಪ್ರಸಂಗಿಸಿದರೆ അധികമായി ദൈവ സാന്നിധ്യം വെളിപ്പെടും. ಅಷ್ಟರ ಮಟ್ಟಿಗೆ ದೇವರ ಸಾನ್ನಿಧ್ಯ ಪ್ರಕಟವಾಗುತ್ತದೆ. വെളിപ്പാടുകളെ കുറിച്ച് പ്രസംഗിച്ചാൽ, ಪ್ರಕಟಣೆ ಕುರಿತು ಪ್ರಸಂಗ ಮಾಡಿದರೆ വെളിപ്പാടിന്റെ ആത്മാവ് വ്യാപരിക്കുവാനിടയാകും. ಪ್ರಕಟಣೆಯ ಆತ್ಮ ವ್ಯಾಪರಿಸುತ್ತದೆ. ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത്? ದೇವರ ವಾಕ್ಯ ಏನ್ ಕಲಿಸುತ್ತದೆ? ദൈവം നിന്നുകൊണ്ട് ದೇವರು ನಿಂತುಕೊಂಡು ശൂന്യതയിലേക്ക് നോക്കിയിട്ട് ಶೂನ್ಯತೆಯನ್ನು ನೋಡಿ ഭൂമി ഉരുവായി വരട്ടെ, ಭೂಮಿ ಉಂಟಾಗಲಿ, അതുപോലെ സംഭവിച്ചു. ಹಾಗೆ ಸಂಭವಿಸಿತು. ആമേൻ. അതുപോലെ ഇപ്പോഴും ഇവിടെ സംഭവിക്കേണ്ടതാ. ಅದೇ ಅದರ ಹಾಗೆ ಈಗಲೂ ಸಂಭವಿಸಬೇಕು. ഞാൻ ഗിഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, ನಾನು ಗಿಫ್ಟಿನ ಕುರಿತು ಮಾತನಾಡುವಾಗ അതായിരിക്കണം ഈ സഭയുടെ ഉള്ളിൽ വ്യാപരിക്കേണ്ടത്. ಅದು ಆಗಿರ್ಬೇಕು, ಸಭೆಯಲ್ಲಿ ಆವರಿಸಬೇಕಾಗಿರೋದು. അങ്ങനത്തെ ആത്മ മണ്ഡലം നമുക്കുണ്ടാകട്ടെ. ಆ ರೀತಿಯಾದ ಆತ್ಮಿಕ ಮಂಡಲ ನಮಗಿರಲಿ. ഞാൻ ആദ്യമായി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ಮೊದಲನೇ ಬಾರಿ ನಾನು ನಿಮಗಾಗಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕಿದ್ದೇನೆ. നമുക്ക് 5 വിധ ശുശ്രൂഷകളുണ്ട്. ನಮಗೆ 5 ವಿಧವಾದ ಸೇವೆಗಳಿದೆ. എന്റെ ദൈവമക്കളെ, ഞാനൊരു ചർച്ചിലെ പാസ്റ്ററാണ്. ನನ್ನ ದೇವರ ಜನರೇ, ನಾನು ಒಂದು ಸಭೆಯ ಸಭಾಪಾಲಕನಾಗಿದೆ. എന്തോരം കൃപ കിട്ടിയാലും, ಏನೆಲ್ಲ ವರಗಳು ಸಿಕ್ಕಿದ್ರು, എത്ര വളർന്നാലും, ಎಷ್ಟೇ ಬೆಳೆದ್ರು നമ്മുടെ ലീഡറിന് കീഴ്പ്പെട്ടേ നിൽക്കാവൂ. ನಮ್ಮ ನಾಯಕನಿಗೆ ನಾವು ತಗ್ಗಿ ಬಗ್ಗಿಯೇ ಇರಬೇಕು. ನಾವು എന്നാലേ വ്യക്തി അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ಆಗಿದ್ರೆ ಮಾತ್ರ ನಾವು ಆಶೀರ್ವದಿಸಲ್ಪಡೋದು. ഞാൻ ദൈവകൃപയാ കീഴ്പ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാ ನಾನು ಅವರಿಗೆ ದೇವರ ಕೃಪೆಯಿಂದ ಆಗಿದ್ದೇನೆ. എത്ര പേര് ഇതിനോട് എഗ്രിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്? ಇದಕ್ಕೆ ಎಷ್ಟು ಜನ ಅದಕ್ಕೆ ಒಪ್ಪಿಗೆ ಕೊಡ್ತೀರಾ? ആമേൻ, സ്തോത്രം. ഒന്ന് അപ്പോസ്തലന്മാർ, ಒಂದು ಸೇವೆ ಅಪೊಸ್ತಲರ ಸೇವೆ, പ്രവാചകന്മാർ, ಪ್ರವಾದಿಗಳು, ആമേൻ, സ്തോത്രം, ആമേൻ, ഇടയന്മാർ, ಸಭಾಪಾಲಕರು, ഉപദേഷ്ടാക്കന്മാർ, ಉಪದೇಶಿಗಳು, സുവിശേഷകർ. ಸುವಾರ್ತಿಕರು. ഇതാണ് 5 വിധ ശുശ്രൂഷകളാണ് ബൈബിളിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ಈ ವಿಧವಾದ 5 ಸೇವೆಗಳ ಕುರಿತಾಗಿ ಸತ್ಯವೇದ ಕಲಿಸುವಂತದ್ದು. ഒരു വ്യക്തിയെ കാണുമ്പോൾ, ನಿಮಗೆ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನ ನೋಡುವಾಗ അവന്റെ ഡീറ്റെയിൽ, അവന്റെ വിശദമായ വിവരങ്ങൾ, ಬೇಗ ಅವರೆಲ್ಲ ವಿವರಗಳು, ഫ്യൂച്ചറിനെ കുറിച്ചുള്ളത്, ಅವರ ಭವಿಷ್ಯತ್ತಿನ ಕುರಿತು ചില കാര്യങ്ങൾ, ಕೆಲವು ಕಾರ್ಯಗಳು പെട്ടെന്ന് അകത്തിരുന്ന് ആരോ സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. ಒಳಗಡೆ ಬೇಗನೆ ಯಾರೋ ಒಳಗಡೆ ಕೂತು ಮಾತನಾಡೋದಾಗೆ ಅನಿಸುತ್ತದೆ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ಈಗ ಯಾರಾದರೂ ಇದ್ದೀರಾ? ഉണ്ടെങ്കിൽ കൈപൊക്കാം. ಹಾಗೆ ನಿಮಗೆ ಅನಿಸುತ್ತಿದ್ರೆ ನಿಮಗೆ ಕೈ ಎತ್ತಬಹುದು. ಯಾರಾದರೂ ನೋಡುವಾಗ ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ഒരാളുണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്, ಒಬ್ರು ಸಿಸ್ಟರ್ ಇದ್ದಾರೆ. അതിനെയാണ് പറയുന്നത് ಅದಕ್ಕೆ ಹೇಳುವಂತದ್ದು പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. ಅದಕ್ಕೆ ಹೇಳುವಂತದ್ದು ಪ್ರವಾದನ ಸೇವೆ ಎಂಬುದನ್ನ. എത്രയൊക്കെ മനസ്സിലായത്? ಎಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥವಾಯಿತು? സിമ്പിളായിട്ട് പറയൂ, ഇത് സിമ്പിളായിട്ട് പറയുക. ನಾವು ಬಹಳ ಸರಳವಾಗಿ ಹೇಳ್ತಾ ಇದ್ದೀವಿ. മനസ്സിലാക്കണം. ಬೇಗನೆ ನೀವು ಅರ್ಥ ಮಾಡ್ಕೊಳ್ಬೇಕು. ഒരാളെ കാണുമ്പോൾ, ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನ ನೀವು ನೋಡುವಾಗ സംസാരിക്കുന്നു, ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಒಬ್ಬ ಮನುಷ್ಯ ಮಾತನಾಡ್ತಾ ಇದ್ದಾನೆ, ഇങ്ങനെയാണെന്ന്, ಇವನ ವಿಷಯಗಳು ಹೀಗೆ ಎಂಬುದಾಗಿ, ഇവനുള്ള പ്രോബ്ലംസ് ഇതാണെന്ന്, ಇವನ ಸಮಸ್ಯೆಗಳು ಇದೆ ಎಂಬುದನ್ನ. അങ്ങനെ അകത്തൊരു ശബ്ദം മുഴങ്ങുന്നുവെങ്കിൽ, ಒಳಗೆ ಆ ವಿಧವಾದ ಒಂದು ಶಬ್ದ ಹೊರಡುತ್ತಿದ್ದರೆ അകത്തൊരു പ്രവചന ദൗത്യം കിടപ്പുണ്ട്. ಹಾಗಾದರೆ ನಿಮ್ಮ ಹೃದಯದ ಒಳಗಡೆ ಪ್ರವಾದನ ದೌತ್ಯ ಜವಾಬ್ದಾರಿ ನಿಮ್ಮಲ್ಲಿ ಇದೆ. രണ്ട്, ആമേൻ, ഇടയന്മാര്, 2 ಕುರುಬರು ಅಥವಾ ಸಭಾಪಾಲಕರು. ആരെങ്കിലൊക്കെ കാണുമ്പോൾ, നമ്മുടെ സഹോദരങ്ങളെയോ സഹോദരന്മാരെയൊക്കെ കാണുമ്പോൾ, ಯಾರಾದರೂ ನಮ್ಮ ಸಹೋದರ ಸಹೋದರಿಯನ್ನು ನೋಡುವಾಗ അവനെ കാണുമ്പോൾ വല്ലാതെ നമ്മൾക്ക് ഒരു കെയറിങ് കൊടുക്കാൻ തോന്നുന്നു. ಅವರನ್ನು ನೋಡುವಾಗ ನಮಗೆ ಒಂದು ಕೇರಿಂಗ್ ಕೊಡಬೇಕೆಂಬುದಾಗಿ ನಮ್ಗೆ ಅನಿಸುವಂಥದ್ದು. അവർ വീണുപോയാൽ ഓടിച്ചെന്ന് അവരെ താങ്ങുന്നു. ಅವರು ಒಂದ್ಸಾರಿ ಏನಾದ್ರೂ ಬಿದ್ಬಿಟ್ರೆ ಅವರನ್ನು ಹೋಗಿ ಅವರನ್ನು ಎತ್ಕೊಳ್ಳುವಂಥದ್ದು. ഒരു പാപം ചെയ്താൽ ഓടിച്ചെന്ന് നീ ക്ഷമ പറ, യേശു നിന്നോട് ക്ഷമിക്കും എന്ന് പറഞ്ഞ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ಅವರು ಪಾಪ ಮಾಡಿದ್ರೆ ಓಡಿ ಹೋಗಿ ನೀನು ಕ್ಷಮೆ ಹೇಳು, ದೇವರು ನಿನ್ನ ಕ್ಷಮಿಸ್ತಾನೆ ಎಂಬುದಾಗಿ, ചെയ്യരുതെന്ന് പറയുന്നു. ಇನ್ನು ಮೇಲೆ ಪಾಪ ಮಾಡಬಾರ್ದು ಅಂತ ಹೇಳುವಂಥದ್ದು. പിതാവിന്റെ ഹൃദയം നമ്മളിൽ വെളിപ്പെടുന്നുണ്ടോ? ಈ ರೀತಿಯಾದ ತಂದೆಯ ಹೃದಯ ನಮ್ಮಲ್ಲಿ ಪ್ರಕಟವಾಗ್ತಿದೆಯಾ? ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ ഇതിന്റെ അകത്ത്? ಈ ರೀತಿಯಾದ ಅನುಭವ ಯಾರಿಗಾದ್ರೂ ಇದೆಯಾ? ഉണ്ടെങ്കിൽ കൈപൊക്കാം. ಇದ್ರೆ ಕೈ ಎತ್ತಬಹುದು. ഉണ്ട്, 3, 4, 5 പേരുണ്ട്, 3, 4 ಜನ ಇದ್ದೀರಿ. അതിനെയാ പറയുന്ന ഇടയ ശുശ്രൂഷ. ಅದಕ್ಕೆ ಹೇಳುವಂತದ್ದು ಸಭಾಪಾಲಕ ಸೇವೆ ಎಂಬುದಾಗಿ. സ്തോത്രം. ഇനി ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ കാണുമ്പോൾ, ಇನ್ನು ಯಾವುದಾದ್ರೂ ವ್ಯಕ್ತಿಗಳನ್ನು ನೋಡುವಾಗ വചനത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ವಾಕ್ಯದ ಕುರಿತು ಕಲಿಸಿಕೊಡಬೇಕು. തെറ്റിപ്പോയാൽ, ತಪ್ಪಿ ಹೋದ್ರೆ വചനത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ವಾಕ್ಯದಲ್ಲಿ ಹೀಗೆ ಬರೆಯಲ್ಪಟ್ಟಿದೆ. വചനത്തെ കുറിച്ച് മറ്റുള്ളവരോട് പഠിപ്പിച്ചു കൊടുക്കാം. ವಾಕ್ಯದ ಕುರಿತು ಇತರರಿಗೆ ಕಲಿಸಿಕೊಡುವಂತದ್ದು. അവർക്കറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ಅವರಿಗೆ ತಿಳಿಯದೇ ಇರುವಂತ ಕಾರ್ಯಗಳನ್ನ ಕಲಿಸಿಕೊಡುವಂತದ್ದು. ഇങ്ങനത്തെ സ്വഭാവം, ഇങ്ങനത്തെ ಈ ರೀತಿಯಾದ ಕಾರ್ಯ. 1, 2, ഇതിനെയാണ് ടീച്ചേഴ്സ്, ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത്. ಇದಕ್ಕೆ ಉಪದೇಶಿಗಳು ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, സ്തോത്രം. ಸ್ತೋತ್ರ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ನಾವು ಹೇಳ್ತಾ ಇರೋದು ನಿಮ್ಗೆ ಅರ್ಥ ಆಗ್ತಾ ಇದೆಯಾ? ആമേൻ.
അപ്പൊ നമ്മൾ എവിടം വരെ എത്തി? ನಾವಿವಾಗ ಎಲ್ಲಿವರೆಗೂ ತಲುಪಿದೆವು? ശുശ്രൂഷ, ಪ್ರವಾದನ ಸೇವೆ, ശുശ്രൂഷ, ಸಭಾಪಾಲಕ ಸೇವೆ, ഉപദേഷ്ടാക്കന്മാര്. ಉಪದೇಶಿಗಳು. ഇനി മാർക്കറ്റിൽ പോയാൽ, ನಾವು ಮಾರ್ಕೆಟಿಗೆ ಹೋದ್ರೆ, ഒരു മാളിൽ പോയാൽ, ಒಂದು ಮಾಲ್ಗೆ ಹೋದ್ರೆ, റോഡിൽ നടക്കാൻ ഇറങ്ങിയാൽ, ರಸ್ತೆಯಲ್ಲಿ ನಡೆಯುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ್ರೆ, ആരെ കണ്ടാലും ಯಾರನ್ನೂ ನೋಡಿದ್ರು വചനം പറയണം, ಸುವಾರ್ತೆ ಹೇಳಬೇಕು. അയ്യോ അവൻ നരകത്തിലോട്ട് പോവുകയാണ്, ಅವರು ನರಕಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ, എനിക്കൊരു അവസരം താ, ಕರ್ತನೆ ನನಗೊಂದು ಅವಕಾಶ ಕೊಡು, ബലപ്പെടുത്ത, ನನ್ನನ್ನು ಬಲಪಡಿಸು, നശിച്ചു പോകരുത്, ಅವರು ನಾಶವಾಗಿ ಹೋಗಬಾರದು. ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടോ? ಈ ವಿಧವಾದ ಮನಸ್ಸಲ್ಲಿ ನಿಮ್ಗೆ ಅನಿಸ್ತಾ ಇದೆಯಾ? ഇങ്ങനെ ഹൃദയത്തിൽ 1 2 1 2 ഇതിനെയാണ് സുവിശേഷക ദൗത്യം എന്ന് പറയുന്നത്. ಇದಕ್ಕೆ ಸುವಾರ್ಥ ಜವಾಬ್ದಾರಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നതാണ് അപ്പോസ്തലൻ. ಇದನ್ನೆಲ್ಲ ಒಟ್ಟಾಗಿ ಮಾಡುವಂತದ್ದು ಅಪೊಸ್ತಲ. അതാണ് നിങ്ങളുടെ ദൈവദാസൻ, ಅದೇ ನಿಮ್ಮ ಸೇವಕ. സ്തോത്രം. ಸ್ತೋತ್ರ. ഈ അപ്പോസ്തലിക് ഓഫീസിന്റെ കീഴിലായിരിക്കും ബാക്കി വരുന്ന 4 ശുശ്രൂഷകൾ. ನೋಡಿ, ಅಪೋಸ್ತಲ ಕಚೇರಿಯ ಕೆಳಗಡೆ ಆಗಿರುತ್ತದೆ ಈ 4 ವಿಧವಾದ ಸೇವೆ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര ശുശ്രൂഷ കിട്ടിയാലും, ಎಷ್ಟೇ ಸೇವೆ ಸಿಕ್ಕಿದ್ರು, തന്റെ അപ്പോസ്തലിന് കീഴ്പ്പെട്ടേ എനിക്കത്തോളൂ, ತನ್ನ ಅಪೋಸ್ತಲನಿಗೆ ವಿಧೇಯನಾಗಿಯೇ ನಿಲ್ಲುವಂಥದ್ದು. ആമേൻ. ಆಮೆನ್. പൗലോസ് പറയുക, ಪೌಲನು ಹೇಳ್ತಿದ್ದಾನೆ, എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിച്ചു വരണം. ನಾನು ಹಸ್ತ ಇಡುವುದರ ಮೂಲಕ ನಿನ್ನ ಕೃಪಾವರಗಳು ಜ್ವಲಿಸಬೇಕು, ಪ್ರಜ್ವಲಿಸಬೇಕು. എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്? ಎಷ್ಟು ಜನ ಅದನ್ನ ಬಯಸ್ತೀರಾ? സ്തോത്രം. ಸ್ತೋತ್ರ. എന്നിലുള്ള ഈ ദൗത്യങ്ങൾ പുറത്തു വരണം. ನನ್ನಲ್ಲಿರುವಂತ ದೇವರ ಈ ದೌತ್ಯಗಳು ಹೊರಗಡೆ ಬರಬೇಕು. യേശു പറയുകയാണ്, ಯೇಸು ಹೇಳ್ತಿದ್ದಾನೆ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, ನನ್ನನ್ನ ನಂಬುವನ ಹೃದಯದ ಒಳಗಿಂದ, തിരുവെഴുത്ത് പറയുന്നത് പോലെ, ವಾಕ್ಯ ಹೇಳುವ ಪ್ರಕಾರ ജീവജലത്തിന്റെ നദികൾ പൊങ്ങി വരും. ಜೀವ ನದಿಗಳು ಹರಿದು ಬರುತ್ತದೆ, പൊങ്ങി വരും. ಹರಿದು ಬರುತ್ತದೆ, പറ, പൊങ്ങി വരും. ಹರಿದು ಬರುತ್ತದೆ. ಹೇಳ್ರಿ, അകത്തിരിക്കുന്ന മഹത്വം പൊങ്ങി വരും. ಒಳಗಿರುವಂತ ಮಹಿಮೆ ಅದು ಹೊರಟು ಬರುತ್ತದೆ. അകത്തിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തുവിന്റെ മഹത്വം പൊങ്ങി വരും. ಒಳಗಿರುವಂತ ಕ್ರಿಸ್ತನ ಮಹಿಮೆ ಅದು ಹೊರಗಡೆ ಹೊರಟು ಬರುತ್ತದೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മ ಇದಕ್ಕಾಗಿ ಪ್ರಾರ್ಥಿಸೋಣ. ഞാൻ പ്രാർത്ഥിച്ചോട്ടെ ദൈവദാസനെ? സ്തോത്രം. ഇപ്പൊ ഈ പറഞ്ഞ 5 കാര്യങ്ങളുണ്ടല്ലോ, ಈಗ ಹೇಳಿದಂತ 5 ಕಾರ್ಯಗಳಿದೆಯಲ್ಲ, 4 ವಿಭಾಗപ്പെട്ടവരുണ്ടല്ലോ. ಅದರಲ್ಲಿ 4 ವಿಭಾಗಪಟ್ಟವರು ಇದಾರಲ್ಲ, ಸಭಾಪಾಲಕ, ഉപദേഷ്ടാവ്, ಉಪದೇಶಿ, ആമേൻ, ടീച്ചർ, ಉಪದೇಶ ಮಾಡುವವನು, സുവിശേഷകൻ, ಸುವಾರ್ಥಿಕ. ആമേൻ. ഈ 4 വിധം ഉണ്ടല്ലോ. ಈ 4 ವಿಧ ಇದೆಯಲ್ಲ, ഓരോ ആമേൻ ഹൃദയത്തിൽ ഓരോ തുടിപ്പ്, അതിന്റെ ഓരോ ചിന്തകളുള്ളവരുണ്ടല്ലോ. ಈ ವಿಧವಾದ 4 ಆಲೋಚನೆಗಳು ಇರುವಂತವ್ರು ಇದಾರಲ್ಲ. ഒന്ന് എഴുന്നേറ്റിരിക്കാമോ? ಈ ರೀತಿಯಾದ 4 ಅನುಭವ ಇರುವವರು ಒಂದು ಸಾರಿ ಎದ್ದು ನಿಲ್ಬೋದಾ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. ನಾವು ಅವರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸೋಣ. അവിടെ നിന്നാ മതി, എല്ലാവരും അവിടെ നിന്നാ മതി. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ನೀವು ಅಲ್ಲೇ ನಿಂತರೆ ಸಾಕು, ನಾವು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ. എഴുന്നേറ്റ് നിൽക്കുവാണെങ്കിൽ സന്തോഷമായിരിക്കും. ಒಮ್ಮೆ ಎದ್ದು ನಿಂತರೆ, ಈ ತರ ಅನುಭವ ಇರುವವರು ಎದ್ದು ನಿಂತರೆ ನಮಗೆ ಸಂತೋಷವಾಗ್ತದೆ. Thank you, Jesus. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ನಾವು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕಿದ್ದೇವೆ. സ്തോത്രം. ഈ ശുശ്രൂഷകൾ നിങ്ങളിൽ ഉണ്ടല്ലോ, ಈ ಸೇವೆ ನಿಮ್ಮಲ್ಲಿ ಇದೆಯಲ್ಲ, അത് ഈ സഭയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ಅದು ಈ ಸಭೆಯಲ್ಲಿ ದೇವರ ರಾಜ್ಯವನ್ನ ಸ್ಥಾಪಿಸೋದಕ್ಕೆ, ദേശത്ത് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ಈ ದೇಶದಲ್ಲಿ ದೇವರ ಸಭೆಯನ್ನ ರಾಜ್ಯವನ್ನ ಸ್ಥಾಪಿಸೋದಕ್ಕೆ, ആത്മാക്കളെ നേടാൻ വേണ്ടിയാണ്. ಆತ್ಮಗಳನ್ನ ಗೆದ್ದುಕೊಳ್ಳೋದಕ್ಕೆ, മറ്റുള്ളവരെ കെയർ ചെയ്യാനാണ്, ಇನ್ನೊಬ್ಬರನ್ನ ಅವರ ಜವಾಬ್ದಾರಿಯನ್ನ ತೆಗೆದುಕೊಳ್ಳೋದಕ್ಕೆ, കീഴ്പ്പെടാൻ വേണ്ടിയുള്ളതാണ്, ವಿಧೇಯರಾಗ್ಲಿಕ್ಕಿರುವಂತದ್ದು, അനുസരിക്കാനുള്ളതാണ്, ಅನುಸರಿಸಬೇಕಾದದ್ದು. ആമേൻ. ക്രൂശിലെ മരണത്തോളം യേശു അനുസരണമുള്ളവനായിരുന്നു. ನೋಡಿ, ಶಿಲುಬೆಯ ಮರಣದವರೆಗೂ ತನ್ನನ್ನ ವಿಧೇಯನಾಗಿದ್ದನು. ആമേൻ. ഒരു ശുശ്രൂഷ കൈവന്നു കഴിഞ്ഞാൽ, ಒಂದು ಸೇವೆ ಕೈಗೆ ಬಂದ್ರೆ അനുസരണം ഉണ്ടാകണം, ವಿಧೇಯತೆ ಇರಬೇಕು. അടിസ്ഥാനമില്ലെങ്കിൽ, ಅಸ್ತಿವಾರ ಇಲ್ಲದಿದ್ರೆ നീതിമാൻ എന്തും ചെയ്യും. ನೀತಿವಂತನು ಏನು ನಡೆಯುತ್ತದೆ? ആമേൻ. അവൻ വീണു പോകും. ಅವನು ಬಿದ್ದು ಹೋಗ್ತಾನೆ. അവൻ അടിസ്ഥാനത്തിൽ നിൽക്കുന്നുവെങ്കിൽ, ಅವನು ಅಸ್ತಿವಾರದಲ್ಲಿ ನಿಂತಿರುವುದಾದ್ರೆ കൃപാവരങ്ങൾ പൊങ്ങി വരുവാനിടയാകും. ಅವನ ಕೃಪಾವರಗಳು ಹೊರಟು ಬರುತ್ತದೆ. തന്റെ മെന്ററിന് എത്രമാത്രം കീഴ്പ്പെട്ടിരിക്കുന്നുവോ, ತನ್ನ ನಾಯಕನಿಗೆ ಎಷ್ಟರ ಮಟ್ಟಿಗೆ ವಿಧನಾಗಿರ್ತಾನೋ അത്രമാത്രം അവനിൽ ജ്വലനം ഉണ്ടാകും. ಅಷ್ಟರ ಮಟ್ಟಿಗೆ ಅವನಲ್ಲಿ ಪ್ರಜ್ವಲನ ಉಂಟಾಗುತ್ತದೆ. Thank you, Jesus.
കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ಕೃಪಾವರಗಳನ್ನ ಉಪಯೋಗಿಸೋದಕ್ಕೆ ನಿಮಗೆ ಬಯಕೆ ಇದ್ರೆ, അനുസരണത്തോടെ നിന്നാൽ മാത്രമേ ഒക്കത്തുള്ളൂ. ಆ ವಿಧೇಯತೆಯಿಂದ ನಿಂತರೆ ಮಾತ್ರ ಸಾಧ್ಯ. എല്ലാ റിബല്യസ് സ്പിരിറ്റും യേശുവിന്റെ നാമത്തെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ಎಲ್ಲ ರಿವೀಲ್ಸ್ ಆತ್ಮವನ್ನ ನಾವು ವಿರೋಧಿಸಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. വിഘടിപ്പിക്കുന്ന സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ಎಲ್ಲ ವಿಂಗಡಿಸುವಂತ ವಿಭಾಗ ಮಾಡುವಂತ ಆತ್ಮವನ್ನ ನಾವು ವಿಭಾಗಿಸಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. എതിര് പറയുന്ന എല്ലാ സ്പിരിറ്റിനെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ವಿರೋಧಿಸುವಂತ ಎಲ್ಲ ಆತ್ಮವನ್ನ ನಾವು ಗದರಿಸುವರಾಗಿದ್ದೇವೆ. അനുസരണത്തിന്റെ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുകയാണ്. ಅವಿಧೇಯತೆಯ ಆತ್ಮವನ್ನ ನಾವು ಗದರಿಸುತ್ತೇವೆ. താങ്ക് യു ജീസസ്. കർത്താവ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന ಕರ್ತನೆಯಲ್ಲಿ ಎದ್ದು ನಿಂತಿರುವಂತ ഈ ദൈവമക്കളുടെ മുകളിലേക്ക് ಈ ದೇವರ ಮಕ್ಕಳ ಮೇಲೆ ആത്മാവിൽ കരം വെക്കുകയാണ്. ಆತ್ಮನಲ್ಲಿ ಹಸ್ತವನ್ನು ಇಡುತ್ತೇವೆ. ഇവരിലുള്ള ಇವರಲ್ಲಿರುವಂತ ദൈവിക പുത്രത്വവും ದೈವಿಕವಾದ ಪುತ್ರತ್ವ, ദൈവിക ദൗത്യവും ದೈವಿಕವಾದಂತ ദൈവിക ಯೋಜನೆಗಳು, കൃപകളും ದೇವರ ಕೃಪೆಗಳು യേശുവിന്റെ നാമത്തിൽ ജ്വലിക്കട്ടെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അത് ಪ್ರಜ್ವಲಿಸಲಿ. ദൈവ രാജ്യത്തിന് മഹത്വമായി മാറട്ടെ. ಅದು ದೇವ ರಾಜ್ಯಕ್ಕೆ ಮಹಿಮೆಯಾಗಿ ಮಾರ್ಪಡಲಿ. ഇപ്പോൾ തന്നെ ಈಗಲೇ യേശു ക്രിസ്തുവിന്റെ നാമത്തില് ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ദൈവിക സ്പർശനം അവർക്കുണ്ടാകട്ടെ. ಒಂದು ದೈವಿಕವಾದ ಸ್ಪರ್ಶನ ಅವರಿಗೆ ಉಂಟಾಗಲಿ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ಆಶೀರ್ವದಿಸಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ആമേൻ. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ಎಲ್ಲರಿಗೆ ಕುಳಿತುಕೊಳ್ಳೋಣ. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മളെ വീണ്ടും അനുഗ്രഹിക്കട്ടെ. ಕರ್ತನು ಮತ್ತೊಂದು ಆವೃತ್ತಿ ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. നമ്മൾ ഇന്ന് പരസ്യമായി നിൽക്കുന്ന ക്രിസ്തുവിനെയാണ് കാണാൻ പോകുന്നത്. ನಾವು ಇವಾಗ ಬಹಿರಂಗವಾಗಿ ನಿಂತಿರುವ ಕ್ರಿಸ್ತನನ್ನು ನಾವು ಕಾಣಲಿಕ್ಕಿದ್ದೇವೆ. നിന്നുകൊണ്ട് നമുക്ക് അടുത്തൊരു പ്രവൃത്തി കർത്താവ് കാണിച്ചു തരികയാണ്. ಬಹಿರಂಗವಾಗಿ ನಿಂತುಕೊಂಡು ಮುಂದಿನ ಕಾರ್ಯವನ್ನ ದೇವರು ತೋರಿಸಿಕೊಡ್ತಿದ್ದಾನೆ. യേശു പരസ്യമായി നിന്നുകൊണ്ട് ಯೇಸು ಬಹಿರಂಗವಾಗಿ ನಿಂತುಕೊಂಡು പരിശുദ്ധാത്മാവിനെ പ്രത്യക്ഷമാക്കുന്നു. ಪವಿತ್ರಾತ್ಮನನ್ನ ಆತನು ಪ್ರತ್ಯಕ್ಷಪಡಿಸ್ತಾ ಇದ್ದಾನೆ. ആമേൻ. നമ്മൾ ആ വാക്യത്തിലൂടെ വരാൻ പോവുകയാണ്. ನಾವು ಆ ವಾಕ್ಯಕ್ಕೆ ಬರಲಿಕ್ಕಿದ್ದೇವೆ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. ಯಾಕೋಬನ ಪತ್ರಿಕೆ 3ನೇ ಅಧ್ಯಾಯ 6ನೇ ವಾಕ್ಯ. ജെയിംസ് 3:6. ಯಾಕೋಬ 3:6ನೇ ವಾಕ್ಯ. നാവൊരു തീ തന്നെ. നാവൊരു തീ തന്നെ. ನಾವೊಂದು ಬೆಂಕಿಯಾಗಿದ್ದೇವೆ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. ಅದು ಕೊಂಚ ಕಿಚ್ಚು ಎಷ್ಟು ದೊಡ್ಡ ಕಾಡನ್ನು ಉರಿಸುತ್ತೆ ನೋಡಿ. ನಾಲಿಗೆಯು ಕಿಚ್ಚೆ, ನಾಲಿಗೆಯು ಅಧರ್ಮ ಲೋಕ ರೂಪವಾಗಿ ನಮ್ಮ ಅಂಗಗಳ ನಡುವೆ ಇದೆ. ಅದು ದೇಹವನ್ನೆಲ್ಲ ಕೆಡಿಸುತ್ತದೆ. ആമേൻ. ഇനി ഇച്ചിരി ശ്രദ്ധയോടെ കേട്ടോണേ. ನೀವು ಅದನ್ನು ಗಮನದಿಂದ ಕೇಳಬೇಕು. നമുക്ക് പരിശുദ്ധാത്മാവ് പ്രത്യക്ഷമാകണം. ಪರಿಶುದ್ಧ ಆತ್ಮನು ನಮಗೆ ಪ್ರತ್ಯಕ್ಷವಾಗಬೇಕು. നമുക്കൊന്നൊരു വിടുതലുണ്ടാവണം. ನಮಗೆ ಒಂದು ಬಿಡುಗಡೆ ಉಂಟಾಗಬೇಕು. ഒരു തീയാണ്. ನೋಡಿ, ನಾಲಿಗೆ ಒಂದು ಕಿಚ್ಚು ಆಗಿದೆ. നാവിനെ സൂക്ഷിച്ചില്ല എങ്കിൽ, ನಾಲಿಗೆಯನ್ನ ನಾವು ಕಾಪಾಡಿಕೊಳ್ಳದೆ ಹೋದ್ರೆ അന്യായ അഗ്നി കത്തേണ്ടി വരും. ಅನ್ಯಾಯವಾದ ಬೆಂಕಿ ಹುರಿಯಬೇಕಾಗ್ತದೆ. എപ്പോഴും നാവിനെ സൂക്ഷിക്കുക എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ಯಾವಾಗಲೂ ನಾಲಿಗೆಯನ್ನ ಕಾಪಾಡಿಕೊಳ್ಬೇಕೆಂಬುದಾಗಿ ಸತ್ಯವೇದ ಕಲಿಸುತ್ತದೆ. എങ്കിൽ ನೀನು ಅದನ್ನ ಕಾಪಾಡಿಕೊಳ್ಳದಿದ್ರೆ ശരീരത്തെ ಅದು ನಮ್ಮ ಶರೀರವನ್ನ അനീതിയുടെ ലോകമാക്കി മാറ്റും. ಅನೀತಿಯ ಪ್ರಪಂಚವಾಗಿ ಮಾರ್ಪಡಿಸುತ್ತದೆ. 2 നമ്മുടെ ശരീരത്തെ മലിനമാക്കും. 2 ನಮ್ಮ ಶರೀರವನ್ನ ಮಲಿನ ಮಾಡುತ್ತದೆ. 3 നമ്മുടെ ജീവിതം ലൈഫ് മൊത്തവും നരകത്തിന് തുല്യമാക്കും. 3ನೇದಾಗಿ ನಮ್ಮನ್ನ ನರಕಕ್ಕೆ ಅದು ಆಹುತಿ ಮಾಡುತ್ತದೆ. നമ്മുടെ നല്ല നാവില്, ನಮ್ಮ ಒಳ್ಳೆ ನಾಲಿಗೆಯಲ್ಲಿ നരകത്തിലെ തീ കത്തിക്കുവാൻ ഇടയാകരുത്. ನರಕದ ಬೆಂಕಿ ಉರಿಯುವುದಕ್ಕೆ ನಾವು ಅನುಮತಿಸಬಾರದು. അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ಅಲ್ಲಿ ಬರೆದಿಟ್ಟಿರುವಂತದ್ದು, നരകത്താൽ ನರಕದಿಂದ അതിനെ തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. ಬೆಂಕಿ ಹತ್ತಿಸಿಕೊಳ್ಳುತ್ತದೆ. നാവ് ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ನಾಲಿಗೆಯನ್ನು ಸರಿಯಾಗಿ ಉಪಯೋಗಿಸಿ നരകത്തിൽ കിടക്കുന്ന തീ നാവിൽ കയറി പറ്റുമെന്ന്. ನೋಡಿ, ನರಕದಲ್ಲಿರುವಂತ ಬೆಂಕಿ ನಾಲಿಗೆ ಮೇಲೆ ಹತ್ತಿಕೊಳ್ಳುತ್ತದೆ ಎಂಬುದಾಗಿ. അങ്ങനെ തന്നെ അത് എഴുതിയിരിക്കുന്നത്. ಹಾಗೆ ಅದು ಬರೆಯಲ್ಪಟ್ಟಿದೆ. നാവ് ശരിയായി ഉപയോഗിച്ചില്ല എങ്കിൽ ನಾಲಿಗೆಯನ್ನು ಸರಿಯಾದ ವಿಧದಲ್ಲಿ ಉಪಯೋಗಿಸದಿದ್ರೆ മുഴുവനും ಜೀವಿತ ಚಕ್ರವನ್ನೆಲ್ಲವನ್ನು അനീതിയുടെ ലോകമാക്കി മാറ്റുമെന്ന്. ಅದು ಅನೀತಿಯ ಲೋಕವಾಗಿ ಮಾರ್ಪಡಿಸುತ್ತದೆ. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ಇದನ್ನ ಬೈಬಲ್ ಕಲಿಸುವಂತದ್ದು. ഇവിടെ ഈ നരകത്തിന് മൂലഭാഷയിൽ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ಈ ನರಕಕ್ಕೆ ಮೂಲ ಭಾಷೆಯಲ್ಲಿ ಒಂದು ಮಾತು ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഗഹന്ന എന്ന് പറയും. ಗಹನ ಎಂಬುದಾಗಿ. ഗഹന്ന. ಗಹನ. ഗഹന്ന എന്ന് പറഞ്ഞാൽ അഗ്നി നരകം. ಗಹನ ಅಂದ್ರೆ ಅಗ್ನಿ ನರಕ ಎಂಬುದಾಗಿ. ആമേൻ. സ്തോത്രം. ഇതിന്റെ കുറച്ച് ഭാഗങ്ങളുടെ എക്സാമ്പിൾ നമുക്ക് എടുത്തു പോകാം. ಇದರ ಉದಾಹರಣೆಯನ್ನು ಕೂಡ ನಾವು ತೆಗೆದುಕೊಂಡು ಹೋಗೋಣ. പഴയ നിയമത്തിൽ ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ 2 ദിനവൃത്താന്തം, 2
സെക്കൻഡ് ക്രോണിക്കൽസ് ಆ ಪೂರ್ವ ವೃತ್ತಾಂತ 28 അധ്യായം 3 വാക്യത്തിലുണ്ട് 28 3ನೇ ವಾಕ್ಯದಲ್ಲಿ ಇದೆ. അവർ ബെൻ ഹിനോം താഴ്വരയിൽ, ಅವರು ಬೆನ್ಹಿನ್ ತಗ್ಗಿನಲ್ಲಿ, ബെൻ ഹിനോമിന്റെ വേറൊരു വേർഡാണ് ഗഹന്നെ. ಬೆನ್ ಹ್ಯೋನೋ ಅದರ ಬೇರೆ ಒಂದು ಪದವಾಗಿದೆ ಗಹನೆ. ആമേൻ സ്തോത്രം. ഈ താഴ്വരയിൽ ಈ ತಗ್ಗಿನಲ್ಲಿ മക്കളെ കൊണ്ട്, സ്വന്തം മക്കളെ കൊണ്ട് ಸ್ವಂತ ಮಕ್ಕಳನ್ನ മ്ലേച്ഛത ചെയ്യിക്കുവാനിടയായി. ಅವರನ್ನ ಹಾಗುತಿಯನ್ನ ಕೊಡುತ್ತಿದ್ರು, ಅಸಹ್ಯ ಕಾರ್ಯಗಳನ್ನು ಮಾಡುತ್ತಿದ್ರು ಅವರಿಂದ. ഇരമ്യാ പുസ്തകം ജെറമ്യ 7:31 എത്തിയപ്പോൾ, ಜೆರೆಮಿಯ 7:31 7 ಅದರ 31ನೇ ವಾಕ್ಯದಲ್ಲಿ ಬರುವಾಗ, യെരമ്യാവ് 7:31 എത്തിയപ്പോൾ, ಯೆರೆಮೀಯ 7:31ಕ್ಕೆ ಬಂದಾಗ, പുത്രന്മാരെയും പുത്രിമാരെയും ತನ್ನ ಪುತ್ರರನ್ನ ಪುತ್ರಿಯರನ್ನ അഗ്നിയിലിട്ട് ദഹിപ്പിക്കേണ്ടതിന് ಅವರ ಬೆಂಕಿಯಲ್ಲಿ ಆಹುತಿ ಕೊಡುವುದಕ್ಕೂ ഈ ഗഹന്നെ താഴ്വര തെരഞ്ഞെടുത്തു. ಇವರು ಗಹನ ತಗ್ಗನ್ನ ಆರಿಸಿಕೊಂಡರು. അവിടെ പൂജാഗിരികളെ പണിതു. ಅಲ್ಲಿ ಪೂಜಾ ಸಾಮಗ್ರಿಗಳನ್ನು ಕಟ್ಟಿದರು. മനസ്സിൽ തോന്നാത്ത കാര്യം ഇസ്രായേൽ മക്കൾ ആ ബെൻ ഹിനോം താഴ്വരയിൽ ചെയ്തു. ಆ ದೇವರ ಮನಸ್ಸಿನಲ್ಲಿ ಭಾವನೆಗೆ ಬರದಂತ ಕಾರ್ಯಗಳನ್ನ ಆ ತಗ್ಗಿನಲ್ಲಿ ಇಸ್ರಾಯೇಲ್ ಜನರು ಮಾಡೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ್ರು. യിരെമ്യാ പുസ്തകം 7:32 എത്തിയപ്പോൾ, ಅದರಿಂದ ಯೆರೆಮೀಯ 7:32ಕ್ಕೆ ಬಂದಾಗ, അതുകൊണ്ട് ഇനി ഞാൻ ಆದುದರಿಂದ ಇನ್ನು ನಾನು ബെൻ ഹിനോം എന്ന പേര് ആ താഴ്വരയ്ക്ക് വിളിക്കത്തില്ല, ಇನ್ನು ಆ ತಗ್ಗಿಗೆ ಬೆನ್ಹಿನೋ ಎಂಬುದಾಗಿ ಕರೆಯುವುದಿಲ್ಲ, കൊലത്താഴ്വര എന്ന് വിളിക്കും. ಆ ಕೊಲೆಯ ತಗ್ಗು ಎಂಬುದಾಗಿ ನಾನು ಕರೆಯುತ್ತೇನೆ. മനസ്സിലായോ? ನಿಮ್ಗೆ ಅರ್ಥವಾಯ್ತಾ? ബെൻ ഹിനോം താഴ്വരയ്ക്ക് ಬೆನ್ಹಿನೋ ತಗ್ಗಿಗೆ ഇനി അങ്ങനത്തെ പേരുണ്ടാവത്തില്ല, ಇನ್ನು ಆ ಹೆಸರು ಇರುವುದಿಲ್ಲ, അതിനെ കൊലത്താഴ്വര എന്ന് വിളിക്കും. ಸಂಹಾರದ ತಗ್ಗು ಎಂಬುದಾಗಿ ಹೆಸರು ಇರುವುದು. അവിടെ കൊണ്ടുവന്ന് ശവശരീരങ്ങൾ അടക്കുവാനിടയാകും. ಅಲ್ಲಿ ಶವಗಳನ್ನ ಹೂಣಿಡಲ್ಪಡುತ್ತದೆ. ആമേൻ സ്തോത്രം. ഇത് ബെൻ ഹിനോം താഴ്വരയ്ക്ക് വന്ന ദൈവത്തിൽ നിന്ന് വന്ന വലിയൊരു ശാപമാണ്. ಅದು ಬೆನ್ಹಿನೋ ತಗ್ಗಿಗೆ ಬಂದಂತ ದೊಡ್ಡ ದೇವರ ಶಾಪವಾಗಿದೆ. ബെൻ ഹിനോം അല്ലെങ്കിൽ ഗഹന്യയുടെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചു നോക്കിയാൽ, ಬೆನ್ಹಿನೋ ಅಥವಾ ಗಹನಿಯ ಅರ್ಥ ಏನು ಅಂದ್ರೆ ಆಲೋಚಿಸಿದ್ರೆ, ആമേൻ സ്തോത്രം, വെറുപ്പുളവാകുന്ന താഴ്വര, വെറുപ്പുളവാകുന്ന താഴ്വര. ಅದು ನಾವು ಅಸಹ್ಯ ಪಡುವಂತ ಒಂದು ತಗ್ಗು. ആമേൻ സ്തോത്രം. മരിച്ചവരുടെ വാസസ്ഥലം, ಅದು ಸತ್ತವರ ವಾಸಸ್ಥಳ, ദുഷ്ടന്മാരുടെ സ്ഥലം, ದುಷ್ಟರ ಸ್ಥಳ, ആമേൻ പാതാളം, ಪಾತಾಳ, ആമേൻ എരിയുന്ന നരകം, ಉರಿಯುವಂತ ನರಕ, ദുഷ്ടന്മാരുടെ മരണശേഷം നിക്ഷേപിക്കുന്ന ഇടം, ದುಷ್ಟರ ಮರಣದ ನಂತರವಾಗಿ ಅವರನ್ನ ತಗೊಂಡೋಗಿ ಹಾಕುವಂತ ಸ್ಥಳ, രാത്രിയും പകലും കത്തിക്കൊണ്ടിരിക്കുന്ന തീയ, ಹಗಲು ರಾತ್ರಿ ಉರಿಯುವಂತ ಬೆಂಕಿ. ഇതാണ് ഗഹന്യയുടെ അർത്ഥം. ಇದೇ ಆಗಿದೆ ಗಹನಿಯ ಅರ್ಥ. ആമേൻ. യഹൂദ പാരമ്പര്യ പ്രകാരം, ಯಹೂದಿಯ ಸಂಪ್ರದಾಯದ ಪ್ರಕಾರ, ആമേൻ, ഗഹന്യയില് ಗಹನದಲ್ಲಿ ഒരുവൻ ಒಬ್ಬನು പൂർണ്ണമായും പാപം ചെയ്താൽ ಸಂಪೂರ್ಣವಾಗಿ ಪಾಪ ಮಾಡಿದ್ರೆ 12 മാസം ആ താഴ്വരയിൽ കൊണ്ടിടും. ಅವನನ್ನ 12 ತಿಂಗಳು ಆ ತಗ್ಗಿನಲ್ಲಿ ಹಾಕುತ್ತಾರೆ. പകുതിയോളം ആണ് പാപം ചെയ്തതെങ്കിൽ ಅವನ ಅರ್ಧ ಮಾತ್ರ ಪಾಪ ಮಾಡಿದ್ರೆ 11 മാസം അവിടെ കൊണ്ടിടും. 11 ತಿಂಗಳು ಅಲ್ಲಿ ತಂದು ಹಾಕುತ್ತಾರೆ. ഇതാണ് യഹൂദന്മാരുടെ ആചാരം. ಇದು ಯಹೂದರ ಸಂಪ್ರದಾಯ. അക്ഷരാർത്ഥത്തില് ನಿಜವಾಗ್ಲೂ ആമേൻ അതൊരു വലിയ നരകം തന്നെയായിരുന്നു. ಅದು ದೊಡ್ಡ ನರಕವಾಗಿತ್ತು. ആമേൻ. ഒരു ടൺഗങ്സ്, ടാർഗങ്സ് ಟಾರ್ಗಸ್ എന്ന് പറയുന്ന ഒരു എഴുത്തുപ്രതിയുണ്ട്. ಆ ರೀತಿಯಾದ ಒಂದು ಬರಹ ಇದೆ. അവിടെ പറഞ്ഞിരിക്കുന്നത് ಅಲ್ಲಿ ಹೇಳಿರುವಂತದ್ದು യഹൂദന്മാരുടെ പാപം നിമിത്തം കൊണ്ടിടുന്ന ഇടമെന്നാണ്. ಆ ಯಹೂದರ ಪಾಪದ ನಿಮಿತ್ತ ತೆಗೆದುಕೊಂಡು ಹಾಕುವ ಸ್ಥಳ. പടിഞ്ഞാറൊരു ഭാഗമുണ്ട്, ಅದಕ್ಕೆ ಒಂದು ಸ್ಥಳ ಇದೆ. തെക്ക് പടിഞ്ഞാറൊരു ഭാഗമുണ്ട്. ಅದರ ಪೂರ್ವ ಪಶ್ಚಿಮದಲ್ಲಿ ಒಂದು ಭಾಗ ಇದೆ. കെറ്റേഫ് ഹിന്നോം എന്ന് പറയും. ತೆಕ್ಕೆಫ್ ಇನ್ನೋಫ್, കെറ്റോഫ് ഹിന്നോം, ಟೆಕ್ಕೆಫ್ ಇನ್ನೋಫ್ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. അതിനെ മരിച്ചവരെ കൊണ്ട് അടക്കുന്ന സ്ഥലമാണ്. ಅದನ್ನ ಸತ್ತವರನ್ನ ಹೂಣಿಡುವ സ്ഥಳ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ വേറൊരു ഭാഗമുണ്ട്, മോശമായ ഒരു സ്ഥലമുണ്ട്. ಇದಕ್ಕೆ ಇನ್ನೊಂದು ಭಾಗವಿದೆ, ಬಹಳ ಕೆಟ್ಟದಾದ ಒಂದು ಸ್ಥಳ. അതിനെ സോവ റോട്ട് ചാറ്റ് എന്ന് പറയും. ಶೋಭಾ ರೋಡ್ ಚಾರ್ಟ್ ಎಂಬುದಾಗಿ ಹೇಳ್ತಾರೆ. 2 ഭാഗമാണ്. 2 ಭಾಗವಾಗಿದೆ. മോശമായ ഇടവും ಕೆಟ್ಟದಾದದ್ದು, ദുഷ്ടന്മാരെ കൊണ്ടിടുന്ന ഇടവും. ದುಷ್ಟರನ್ನ ತೆಗೆದುಕೊಂಡು ಹಾಕುವ ಸ್ಥಳ. ബെൻഹീനോം താഴ്വര 2 ആയി അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. ಈ ಬೆನ್ನುಹೀನ ತಗ್ಗನ್ನ 2 ಆಗಿ ವಿಭಾಗಿಸಿದ್ರು. ഇതാണ് ഗഹന്ന. ಇದೇ ಗಹನ. ഈ ഗഹന്ന എന്ന വാക്കാണ്, ಈ ಗಹನ ಎಂಬ ಮಾತಾಗಿದೆ, ಪದವಾಗಿದೆ. യാക്കോബിന്റെ പുസ്തകത്തിൽ, ಯಾಕೋಬನ ಪುಸ್ತಕದಲ್ಲಿ നരകത്തിന് കൊടുത്തിരിക്കുന്നത്. ನರಕಕ್ಕೆ ಕೊಟ್ಟಿರುವಂತದ್ದು. ഇത്രയും മനസ്സിലായവർക്ക് സ്തുതിക്കാം. ಇಷ್ಟು ಅರ್ಥವಾದವರಿಗೆ ಸ್ತುತಿಸಬಹುದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ, സ്തോത്രം. ಸ್ತೋತ್ರ. ഇനി ഇതിന്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ಇದರ ಮಧ್ಯದಲ್ಲಿ ನಾನೊಂದು ಪ್ರಶ್ನೆ ಕೇಳ್ತೇನೆ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ಕರ್ತನ 2ನೆಯ ಬರವಣದಲ್ಲಿ പ്രധാന ദൂതന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ಪ್ರಧಾನ ದೂತನ ತುತ್ತೂರಿ ಶಬ್ದ ಕೇಳುವಾಗ എത്ര പേര് ഉയർത്തെഴുന്നേൽക്കും? ಎಷ್ಟು ಜನ ಎತ್ತಲ್ಪಡ್ತಾರೆ?
ಹೇಳ್ರಿ, സ്വോത്രം പറ. ಸ್ತೋತ್ರ ಹೇಳ್ರಿ. നിങ്ങൾ സ്വോത്രം പാസ്റ്റർ. ಸ್ತೋತ್ರ. പാസ്റ്റർ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ പാസ്റ്റർ. ಹೆಚ್ಚಾಗಿ ಆಶೀರ್ವದಿಸಲಿ ಪಾಸ್ಟರ್. ഹല്ലേലൂയ. ഇത് ചിലരതൊക്കെ കൈവക്കാൻ പറഞ്ഞ ഇത്രയും പൊങ്ങും ഇത്രയും പൊങ്ങും ഇത്രയും പൊങ്ങും. ಕೆಲವರ ಕಡೆ ಹೋಗಿ ಕೈ ಎತ್ತರಿ ಅಂತ ಹೇಳಿದ್ರೆ ಸ್ವಲ್ಪ ಕೈ ಎತ್ತರೆ. സ്വന്തമായി ഡൗട്ടാണോ യേശുവിനോട് ഡൗട്ടാണോ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ನೋಡಿ, ಸ್ವಂತವಾದ ಸಂಶಯನ ಅಥವಾ ಯೇಸುವಿನ ಮೇಲೆ ಇರೋ ಸಂಶಯ, ಯಾರ ಸಂಶಯ ಅಂತ ಗೊತ್ತಾಗ್ತಾ ಇಲ್ಲ. സന്തോഷമുണ്ട് ഈ സഭയെ കുറിച്ച്. ಆದ್ರೆ ಈ ಸಭೆ ವಿಷಯದಲ್ಲಿ ಸಂತೋಷ ಇದೆ, കരം പൊക്കിയതിന്. ಎಲ್ಲರ ಕರಗಳ ಎತ್ತಿದ್ದಕ್ಕೆ. ഒരുപാട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ദൈവം. ದೇವರು ನಿಮ್ಮನ್ನ ಹೆಚ್ಚಾಗಿ ಆಶೀರ್ವದಿಸಲಿ. ഞാൻ അതൊന്ന് പ്രൂവ് ചെയ്യാൻ ഒരു വാക്യം പറയാം. ಅದನ್ನ ಪ್ರೂವ್ ಮಾಡೋದಕ್ಕೆ ಒಂದು ವಾಕ್ಯ ಹೇಳ್ತೇನೆ, മാത്രം ഇതിലോട്ട് നമ്മൾ പോകത്തോളൂ. ಆ ನಂತರ ವಾಕ್ಯಕ್ಕೆ ಹೋಗ್ತೇನೆ. 1 കൊരിന്ത്യർ 1 ಕೊರಿಂಥಿಯ 1-ാം അധ്യായം 1ನೇ ಅಧ್ಯಾಯ അതിലെ 6-7. 6-7ನೇ ವಾಕ್ಯ. ಯಾಕೆಂದ್ರೆ ಕ್ರಿಸ್ತನ ವಿಷಯವಾದ ಸಾಕ್ಷಿಯು ನಿಮ್ಮಲ್ಲಿ ದೃಢವಾಗಿ ನೆಲೆಗೊಂಡ ಕಾರಣ, 8-ാമത്തെ വാക്യം, ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ದಿನದಲ್ಲಿ ಯಾರು ನಿಮ್ಮ ಮೇಲೆ ತಪ್ಪು ಹೊರಿಸಲಾರದಂತೆ ಆತನು ನಿಮ್ಮನ್ನು ಕಡೆವರೆಗೂ ದೃಢಪಡಿಸುವನು. എത്ര ആമേൻ പറയാൻ കഴിയും? ಎಷ್ಟು ಜನರಿಗೆ ಆಮೇಲೆ ಹೇಳ್ಬೋದು? ഈ വെളിപ്പാടൊന്നും സ്വീകരിക്കാൻ കഴിയുമോ? ഇതൊന്ന് ಈ ಪ್ರಕಟಣೆಯನ್ನ ಸ್ವೀಕರಿಸಲಿಕ್ಕೆ ಆಗ್ತದ? ആര് എന്ത് വന്ന് പറഞ്ഞാലും ಯಾರೇ ಏನೇ ಹೇಳಿದ್ರು സ്വർഗത്തിൽ പോകത്തില്ല. ಹಾಗೇನು ಪರಲೋಕ ಹೋಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ഭയങ്കര ബുദ്ധിമുട്ടാ, ಬಹಳ ಕಷ್ಟಕರವಾದದ್ದು. ആമേൻ. സ്തോത്രം. നമ്മൾ അത്രയും മാത്രം ഇങ്ങനെ പിടിച്ചിരിക്കണം. ನಾವು ಅಷ್ಟರ ಮಟ್ಟಿಗೆ ಹಿಡಿದು ಕೂತ್ಕೊಳ್ಬೇಕು. യേശുവിന്റെ കൃപ വ്യാപരിച്ചപ്പോൾ, ಆದರೆ ಯೇಸುವಿನ ಕೃಪೆ ಆವರಿಸಿದಾಗ, സമൃദ്ധി വ്യാപരിച്ചപ്പോൾ, ಉಜ್ಜೀವನದ ಸಮೃದ್ಧಿ ವ್ಯಾಪರಿಸಿದಾಗ നമ്മളോട് പഠിപ്പിക്കുക. ಯೇಸು ನಮಗೆ ಕಲಿಸ್ತಿದ್ದಾನೆ. 8-ാമത്തെ വാക്യം, 8ನೇ ವಾಕ್ಯ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ದಿನದಲ್ಲಿ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് ತಪ್ಪು ಹೊರಿಸಲಾರದಂತೆ ആര് ഉറപ്പിക്കുമെന്ന് നമ്മളെ? ಯಾರು ನಮ್ಮನ್ನ ದೃಢಪಡಿಸುವರೋ? യേശു ഉറപ്പിക്കുമെന്ന്. ಯೇಸು ನಮ್ಮನ್ನ ದೃಢಪಡಿಸುವನು. സ്വർഗത്തിൽ പോകത്തിരുന്ന ആരെങ്കിലും വന്ന് പറയുമ്പോൾ ഈ വാക്യം എടുത്ത് പറഞ്ഞു കൊടുക്കണം. ನೀವು ಪರಲೋಕ ಹೋಗಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ಈ ವಾಕ್ಯವನ್ನ ಹೇಳಿ ಅವರನ್ನ ಹೇಳಬೇಕು. വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന്, ಕರೆದಂತ ದೇವರು ನಂಬಿಗಸ್ತನೆಂಬುದಾಗಿ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, ಯೇಸು ಯೋಹಾನ ಸುವಾರ್ತೆಯಲ್ಲಿ ಹೇಳಿದ್ದು, ഞാൻ പോവുക. ನಾನು ಹೋಗ್ತಾ ಇದ್ದೇನೆ. ആർക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാനാ? ಯಾರಿಗೆ ವಾಸಸ್ಥಳ ಸಿದ್ಧ ಮಾಡೋದಕ್ಕೆ? നമുക്ക് വേണ്ടിയാ. ನಮಗೋಸ್ಕರ, അവന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ, ನಂಬುವವರಿಗಾಗಿ. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, ಯೋಹಾನ ಸುವಾರ್ತೆ ಹೇಳುತ್ತದೆ, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ಯೇಸುವಲ್ಲಿ ನಂಬುವವರಿಗೆ ನಿತ್ಯ ಜೀವ ಇದೆ. ദയവായി നിങ്ങൾ ഇങ്ങനെ കയറി വരണം. ನಿಜವಾಗ್ಲೂ ನೀವು ಹೀಗೆ ನೀವು ಹತ್ತಿ ಬರಬೇಕು. പാസ്റ്റർ ചിലപ്പോൾ അടിസ്ഥാനമിട്ട് പണിഞ്ഞ് ഇങ്ങോട്ട് വരുമായിരിക്കും. ಕೆಲವೊಮ್ಮೆ ಪಾಸ್ಟರ್ ಅಸ್ಥಿಭಾರವಾಗಿ ಹಾಕಿ ಕಟ್ಟುತ್ತಾ ಬರ್ಬೋದು. അതൊരു ആമ സ്പിരിച്വൽ റിലത്തിൽ നിന്നായിരിക്കും പണിയുന്നത്. ಒಂದು ಆತ್ಮಿಕ ವಾತಾವರಣದಲ್ಲಿ ಅದು ಕಟ್ತಾ ಇರಬಹುದು. ആമ ചില വിശ്വാസികളുണ്ട്, ಕೆಲವೊಂದು ವಿಶ್ವಾಸಿಗಳಿದ್ದಾರೆ, സ്വർഗത്തിൽ പോകുന്ന ഡൗട്ട് ഉള്ളവര്, ಆ ಪರಲೋಕ ಹೋಗ್ತೀವಿ ಎಂಬ ಸಂಶಯ ಇರುವರು, റിലത്തെ റിസീവ് ചെയ്യാൻ ഇവർക്ക് ഒക്കത്തില്ല. ಈ ಆತ್ಮಿಕ ವಾತಾವರಣವನ್ನ ಅದು ಸ್ವೀಕರಿಸಲಿಕ್ಕೆ ಅವ್ರಿಗೆ ಆಗುದಿಲ್ಲ. പാസ്റ്റർ ഇവിടെ നിന്ന് പറയുക, ಪಾಸ್ಟರ್ ಇಲ್ಲಿ ಹೇಳ್ತಿದ್ದಾರೆ, സ്വർഗം തുറന്ന് നിങ്ങൾ മഹത്വം കാണാം. ಆ ಪರಲೋಕ ತೆರೆದು ಆ ಪರಲೋಕದ ಮಹಿಮೆ ನೀವು ಕಾಣ್ತೀರಾ. അവിടെ ചെയറിൽ ഇരുന്നുകൊണ്ട്, ಅಲ್ಲಿ ಕುರ್ಚಿಯಲ್ಲಿ ಕೂತ್ಕೊಂಡು, യേശുവേ ഞാൻ സ്വർഗത്തിൽ പോവോ എന്തോ, സ്വർഗത്തിൽ പോവോ എന്തോ, ನಾನು ಪರಲೋಕ ಹೋಗ್ತೀನೋ ಎಂಬ ಸಂಶಯ. സംഭവം മനസ്സിലായോ? ನಿಮ್ಗೆ ಘಟನೆ ಅರ್ಥವಾಯ್ತಾ? എന്താണ് ഭീരുത്വത്തിന്റെ ആത്മാവ്? ಭಯದ ಆತ್ಮ. നിങ്ങൾ പരസ്യമായി നിൽക്കുന്ന ക്രൈസ്റ്റ് റെവലേഷൻ സ്വീകരിച്ചേ ഒക്കത്തോളൂ. ನೀವು ಬಹಿರಂಗವಾಗಿರುವಂತಹ ಕ್ರಿಸ್ತನ ಪ್ರಕಟಣೆಯನ್ನು ನೀವು ಸ್ವೀಕರಣೆ ಮಾಡಲೇಬೇಕು. നമ്മുടെ അഭിഷക്തൻ, ನಮ್ಮ ಅಭಿಷಕ್ತನು, നമ്മുടെ ಅಭಿಷಕ್ತനോട് ഇങ്ങനെ ചേർന്ന് നിന്നാൽ, ನಮ್ಮ ಅಭಿಷಕ್ತನೊಂದಿಗೆ ನಾವು ಸೇರಿ ನಿಂತರೆ അത് ദൈവ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. ಅದು ದೇವರ ಮಹಿಮೆ ಪ್ರಕಟವಾಗುವುದಕ್ಕೆ. ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഗഹനയിലോട്ട് തിരിച്ചു വരാം. ಗಹನೆಗೆ ಹಿಂತಿರುಗಿ ಬರೋಣ. ഗഹന എന്ന് പറയുന്ന സ്പിരിറ്റ് ആണ്. ಗಹನ ಎಂಬುದು ಒಂದು ಸ್ಪಿರಿಟ್, ಆತ್ಮ. നമ്മൾ ദൈവകൃപയിൽ അവിടെ എത്തും. ನಾವು ಅಲ್ಲಿಗೆ ಬರ್ತೇವೆ. 1 കൊരിന്ത്യർ ആരും മറന്നു പോകില്ല. 1:8 മറന്നു പോകരുത്. 1 ಕೊರಿಂಥಿಯ 1:8 ಮರಿಬಾರದು. അവസാനത്തോളം ഉറപ്പിക്കുന്ന ഒരു യേശുവിനെയാണ് ഇന്ന് നമ്മൾ വിളിക്കുന്നത്. ಕಡೆಯವರೆಗೂ ದೃಢಪಡಿಸುವ ಯೇಸುವನ್ನು ನಾನಾಗಿದೆ ನಾವು ಹೇಳುವಂತದ್ದು. ഈ ഗഹനെ ആമേൻ യാക്കോബിന്റെ ലേഖനത്തിൽ വന്നപ്പോൾ, ಈ ಗಹನೆ ಯಾಕೋಬನ ಪತ್ರಿಕೆಯಲ್ಲಿ ಬಂದಾಗ അതിന്റെ മലയാള അർത്ഥത്തിൽ നരകം എന്ന് കൊടുത്തു. ಅದಕ್ಕೆ ಮಲಯಾಳ ಅರ್ಥ ನರಕ ಎಂಬುದಾಗಿ ಕೊಡಲ್ಪಡ್ತು. ഈ ഗഹനെ കുറിച്ച് യേശു 11, 12, 13 പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ಈ ಗಹನ ಕುರಿತು ಯೇಸು ಸ್ವಾಮಿ 11, 12 ಸಾರಿ ಕಲಿಸಿದ್ದಾನೆ. ആമേൻ. സ്തോത്രം. മത്തായി സുവിശേഷം ഇനിയുള്ള വാക്യങ്ങൾ എല്ലാവരും എടുക്കണം. ಇನ್ನು ಇರುವಂತಹ ವಾಕ್ಯವನ್ನ ಎಲ್ಲರೂ ತೆಗೆದುಕೊಳ್ಬೇಕು. മാത്യു 5:22. ಮತ್ತಾಯಿ 5:22. ഇതിന്റെ ഇടയിലൂടെ ഒരു കാര്യം കൂടെ പറയാം. ಇದರ ಮಧ್ಯದಲ್ಲಿ ಇನ್ನೊಂದು ಕಾರ್ಯ ಹೇಳ್ತೇನೆ. അടിസ്ഥാനത്തിൽ നമുക്ക് റിവൈവൽ ഉണ്ടാകണം. ಅಸ್ಥಿವಾರದಲ್ಲಿ ನಮಗೆ ಪ್ರಕಟಣೆ ಉಜ್ಜೀವನ ಇರಬೇಕು. ഫൗണ്ടേഷനിൽ നിന്ന് ഉണർവ് പൊങ്ങി വരണം. ಅಸ್ಥಿವಾರದಿಂದ ಉಜ್ಜೀವನ ಮೇಲೆ ಬರಬೇಕು. ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ, ಅಸ್ಥಿವಾರ ಇಲ್ಲದಿದ್ದರೆ ഉണർവിന് തുടരാൻ ഒക്കത്തില്ല. ಉಜ್ಜೀವನಕ್ಕೆ ಮುಂದುವರಿಯೋದಕ್ಕಾಗುದಿಲ್ಲ. ഫൗണ്ടേഷൻ ഉണ്ടാകണം.
ಅದಕ್ಕೆ ಅಸ್ಥಿವಾರ ಇರಬೇಕು. മത്തായി സുവിശേഷം 5:22. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 5:22. ഞാൻ നിങ്ങളോട് പറയുന്നത്, ನಾನು ನಿಮಗೆ ಹೇಳುವಂತದ್ದು, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ತನ್ನ ಸಹೋದರನ ಮೇಲೆ ಸಿಟ್ಟುಗೊಳ್ಳುವ ಪ್ರತಿಯೊಬ್ಬನು ന്യായവിധിക്ക് യോഗ്യനാകും. ನ್ಯಾಯ ವಿಚಾರಣೆಗೆ ಗುರಿಯಾಗುವೆನು. നമ്മൾ ആദ്യം 1 കൊരിന്ത്യരിൽ പഠിച്ചത് ನಾವು 1 ಕೊರಿಂಥ್ಯದಲ್ಲಿ ಕಲ್ತಿದ್ದು, യേശു ഉറപ്പിച്ചു നിർത്തുവെന്ന. ಯೇಸು ಆತನು ದೃಢಪಡಿಸುವನು. ചിന്തിക്കാൻ പോകുന്നത്, ಇನ್ನು ನಾವು ಚಿಂತಿಸಲಿಕ್ಕಿರೋದು, ഇനിയുള്ള വാക്യങ്ങളിലെ ചില ക്യാരക്ടർ നമ്മളിൽ ഉണ്ടെങ്കിൽ, ಇನ್ನು ಇರುವಂತ ವಾಕ್ಯದಲ್ಲಿ ಇರುವಂತ ಗುಣಲಕ್ಷಣಗಳು ನಮ್ಮಲ್ಲಿದ್ರೆ, ആ നാവിൽ കത്തിക്കുന്ന ഗഹന എന്ന സ്പിരിറ്റ്, ನಾಲಿಗೆಯಲ್ಲಿ ಉರಿಸುವಂತ ಗಹನೆ ಎಂಬ ಆತ್ಮ ഇന്നത്തോടെ എല്ലാം പോകണം. ಇವತ್ತೇ ಅದೆಲ್ಲ ಹೋಗ್ಬೇಕು. ആമേൻ. ക്രിസ്തുവിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാവർക്കും കർത്താവ് കൊടുക്കുന്നത്. ಕ್ರಿಸ್ತನಲ್ಲಿ ಪೂರ್ಣ ಸ್ವಾತಂತ್ರ್ಯವನ್ನ ಎಲ್ಲರಿಗೂ ಕೊಡುವಂತದ್ದು. സഹോദരനോട് കോപിച്ച ന്യായവിധിക്ക് യോഗ്യനാകും. ನೋಡಿ, ಸಹೋದರನ ಮೇಲೆ ಸಿಟ್ಟುಕೊಂಡ್ರೆ ನ್ಯಾಯ ವಿಚಾರಣೆಗೆ ಗುರಿ ಆಗುವನು. സ്തോത്രം. പാസ്റ്ററെ, കുടുംബപരമായിട്ട് ನಾವು ಕುಟುಂಬ ಪರವಾಗಿ അപ്പന്റെ ആ വഴി കൊണ്ട് ತಂದೆಯ ಮಾರ್ಗದಿಂದ കോപം ഇങ്ങനെ കിടക്കുക, ಆ ಕೋಪ ನಮ್ಮಲ್ಲಿ ಹಾಗೆ ಇದೆ, അറിയുന്നിಲ್ಲ, ಬಿಚ್ಚಿ ಹೋಗ್ತಾ ಇಲ್ಲ, വരുവാങ്ങ്. ಅದು ಹೊರಗೆ ಬರ್ತಾ ಇದೆ. ബൈബിൾ അതല്ല പഠിപ്പിക്കുന്നത്. ಸತ್ಯವೇದ ಅದಲ್ಲ ಕಲಿಸುವಂತದ್ದು. നിന്റെ സഹോദരനോട് കോപിച്ചാൽ ನಿನ್ನ ಸಹೋದರನ ಮೇಲೆ ನೀನು ಸಿಟ್ಟುಕೊಂಡ್ರೆ ന്യായവിധിക്ക് യോഗ്യനാകും. ನೀನ್ ನ್ಯಾಯ ವಿಚಾರಣೆಗೆ ಗುರಿಯಾಗುವಿ. അവനെ നിസ്സാര എന്ന് പറഞ്ഞാൽ ಅವನು ನೀಚಾಯ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ನ್ಯಾಯ ಸಭೆಯ ವಿಚಾರಣೆಗೆ ಒಳಗಾಗುವನು. മൂഢ എന്ന് പറഞ്ഞാൽ ಮೂರ್ಖಾಯ ಅನ್ನುವನು അഗ്നി നരകത്തിന് യോഗ്യനാകും. ಅಗ್ನಿ ನರಕಕ್ಕೆ ಗುರಿ ಆಗುವನು. സ്തോത്രം. ഇപ്പൊ എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളെ, ನನ್ನನ್ನು ಕೇಳಿಸಿಕೊಳ್ಳುವ ದೇವಜನರೇ, ക്രിയകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ಈ ವಿಧವಾದ ಕ್ರಿಯೆಗಳನ್ನ ನಾವು ಮಾಡಿದ್ರೆ, നാവ് കൊണ്ട് ನಾಲಿಗೆಯಿಂದ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ, ಬೆಂಕಿ ಉರಿಸಿದ್ರೆ, മനസ്സിലായോ? ಅರ್ಥವಾಯ್ತಾ? നരകത്തിൽ കത്തുന്ന തീ ನರಕದಲ್ಲಿ ಉರಿಯುವ ಬೆಂಕಿ നാവിൽ തൊട്ടപ്പോഴാണ് ನಾಲಿಗೆಗೆ ಮುಟ್ಟಿದಾಗ, സഹോദരനെ കാണുമ്പോൾ ಸಹೋದರನನ್ನು ನೋಡಿದಾಗ, പോടാ മൂട, ಹೋಗೋ ನೀಚ, ബുദ്ധി ഇല്ലാത്തവനെ, ಬುದ್ಧಿ ಇಲ್ಲದ ಮೂರ್ಖನೇ, നിസ്സാര, ನೀಚ ಎಂಬುದಾಗಿ, ഒന്നിനും കൊള്ളാത്തവനെ, ಯಾವುದಕ್ಕೂ ಪ್ರಯೋಜನ ಇಲ್ಲದವನು, കഴിവില്ലാത്തവൻ, ಯಾವ ಸಾಮರ್ಥ್ಯ ഇവനെ ಇಲ್ಲದವನು, കൊണ്ട് ഞാൻ നശിച്ചു, ನಿನ್ನಿಂದ ನಾನು ನಾಶವಾದೆ, ഇത്രയും ബോധമില്ലേ, ನಿನಗೆ ಪ್ರಜ್ಞೆ ಇಲ್ವಾ, ഇവൻ ഇതൊന്നും അറിയത്തില്ലേ, ಇದು ಯಾವುದೋ ಅವನಿಗೆ ഇവൻ ತಿಳಿವಳಿಕೆ ഈ ಇಲ್ವಾ, ഭൂമിയിലല്ലേ താമസിക്കുന്നത്, ಇವನು ಈ ಭೂಮಿಯಲ್ಲಿ ಅಲ್ವಾ ഇത്രയൊക്കെ ವಾಸಿಸುವಂತದ್ದು, പ്രാർത്ഥിച്ചിട്ട് ഇവനൊന്നും അറിയത്തില്ലയോ? ಇಷ್ಟೆಲ್ಲ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೆ ಇವನಿಗೆ ഇങ്ങനെ ಗೊತ್ತಿಲ್ವಾ? ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ಹೀಗೆ ಯಾರಾದ್ರೂ ಹೇಳುವುದಾದ್ರೆ അവരുടെ നാവിൽ ഏത് തീയ കത്തിയിരിക്കുന്നതെന്ന് ഇന്ന് മനസ്സിലാക്കിക്കോ. ಅವರ ನಾಲಿಗೆಯಲ್ಲಿ ಯಾವ ಬೆಂಕಿ ಉರಿತಾ ಇದೆ ಎಂಬುದನ್ನು ನೀವು ಅರ್ಥ ಮಾಡ್ಕೊಳ್ಬೇಕು. നരകത്തിൽ കത്തിയ ನರಕದಲ್ಲಿ ಹುರಿಯುವಂತ, ദുഷ്ടന്മാരെ കത്തിക്കുന്ന, ದುಷ್ಟರನ್ನ അതേ ಸುಡುವಂತ തീയ നാവിൽ വ്യാപരിക്കുന്നത്. ನೋಡಿ, ಅದೇ ಬೆಂಕಿ ಆ ನಾಲಿಗೆಯಲ್ಲಿ ಆವರಿಸ್ತಾ ಇರೋದು. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ಎಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥವಾಗ್ತಾ ಇದೆ? സ്തോത്രം. ಸ್ತೋತ್ರ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. നമ്മൾ ഇതിൽ നിന്ന് പുറത്തു വരണം. ഇന്ന് ನಾವು ಇದರಿಂದ ಹೊರಗೆ ಬರಬೇಕು. ഗഹന സ്പിരിറ്റ് നമ്മുടെ നാവിൽ ഉണ്ടാകരുത്. ಗಹನ ಆತ್ಮ ನಮ್ಮ ನಾಲಿಗೆ ಮೇಲೆ ಇರಬಾರದು. നമ്മുടെ നാവിൽ ഏത് നാവാ ഉണ്ടാകേണ്ടത്? ನಮ್ಮ ನಾಲಿಗೆ ಮೇಲೆ ಯಾವ ನಾಲಿಗೆ ಇರಬೇಕು? പിളർന്നിരിക്കുന്ന നാവ്, ವಿಂಗಡಿಸಿದ ನಾಲಿಗೆ. ആമേൻ. ಆಮೆನ್. സ്തോത്രം. അപ്പം ഇന്നു മുതൽ ಇವತ್ತಿನಿಂದ കോപിക്കരുത്, ಕೋಪ ಮಾಡಬಾರದು, നിസ്സാര എന്ന് പറയരുത്, ನೀಚ ಎಂಬುದಾಗಿ ಅನ್ನಬಾರದು, മൂഢ എന്ന് വിളിക്കരുത്. ಮೂರ್ಖ ಅನ್ನಬಾರದು. അത് ഗഹനയിൽ കൊണ്ടിടുവെന്ന് ಅದು ಗಹನಕ್ಕೆ ತಂದಾಕುತ್ತದೆ. നമുക്കത് വേണ്ട. ನಮಗದು ಬೇಡ. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ಎರಡನೇ ಕಾರ್ಯ, മത്തായി 5:29, മാത്യു 5:29. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 5:29 ವಾಕ್ಯ. വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ನಿನ್ನ ಬಲಗಣ್ಣು ನಿನ್ನನ್ನು പാപದಲ್ಲಿ ಸಿಕ್ಕಿಸುವುದಾದರೆ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. ಅದು ಕಿತ್ತು ಬಿಸಾಡು. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ ನಿನ್ನ ದೇಹವೆಲ್ಲ ನರಕದಲ್ಲಿ ಬೀಳುವುದಕ್ಕಿಂತ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നല്ലത്. ಅವುಗಳಲ್ಲಿ ಒಂದು ಹೋಗೋದು ನಿನಗೆ ಹಿತವಲ್ಲವೇ? അതിനിടെ വലം കണ്ണ് പാപം ചെയ്യുന്നത്, ಹೇಗೆ ಬಲದ ಕಣ್ಣು ಪಾಪ ಮಾಡುವಂತದ್ದು? ഇടം കണ്ണും ചെയ്യത്തില്ലേ? ಎಡದ ಕಣ್ಣು ಪಾಪ ಮಾಡುವುದಿಲ್ವಾ? ചെയ്യും. ಮಾಡುತ್ತದೆ. വലം കണ്ണും ചെയ്യും. ಬಲದ ಕಣ್ಣೂ ಮಾಡುತ್ತದೆ. വലം കണ്ണ് നിനക്ക് എന്തെങ്കിലും അകൃത്യം വരുത്തുന്നുവെങ്കിൽ, ಬಲಗಣ್ಣು ನಿನಗೆ ಯಾವುದಾದ್ರೂ ದೋಷ ಮಾಡುವುದಾದ್ರೆ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയണോ? ಅದನ್ನು ಕಿತ್ತು ಬಿಸಾಡಬೇಕು. ഇല്ലെങ്കിൽ ಇಲ್ಲದಿದ್ದರೆ ശരീരം മുഴുവനും നരകത്തിൽ വീഴുമെന്ന്. ನಿನ್ನ ದೇಹವೆಲ್ಲ ನರಕದಲ್ಲಿ ಬೀಳುತ್ತದೆ ಎಂಬುದಾಗಿ. അക്ഷരികമായി ഈ കണ്ണ് എടുത്തു കളയാനാണോ കർത്താവ് പറഞ്ഞത്? ನಿಜವಾಗ್ಲೂ ಈ ಕಣ್ಣನ್ನ ಕಿತ್ತು ಹಾಕುವಂತ ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ್ನ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ ആരും രണ്ട് കണ്ണുള്ളവനായിട്ട് ആരും ഇരിക്കുന്നില്ല. ഞാൻ സഹിതം ആരും ഇരിക്കത്തില്ല. ಹಾಗಾಗಿದ್ರೆ ನಾವು ನನ್ನನ್ನು ಸೇರಿಸಿ ಎರಡು ಕಣ್ಣುಳ್ಳವರಾಗಿ ಯಾರು ಇಲ್ಲಿ ಕುಳಿತುಕೊಳ್ಳಕ್ಕೆ ಆಗ್ತಿರ್ಲಿಲ್ಲ. മേലോട്ട് സ്ക്രോൾ ചെയ്ത് വിടുമ്പോഴേ, ಮೊಬೈಲ್ ಅನ್ನ ಮೇಲಕ್ಕೆ ನಾವು ಅದನ್ನ ಸ್ಕ್ರೋಲ್ ಮಾಡುವಾಗ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ നോക്കിപ്പോവും. ಗೊತ್ತಿಲ್ಲದೆ ನಾವು ನೋಡ್ತೇವೆ. എന്നിട്ട് പറയും കർത്താവേ ക്ഷമിക്കണമെന്ന്. ಆಮೇಲೆ ಕರ್ತನೆ ನಮ್ಮನ್ನು ಕ್ಷಮಿಸು ಅಂತ ಹೇಳ್ತೇವೆ. എന്നെ ഇത് നോക്കരുതെന്ന് അറിയാലോ. ನೋಡಬಾರ್ದು ಅಂತ ನಮ್ಗೆ ಗೊತ್ತಲ್ವಾ? സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥವಾಗ್ತಾ ಇದೆ? കാണണ്ടാത്തത് കാണരുതെന്ന് നമുക്കറിയാം. ನೋಡಬಾರ್ದನ್ನ ನೋಡಬಾರ್ದು ಎಂಬುದು ನಮ್ಗೆ ಗೊತ್ತಿದೆ. എന്നാലും നോക്കും. ಆದ್ರೂ ನೋಡ್ತೇವೆ. എന്നിട്ട് കർത്താവിനോട് ക്ഷമ ചോദിക്കും. ಆಮೇಲೆ ಕರ್ತನಿಗೆ ಸಾರಿ ಕೇಳ್ತೇವೆ. അവനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത്, ಅವನ ಕುರಿತು ಬೈಬಲ್ ಕಲಿಸುವಂತದ್ದು, അറിഞ്ഞവൻ ആടി
പഴി ഏറെ എന്ന്. ತಿಳಿದವನಿಗೆ ಶಿಕ್ಷೆ ಜಾಸ್ತಿ ಎಂಬುದಾಗಿ. ആമേൻ. അപ്പൊ ഈ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുന്നതിന് മുമ്പേ ಕಣ್ಣನ್ನ ಕಿತ್ತು ಬಿಸಾಡುವುದಕ್ಕಿಂತ ಮೊದಲು പാപത്തിലോട്ട് വിടാതിരിക്കാൻ ಪಾಪಕ್ಕೆ ಬಿಡದೇ ಇರುವುದಕ್ಕೆ അഗ്നിമയത്തിന് സദൃശ്യമായുള്ള കണ്ണുള്ളവന്റെ മുഖത്തേക്ക് നോക്കുക. ಅಗ್ನಿಮಯವಾದ ಕಣ್ಣುಗಳುಳ್ಳವನ ಮುಖವನ್ನ ನೋಡಬೇಕು. ഇന്നു മുതൽ ഈ കണ്ണിൽ ആ വ്യാപരിക്കുന്ന ഗഗനയുടെ സ്പിരിറ്റ് മാറിപ്പോകണം. ಇವತ್ತಿನಿಂದ ಕಣ್ಣಲ್ಲಿ ಆವರಿಸುವ ಗಹನ ಆತ್ಮ ಹೊರಟು ಹೋಗಬೇಕು. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്? ಎಷ್ಟು ಜನ ಅದನ್ನು ಬಯಸ್ತಿದ್ದೀರಾ? അവൻ നിങ്ങളെ ಅವನು ನಿಮ್ಮನ್ನ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് ತಪ್ಪು ಇಲ್ಲದ ದೋಷವಿಲ್ಲದವರಾಗಿ ಮಾಡೋದಕ್ಕೆ ಕೊನೆಯವರೆಗೆ ഉറപ്പിക്കും. ಆತನು ದೃಢಪಡಿಸುವನು. സ്തോത്രം. പക്ഷെ എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ಆದರೂ ಇಂಥ ವಿಷಯಗಳು ನಮ್ಮಲ್ಲಿ ಬಂದಿದೆ. ബൈബിൾ പറയുന്നത് ಆದ್ರೆ ಸತ್ಯವೇದ ಹೇಳುವಂತ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ನನ್ನಿಂದ ಕೇಳಿದಂತ ವಾಕ್ಯದಿಂದ ನೀವು ಶುದ್ಧರಾಗಿದ್ದೀರಿ. ഇനി മത്തായി സുവിശേഷം 5:30 മാത്യു 5:30. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 5:30. ആമേൻ. അതാണല്ലോ ഇപ്പൊ വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ನಿನ್ನ ಬಲಗೈ ನಿನ್ನನ್ನು ಪಾಪದಲ್ಲಿ ಸಿಕ್ಕಿಸುವುದಾದರೆ അതിനെ വെട്ടി എറിഞ്ഞു കളക. ಅದನ್ನು ಕಡಿದು ಬಿಸಾಡು. ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളെ ഒന്ന് നശിക്കുന്നത് നല്ലതാ. ನಿನ್ನ ದೇಹವೆಲ್ಲ ನರಕದಲ್ಲಿ ಬೀಳುವುದಕ್ಕಿಂತ ಅವಯಗಳಲ್ಲಿ ಒಂದು ಹೋಗೋದು ನಿನಗೆ ಹಿತವಲ್ಲವೇ? ഈ വലങ്കരം ಈ ಬಲದ ಹಸ್ತ ಪಾಪ ಮಾಡುತ್ತದೆ. ഇത് വെട്ടിക്കളയണം. ಇದನ್ನು ಕಡಿದು ಹಾಕಬೇಕು. ഇത് വെച്ചോണ്ടിരുന്നാൽ നമ്മൾ നരകത്തിൽ പോയി വീഴുമെന്ന്. ಇದನ್ನು ಹಿಡಿದುಕೊಂಡು ನಿಂತರೆ ನಾವು ನರಕದಲ್ಲಿ ಬೀಳುತ್ತೇವೆ. അതന്നെ ഈ വലങ്കരം മാത്രം ഫോക്കസ് ചെയ്ത് കർത്താവ് പറയുന്നത്. ಯಾಕೆ ಬಲದ ಕೈ ಮಾತ್ರ ದೃಷ್ಟಿ ಇಟ್ಟು ಹೇಳುವಂತದ್ದು? എന്തുവായാലും കൗശലക്കാരനായി പാമ്പ് വന്ന് ನೋಡಿ, ಜಂತುವಾಗಿ ಬುದ್ಧಿಯುಳ್ಳ ಕೌಶಲ್ಯದಿಂದ ಹಾವು ಬಂದು ഹവ്വയോട് പറഞ്ഞത്, ಹವ್ವಳಿಗೆ ಹೇಳಿದ್ದು, തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. ನೀನು ಇದು ತಿಂದ್ರೆ ನೀನು ದೇವರಂತೆ ಆಗ್ತೀಯ. ചാച്ചു കൊടുത്തു, ಇವಳು കയറി പറിച്ചു. ನೋಡಿ, ಅವನು ಆಸೆ ಕೊಟ್ಟನು, ಇವಳು ಅದನ್ನ ಹಿಡಿದು ತೆಗೆದುಕೊಂಡ್ಲು. നമ്മൾ ആവശ്യമില്ലാത്തത് തുടരുത്. ಅವಶ್ಯಕತೆ ಇಲ್ಲದನ್ನ ನಾವು ಮುಟ್ಟಬಾರದು. ആവശ്യമില്ലാത്തത് തുടരുത്. ಅವಶ್ಯಕತೆ ಇಲ್ಲದನ್ನ ಮುಟ್ಟಬಾರದು. ആവശ്യമില്ലാത്തതിന് നേർക്ക് കൈ നീട്ടരുത്. ಅವಶ್ಯಕತೆ ಇಲ್ಲದರ ಮೇಲೆ ಕೈ ಚಾಚಬಾರದು. വെറുതെ കൈ നീട്ടിയിട്ട് ಬೆರದೆ ಕೈ ಚಾಚಿ വെറുതെ ഈ കൈ കൊണ്ട് പാപം ചെയ്തിട്ട് ಸುಮ್ಮನೆ ನಾವು ಕೈಯಿಂದ ಪಾಪ ಮಾಡಿ എന്തിനാ നരകത്തിൽ പോകുന്നത്? ಯಾಕೆ ನರಕಕ್ಕೆ ಹೋಗುವಂತದ್ದು? അപ്പം ഈ കയ്യിൽ വ്യാപരിക്കുന്ന ಈ ಕೈಯಲ್ಲಿ ಆವರಿಸುವ ഗഹനയുടെ സ്പിരിറ്റ് മാറിപ്പോകണം. ಗಹನ ಸ್ಪಿರಿಟ್ ಹೋಗ್ಬೇಕು. ಕಾರಣ ഈ കരം, ಈ ಹಸ್ತ ബൈബിൾ പഠിപ്പിക്കുന്ന പോലെ ಬೈಬಲ್ ಕಲಿಸುವ ಹಾಗೆ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ನೀವು ಪರಿಶುದ್ಧ ಕರಗಳನ್ನು ಎತ್ತಿ ദൈവത്തെ സ്തുതിക്കുവിനെന്ന്. ದೇವರನ್ನ ಸ್ತುತಿಸಿರಿ ಎಂಬುದಾಗಿ. അപ്പോൾ ഏത് കരമാ ഇത്? ಇದು ಯಾವ ಕರ? വിശുദ്ധ കരമാണ്. ಇದು ಪರಿಶುದ್ಧವಾದ ಹಸ್ತ. ഉണ്ടാക്കുന്ന കരമല്ല. ಇದು ಪಾಪಕ್ಕೆ ನಡೆಸುವಂತ ಹಸ್ತವಲ್ಲ, വിശുദ്ധിയുള്ള കരമാണ്. ಇದು ಪರಿಶುದ್ಧವಾದ ಹಸ್ತವಾಗಿದೆ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ನಾನೊಂದು ಕಾರ್ಯ ಕೇಳ್ತೇನೆ. പൂർണ്ണമായി ഇന്ന് വിടുതൽ കിട്ടുമെന്ന് മനസ്സിലായോ? ನಮಗೆ ಸಂಪೂರ್ಣವಾಗಿ ಬಿಡುಗಡೆ ಸಿಗ್ತದೆ ಎಂಬುದಾಗಿ ಅರ್ಥವಾಯ್ತಾ? പൂർണ്ണമായും കിട്ടുമോ? ಸಂಪೂರ್ಣವಾಗಿ ಸಿಗ್ತದಾ? നിങ്ങൾ ഉറപ്പ് പറ, പൂർണ്ണമായി കിട്ടുമോ ഇല്ലയോ? ನೀವು ದೃಢವಾಗಿ ಹೇಳ್ರಿ, ಪರಿಪೂರ್ಣವಾಗಿ ಸಿಗ್ತದಾ? ಸಿಗ್ತದೆ. യേശു പഠിപ്പിച്ചത്, ಯೇಸು ಕಲಿಸಿದ್ದು, ഇപ്പോൾ കേട്ട വചനത്താൽ ശുദ്ധി ഉണ്ടായിന്ന. ಈಗ ಕೇಳಿದ ವಾಕ್ಯದಿಂದ ನಿಮಗೆ ಶುದ್ಧಿ ಉಂಟಾಯಿತು, ಶುದ್ಧರಾಗಿದ್ರಿ. കേൾക്കും തോറും ನೀವು ವಾಕ್ಯ ಕೇಳುತ್ತಾ ಹಾಗೆ വിഷയം പെൻഡിംഗിൽ വെക്കാനല്ല, ನಿಮ್ಮ ವಿಷಯ ಅಲ್ಲೇ ಇಡುವುದಕ್ಕಲ್ಲ, നിവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. ಶೀಘ್ರವಾಗಿ ನೆರವೇರಿಸುವುದಕ್ಕೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ಆಮೆನ್, ಆಮೆನ್, ಸ್ತೋತ್രം. ಸ್ತೋತ್ರ. അടുത്ത വാക്യം, ಮುಂದಿನ ವಾಕ್ಯ മാത്യു 10:28. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 10:28. കോപത്തിന്റെ നാവ്, ಕೋಪದ ನಾಲಿಗೆ, നിസ്സാര എന്ന് പറയുന്ന നാവ്, ನೀಚ ಎಂಬ ಹೇಳುವಂತ ನಾಲಿಗೆ, മൂഢ എന്ന് പറയുന്ന നാവ്, ಮೂರ್ಖ ಎಂಬುದಾಗಿ ಹೇಳುವ ನಾಲಿಗೆ, ഉണ്ടാക്കുന്ന വലങ്കണ്ണ്, ಕೆಟ್ಟ ಕಾರ್ಯಗಳು ಮಾಡುವಂತ ಕಣ್ಣುಗಳು, ഉണ്ടാക്കുന്ന വലങ്കൈ, ನಿನ್ನನ್ನು ಪಾಪದಿ ಬೀಳಿಸುವಂತ ಬಲಗೈ. ആമേൻ. അടുത്തത് മാത്യു 10:28. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 10:28. ദേഹിയെ കൊല്ലുവാൻ ದೇಹವನ್ನ ಕೊಂದು കഴിയാതെ, ಆಗದೆ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ದೇಹವನ್ನ ಕೊಲ್ಲುವವನಿಗೆ ಹೆದರಬೇಡ್ರಿ. ദേഹിയും ദേഹത്തെയും ದೇಹವನ್ನ ಆತ್ಮವನ್ನ നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവേ. ನರಕದಲ್ಲಿ ನಾಶ ಮಾಡುವವನನ್ನ ಮಾತ್ರ ಭಯಪಡ್ರಿ. ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടരുത്. ದೇಹವನ್ನ ಕೊಲ್ಲುವವನಿಗೆ ಹೆದರಬೇಡ್ರಿ. നമ്മുടെ ദേഹിയും ദേഹത്തെയും ನಮ್ಮ ದೇಹಿಯನ್ನ നരകത്തിൽ കൊണ്ടിട്ട് ನರಕಕ್ಕೆ ಹಾಕುವಂತ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടണം. ನಾಶ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಮರ್ಥ್ಯ ಇರುವವನನ್ನ ಭಯಪಡಬೇಕು. ആരെ ഭയപ്പെടേണ്ടത്? ಯಾರನ್ನ ಹೆದರಬೇಕು? രണ്ടിനെയും തകർക്കാൻ കഴിയുന്നവനെ ഭയപ്പെടണം. ಎರಡನ್ನೂ ನಾಶ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುವಂತವನನ್ನ ಹೆದರಬೇಕು. ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. ನೀವು ದಹಿಸುವ ಅಗ್ನಿಯ ಮುಂದೆ ನೀವು ಬಂದಿರುವಂತದ್ದು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, സ്തോത്രം.
അപ്പം ഈ രണ്ടിനെയും നശിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ನೋಡಿ, ಇದು ಎರಡನ್ನೂ ನಾಶ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಮರ್ಥ್ಯ ಇರೋವನಿಗೆ ಅದು ದೇವರು ಮಾತ್ರ. ഇതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വേറൊരു രഹസ്യം പറയാം. ಇದರಲ್ಲಿ ಅಡಕವಾಗಿರುವ ಬೇರೆ ಒಂದು ರಹಸ್ಯ ಹೇಳ್ತೇನೆ. ഓ, എന്റെ ശരീരത്തിന് അവൻ എന്തെങ്കിലും ചെയ്യും. ಅಯ್ಯೋ, ನನ್ನ ಶರೀರದಲ್ಲಿ ಅವನು ಏನೋ ಮಾಡ್ತಾನೆ, പൂജ ചെയ്ത് എന്നെ തകർത്ത് കളയും, ಪೂಜೆ ಮಾಡಿ ನನ್ನನ್ನು ನಾಶ ಮಾಡ್ಬಿಡ್ತಾನೆ. അതുകൊണ്ട് ഞാൻ അവനുമായിട്ട് ചലഞ്ച് ചെയ്യാൻ പോകരുത്. ಅದರಿಂದ ಅವನಿಗೆ ನಾನು ಚಾಲೆಂಜ್ ಮಾಡಬಾರ್ದು. സ്തോത്രം. അവൻ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് വല്ലതും പറ്റുമോ? ಅವನು ಏನಾದರೂ ಮಾಡಿದ್ರೆ ನನಗೇನಾದರೂ ಸಂಭವಿಸ್ತದೆ? എടാ, നാലാമനായി ഇറങ്ങി നിൽക്കുന്ന ആമൻ യേശു ക്രിസ്തുവാ നമുക്കുള്ളത്. ನೋಡಿ, ನಾಲ್ಕನೇ ಅವನಾಗಿ ಇಳಿದು ನಿಂತಿರುವ ಯೇಸು ಕ್ರಿಸ್ತ ನಮಗಿರುವಂತದ್ದು. തീയുടെ നടുവില് ಅದು ಬೆಂಕಿಯ ಮಧ್ಯದಲ್ಲಿ അവൻ ഒന്ന് ചെയ്യൂന്ന് പറഞ്ഞാൽ, ಅವನು ಒಂದು ಮಾಡ್ತೇನೆ ಅಂತ ಹೇಳಿದ್ರೆ, ഞാൻ എഴുന്നേറ്റ് നിവർന്ന് നിന്നുകൊണ്ട് ನಾವು ಎದ್ದು ನೆಟ್ಟಗೆ ನಿಂತುಕೊಂಡು, എന്റെ ദൈവമോ ನನ್ನ ದೇವರು സ്വർഗത്തിലുണ്ട്, ಪರಲೋಕದಲ್ಲಿದ್ದಾನೆ, അവനാണ് കാര്യം നടപ്പിലാക്കുന്നത്, ಆತನೇ ಕಾರ್ಯವನ್ನು ನಿರ್ವಹಿಸುವವನು. ആമേൻ. ಆಮೇನ್. ഇങ്ങനെ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ಹೀಗೆ ಇತರರು ಏನಾದರೂ ಹೇಳುವಾಗ അവരുടെ വാക്കിനെയും സംസാരത്തെ നീ ഭയപ്പെടരുത്. ಅವರ ಮಾತನ್ನ, ಅವರ ಕಾರ್ಯಗಳನ್ನ ನೀ ಭಯಪಡಬೇಡ. കാരണം ദേഹത്തെ കൊല്ലുന്നവനെ നീ ഭയപ്പെടേണ്ട. ಕಾರಣ ದೇಹವನ್ನ ಕೊಲ್ಲುವವನನ್ನ ಹೆದರಬೇಡ. ദേഹിയെ കൊല്ലുന്നവനെ നീ ഭയപ്പെടുന്നിടത്തോളം ಆತ್ಮವನ್ನ ಕೊಲ್ಲುವವನನ್ನ ಭಯಪಡುವವರೆಗೂ ആരിലും ഭയം ഉണ്ടാകത്തില്ല. ನಿನಗೆ ಯಾರ ಮೇಲೆ ಭಯ ಇರುವುದಿಲ್ಲ. രാത്രിയിലെ ഭയത്തെയോ, ರಾತ್ರಿಯ ಭಯವನ್ನ, പകൽ പറക്കുന്ന അസ്ത്രത്തെയോ, ಹಗಲು ಹಾರಿ ಬರುವ ಅಸ್ತ್ರವನ್ನ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയോ, ಕತ್ತಲೆ ಸಂಚರಿಸುವ ವಿಪತ್ತಿಗೂ, ഉച്ചയ്ക്ക് സംഹരിക്കുന്ന സംഹാരത്തെയോ, ಮಧ್ಯಾಹ್ನದಲ್ಲಿ ಬರುವಂತ ಹಾನಿಗೂ നിനക്ക് പേടിപ്പാനില്ല. ನಿನಗೆ ಭಯಪಡುವ ಅವಶ್ಯಕತೆ ಇಲ್ಲ. നിന്റെ വശത്ത് 1000 പേരോ, ನಿನ್ನ ಬಲಭಾಗದಲ್ಲಿ 1000 നിന്റെ ಜನರು, വലതുവശത്ത് 10,000 പേരും വീഴോ, ನಿನ್ನ ಬಲಗಡೆಯಲ್ಲಿ 10,000 ಜನ ಬೀಳುವರು, അത് നിന്നോടടുത്ത് വരത്തില്ല. ಅದು ನಿನ್ನ ಬಳಿಗೆ ಬರುವುದಿಲ್ಲ. കാരണം എന്താണെന്ന് അറിയാമോ? ಕಾರಣ ಏನ್ ಗೊತ್ತಾ? നീ ചിറകിന്റെ കീഴിലാണ്. ನೀನ್ ರೆಕ್ಕೆಯ ಮರೆಯಲ್ಲಿ, ചിറകിന്റെ കീഴിലാണ്. ರೆಕ್ಕೆಯ ಮರೆಯಲ್ಲಿ, അത്യുന്നതന്റെ ചിറകിന്റെ കീഴിലാണ്. ಪರಾತ್ಮನ ರೆಕ್ಕೆಯ ಮರೆಯಲ್ಲಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആരെങ്കിലും ഭയപ്പെടുന്ന, ಯಾರನ್ನಾದ್ರೂ ಭಯಪಡುವಂತ ഭയത്തിന്റെ ആത്മാവുണ്ടോ? ಭಯದ ಆತ್ಮ ಇದೆಯಾ? ഏതെങ്കിലും വ്യക്തിയെ ഭയപ്പെടുന്ന, ಯಾವುದಾದ್ರೂ ವ್ಯಕ್ತಿಯನ್ನು ಭಯಪಡುವ ഗഹന്യയുടെ സ്പിരിറ്റ് എവിടേക്കോ സഞ്ചരിക്കുന്നു. ಗೆಹನಿ ಆತ್ಮ ಎಲ್ಲೆಲ್ಲೋ ಸಂಚರಿಸ್ತಾ ಇದೆ. ഇന്ന് അതിന്റെ മേളിലും കർത്താവ് ജയം കൽപ്പിക്കും. ಇವತ್ತು ಅದರ ಮೇಲೆ ಕರ್ತನು ಜಯವನ್ನು ಕೊಡಲಿ. ആമേൻ, ആമേൻ. മത്തായി സുവിശേഷം 23:14, മാത്യു 23:40. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 23:11 ವಾಕ್ಯ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും ಕಪಟಿಗಳಾದ ಶಾಸ್ತ್ರಿಗಳು, പരീശന്മാരുമായുള്ളവരെ, ಪರಿಸಾಯರಾದವರೇ, നിങ്ങൾക്ക് കഷ്ടം. ನಿಮಗೆ ಅಯ್ಯೋ ಕಷ್ಟ. ഒരു കഷ്ടത്തെ കുറിച്ച് വേറൊരു ഡെഫിനിഷൻ പറയട്ടെ. ನಾವು ಕಷ್ಟದ ಕುರಿತು ಇನ್ನೊಂದು ಕಾರ್ಯ ಹೇಳುತ್ತೇನೆ. നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ, ನೀವು ಸುವಾರ್ತೆ ಹೇಳದೇ ಇದ್ರೆ അയ്യോ ಅಯ್ಯೋ ಕಷ್ಟ. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ, ಸುವಾರ್ತೆ ನೀವು ಹೇಳ್ತಾ ಇಲ್ಲದಿದ್ರೆ അയ്യോ ಅಯ್ಯೋ. അപ്പൊ കഷ്ടം വരുന്നതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായോ? ಕಷ್ಟ ಬರುವ ಅರ್ಥ ನಿಮಗೆ ಗೊತ್ತಾಯ್ತಾ? സ്വത്രം. കഷ്ടം വരുന്നതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായോ? ಕಷ್ಟ ಬರುವ ಅರ್ಥ ನಿಮಗೆ ಈಗ ಅರ್ಥ ಆಯ್ತಾ? സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ, ಸುವಾರ್ತೆ ನೀವು ಸಾರುವುದಿಲ್ಲದರೆ അയ്യോ കഷ്ടം. ಅಯ್ಯೋ ಕಷ್ಟ. സ്വത്രം. നമ്മളിരുന്ന് പിന്നെ പ്രാർത്ഥിച്ചിട്ടല്ല കാര്യം, ನಾವು ಕೂತು ಪ್ರಾರ್ಥಿಸಿ ಅಲ್ಲ ಕಾರ್ಯ. സുവിശേഷം പറ, ಸುವಾರ್ತೆ ಹೇಳು, മറ്റുള്ളവരോട് വചനം പറ. ಇತರರಿಗೆ ವಾಕ್ಯ ಹೇಳು. നീ കഷ്ടത്തിൽ നിന്ന് ജയിച്ചു വരും. ನೀನು ಕಷ್ಟದಿಂದ ಜಯಿಸಿ ಬರ್ತೀಯ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നോക്കാം. കപടഭക്തിക്കാര്, ശാസ്ത്രിമാര്, ಕಪಟಿಗಳಾದ ಶಾಸ್ತ್ರಿಗಳು, ಪರಿಸಾಯರು, പരിശന്മാര്, ഇവർക്ക് കഷ്ടം. ಇವರಿಗೆ ಅಯ್ಯೋ ಕಷ್ಟ. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ನೀವು ಒಬ್ಬರನ್ನ ಮತದಲ್ಲಿ ಸೇರಿಸುವುದಕ್ಕೆ ಸಮುದ್ರವನ್ನು ಸುತ್ತುತ್ತೀರಿ. ചേർന്ന ശേഷം ಮಾಡಿದ ನಂತರ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. ನೀವು ಅವರನ್ನ ನಿಮ್ಮಕ್ಕಿಂತ ಹೆಚ್ಚಾದ ನರಕಕ್ಕೆ ಯೋಗ್ಯರನ್ನಾಗಿ ಮಾಡ್ತೀರಿ. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ವಾಕ್ಯದಲ್ಲಿ ಇನ್ನೊಂದು ಭಾಗ ಹೇಳುತ್ತದೆ, ഈ മൂലം ആരും ഒടുങ്ങിപ്പോകരുത്. ನಿನ್ನ ಮೂಲಕವಾಗಿ ಯಾರು ನಾಶವಾಗಬಾರದು. ആഹാര നിമിത്തം ഒരു സഹോദരനെ ലജ്ജിപ്പിക്കരുത്. ಆಹಾರದ ನಿಮಿತ್ತ ಇನ್ನೊಬ್ಬ ಸಹೋದರಿಗೆ ನಾಚಿಕೆಡ ಕಾರ್ಯ ಮಾಡಬಾರದು. ഞാൻ ഒരുവന് കഷ്ടം വരുത്താൻ നിൽക്കരുത്. ನನ್ನಿಂದ ಇನ್ನೊಬ್ಬನಿಗೆ ಕಷ್ಟ ಬರೋದಕ್ಕೆ ಅನುಮತಿಸಬಾರದು. ഇടർച്ച ഉണ്ടാക്കരുത്. ನಾನು ಇನ್ನೊಬ್ಬನು ಬಿದ್ದು ಹೋಗೋದಕ್ಕೆ ಅನುಮತಿಸಬಾರದು. എനിക്ക് ആവശ്യമില്ലാത്തടത്ത് കയറിയിരുന്ന ആഹാരം കഴിക്കുവാൻ ദൈവം അനുവാദം തന്നിട്ടില്ല. ನನಗೆ ಅವಶ್ಯಕತೆ ಇಲ್ಲದ ಸ್ಥಳ ಏರಿ ನಾನು ಆಹಾರ ಸೇವಿಸೋದಕ್ಕೆ ದೇವರ ಅನುಮತಿ ಕೊಟ್ಟಿಲ್ಲ. പെരുമാറ്റവും സംസാര രീതിയും ഒരുവന്റെ ആത്മീയം നശിച്ചു പോകാനുള്ളതാകരുത്. ನನ್ನ ಒಡನಾಟ ಅಥವಾ ನನ್ನ ಕ್ರಿಯೆಗಳು ಇನ್ನೊಬ್ಬನ ಆತ್ಮಿಕ ಜೀವಿತ ನಾಶವಾಗೋದಕ್ಕೆ ಅನುಮತಿಸಬಾರದು. കരയും ചുറ്റി നടന്ന ಆ ದಡವನ್ನ ಸಮುದ್ರವನ್ನ ಸುತ್ತಿ ആത്മാവിനെ നേടി ಒಂದು
ಆತ್ಮನನ್ನ അകത്തോട്ട് കൊണ്ടുവന്നിട്ട് ಒಳಗಡೆ ತಂದು എന്റെ പ്രവൃത്തി കൊണ്ട് ನನ್ನ ಕ್ರಿಯೆಯಿಂದ അവനെ ഇരട്ടിച്ച നരകയോഗ്യനാക്കരുത്. ಅವನನ್ನ ದೊಡ್ಡದಾದ ನರಕಕ್ಕೆ ಯೋಗ್ಯನಾಗಿ ಮಾಡಬಾರದು. അർത്ഥം മനസ്സിലായോ അതിന്റെ? ಅರ್ಥವಾಯ್ತಾ? ആത്മാക്കളെയൊക്കെ നേടി അകത്തോട്ട് കൊണ്ടുവന്നിട്ട് ಆತ್ಮಗಳನ್ನೆಲ್ಲ ಹೊಂದಿ ಒಳಗೆ ತಂದು നമ്മുടെ എന്തെങ്കിലും സംസാര രീതി കൊണ്ട് ನಮ್ಮ ಯಾವ್ದಾದ್ರೂ ಮಾತಿನ ಕ್ರಿಯೆಗಳಿಂದ ആവശ്യമില്ലാത്തടത്ത് ഞാൻ നിൽക്കുന്നത് കണ്ട് ಅವಶ್ಯಕತೆ ಇಲ್ಲದ ಸ್ಥಳದಲ್ಲಿ ನಾವು ನಿಂತಿರೋದನ್ನ ನೋಡಿ ഇത് കണ്ട് വിലങ്ങി പോകാൻ കാരണമായാൽ ಇದನ್ನ ನೋಡಿ ಅವನು ಹಿಂಜಾರೋದಕ್ಕೆ ಕಾರಣವಾದ್ರೆ അതിന്റെ പാപം ಅದರ ಪಾಪ നമ്മുടെ തലമേലെ കിടക്കുന്നത്. ನಮ್ಮ ತಲೆ ಮೇಲೆ ಆಗಿರ್ತದೆ. കാരണം ഇവനെ ഇരട്ടിച്ച നരകയോഗ്യനാക്കിയത് ഞാനാണ്. ನೋಡಿ, ಇವನನ್ನ 2ರಷ್ಟು ನರಕಕ್ಕೆ ಯೋಗ್ಯನಾಗಿ ಮಾಡಿದ್ದು ನಾನಾಗಿದ್ದೇನೆ. ഒരുവനെ നാം നേടാൻ തുടങ്ങിയാൽ, ಆದ್ರಿಂದ ಒಬ್ಬನನ್ನ ಸಂಪಾದಿಸೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ್ರೆ സ്ഥിരമാകുന്നത് വരെയോ ಅವರು ದೃಢವಾಗಿ ನಿಲ್ಲುವವರೆಗೂ അവന്റെ മുമ്പിൽ ಅವರ ಮುಂದೆ ഞാൻ ക്രിസ്തുവിന്റെ ഭാവം കാണിച്ചേ ഒക്കത്തുള്ളൂ. ನಾ ಕ್ರಿಸ್ತನ ಭಾವವನ್ನ ತೋರಿಸಲೇಬೇಕು. എത്ര പേർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ട്? ಎಷ್ಟು ಜನಕ್ಕೆ ಅಂಗೀಕರಿಸಲಿಕ್ಕೆ ಆಗ್ತಾ ಇದೆ? ആമേൻ. ഇത് ഇച്ചിരി കാര്യമായിട്ടുള്ള കാര്യം. ಇದು ಸ್ವಲ್ಪ ಬಹಳ ಗಂಭೀರವಾದ ಕಾರ್ಯವಾಗಿದೆ. ആമേൻ. ಆಮೆನ್. ക്രിസ്തീയ ജീവിതത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുള്ളതാണ്. ಕ್ರೈಸ್ತ ಜೀವಿತದಲ್ಲಿ ಇದು ಬಹಳ ಪ್ರಾಮುಖ್ಯವಾದದ್ದು. എന്റെ ഒരു രീതി കൊണ്ടും എന്റെ കൂടെയുള്ള സഹോദരൻ നശിച്ചു പോകരുത്. ನೋಡಿ, ನನ್ನ ಯಾವುದೇ ಕ್ರಿಯೆಗಳಿಂದ ನನ್ನ ಇತರ ಸಹೋದರ ನಾಶವಾಗಬಾರದು. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ಮತ್ತಾಯನ ಸುವಾರ್ತೆ 19ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಕಲಿಸುವ ಒಂದು ಕಾರ್ಯ ಇದೆ. നീ ഒരുവനെ കഷ്ടം വരുത്തിയാൽ, ನೀನು ಒಬ್ಬನಿಗೆ ಕಷ್ಟವನ್ನ ಬರಮಾಡಿದ್ರೆ കഷ്ടം ഉണ്ടാകത്തില്ല, ಅದಕ್ಕಿಂತ ಕಷ್ಟ ಉಂಟಾಗುವುದಿಲ್ಲ. നിനക്ക് തന്നെ കഷ്ടം ഉണ്ടാകത്തോളെന്ന്. ಅವನಿಗೆ ಕಷ್ಟವಾಗುದಿಲ್ಲ, ನಿನಗೆ ಕಷ್ಟವಾಗ್ತದೆ. ആമേൻ. ഉന്നതന് മീതെ ഒരു അത്യുന്നതൻ ജാഗരിക്കുന്നുണ്ട്. ನೋಡಿ, ಉನ್ನತನ ಮೇಲೆ ಅತ್ಯುನ್ನತನು ಇದ್ದಾನೆ. ഒരു തീരുമാനം ഒന്ന് എടുക്കണം. ಇವತ್ತೊಂದು ತೀರ್ಮಾನಕ್ಕೆ ಬರಬೇಕು. ഞാൻ മൂലം, ನಾನು ನಿಮಿತ್ತ ദൈവനാമത്തിന് അപമാനം വല്ലതും വരുന്നുണ്ടോ? ದೇವರ ನಾಮಕ್ಕೆ ಅಪಮಾನವೇನಾದ್ರೂ ಬರ್ತಿದ್ಯಾ? അതിനു മുന്നേ നമ്മുടെ പ്രാണനെ എടുക്കണമെന്ന്. ಅದಕ್ಕಿಂತ ಮೊದಲು ನಮ್ಮ ಪ್ರಾಣವನ್ನ ತೆಗಿಬೇಕು. ദൈവത്തെ ദൂഷിക്കുന്ന യാതൊരു രീതികളും നമ്മളിൽ ഉണ്ടാകരുത്. ದೇವರನ್ನ ದೂಷಣೆ ಪಡಿಸುವಂತ ಯಾವ ಕಾರ್ಯಗಳು ನಮ್ಮಲ್ಲಿ ಇರಬಾರದು. ഉണർവ് വേണോ? ಉಜ್ಜೀವನ ಬೇಕಾ? അല്ല, ഉണർവിനെ സ്വീകരിക്കാനല്ലേ നമ്മൾ ഇരിക്കുന്നത്. ಉಜ್ಜೀವನವನ್ನ ಸ್ವೀಕರಿಸೋದಕ್ಕೆ ತಾನೇ ನಾವು ಇರುವುದು. സ്തോത്രം. ಸ್ತೋತ್ರ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. 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 ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ഒറ്റ കുഞ്ഞിനെ പോലും ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ಕೂಡ ഞാൻ മുഖാന്തരം ನನ್ನ ನಿಮಿತ್ತ അവന്റെ മേൽ ഗഹന സ്പിരിറ്റ് ഉണ്ടാക്കി വിടരുത്. ಅವನ ಮೇಲೆ ಗಹನ ಸ್ಪಿರಿಟ್ ತಂದು ಹಾಕಬಾರದು. ഇരട്ടിച്ച നരകയോഗ്യനാക്കരുത്. 2ರಷ್ಟು ನರಕಕ್ಕೆ ಯೋಗ್ಯನಾಗಿ ಮಾಡಬಾರದು. ശാപ വസ്തുവാക്കി മാറ്റരുത്. ಶಾಪ ವಸ್ತುವಾಗಿ ಮಾಡಬಾರದು. അവന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയരുത്. ಅವನ ಜೀವಿತವನ್ನ ನಾಶ ಮಾಡಬಾರದು. ഭാവിയെ തുലച്ചു കളയരുത്. ಅವನ ಭವಿಷ್ಯವನ್ನ ಹಾಳು ಮಾಡಬಾರದು. എത്രത്തോളം താഴുന്നുവോ, ನಾನು ನನ್ನನ್ನು ಎಷ್ಟರ ಮಟ್ಟಿಗೆ ತಗ್ಗಿಸ್ತೇನೋ അത്രത്തോളം അവൻ ഉയരട്ടെ. ಅವನ ಅಷ್ಟರ ಮಟ್ಟಿಗೆ ಅವನ ಮೇಲೆ ಹೇಳಲ್ಪಡಲಿ. സ്നാപകൻ വിളിച്ചു പറയുക, ಸ್ನಾನಿಕನಾದ ಹೇಳ್ತಿದ್ದಾನೆ, കുറയട്ടെ, ನಾನು ಕಡಿಮೆ ಆಗಲಿ, യേശു എന്നിൽ വളരട്ടെ. ಯೇಸು ನನ್ನಲ್ಲಿ ಬೆಳೆಯಲಿ. ഹല്ലേലൂയ. എന്നേക്കാൾ ನನ್ನಕ್ಕಿಂತ അടുത്തിരിക്കുന്നവൻ ശ്രേഷ്ഠനെന്ന് എണ്ണണം. ನನ್ನ ಹತ್ತಿರ ಇರುವವನು ಶ್ರೇಷ್ಠನ ಎನಿಸಬೇಕು. ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു. ಇವನ ಹೃದಯದಲ್ಲಿ ಕ್ರಿಸ್ತನ ವಾಸ ಮಾಡ್ತಾನೆ. ಬರಲಿ. ഇവന്റെ അകത്തിരിക്കുന്ന കർത്താവ് വളരട്ടെ. ಇವನಲ್ಲಿ ಕ್ರಿಸ್ತನ ಬೆಳೆಯಲಿ. അകത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ ഭാവം വളരട്ടെ. ಇವನಲ್ಲಿ ಕ್ರಿಸ್ತನ ಪ್ರಭಾವ ಬೆಳೆಯಲಿ. ഞാൻ ഇച്ചിരി തകർക്കപ്പെട്ടാലും കുഴപ്പമില്ല. ನಾನು ಸ್ವಲ್ಪ ಹೊಡೆದು ಹೋದ್ರೆ ಪರವಾಗಿಲ್ಲ. ഞാൻ ഇച്ചിരി ദുരിതം അനുഭവിച്ചാലും കുഴപ്പമില്ല. ನಾನು ಸ್ವಲ್ಪ ಕಷ್ಟ ಅನುಭವಿಸಿದ್ರೆ ಪರವಾಗಿಲ್ಲ. വളരട്ടെ. ಬೆಳೆಯಲಿ. യേശു തകർക്കപ്പെട്ടത് കൊണ്ട് ഇന്ന് നമ്മൾ കൈയടിച്ചത്. ನೋಡಿ, ಯೇಸು ಆತನು ಮುರಿಯಲ್ಪಟ್ಟಿದ್ದರಿಂದ ನಾವು ಇವತ್ತು ಕರಗಳ ತಟ್ಟುವಂತ. രോഗമേറ്റത് കൊണ്ട് ഇന്ന് നമ്മൾ ഉഷാറായിട്ടിരിക്കുന്നത്. ನೋಡಿ, ಯೇಸು ರೋಗವನ್ನ ವಹಿಸಿಕೊಂಡದ್ರಿಂದ ನಾವು ಇವತ್ತು ಚೆನ್ನಾಗಿ ಆರೋಗ್ಯವಾಗಿದ್ದೇವೆ. ಶಾಪത്തെ സ്വീകരിച്ചത് കൊണ്ട് ഇന്ന് നമ്മൾ ബ്ലെസ് ആയിരിക്കുന്നത്. ನೋಡಿ, ಯೇಸು ಶಾಪವನ್ನ ಸ್ವೀಕರಿಸಿದ್ರಿಂದ ನಾವು ಇವತ್ತು ಆಶ್ವಾಸಪಟ್ಟಿದ್ದೇವೆ. എത്ര പേര് ആ ഭാവത്തെ ഇന്ന് സ്വീകരിക്കും? ಎಷ್ಟು ಜನ ಅದನ್ನ ಹೊಂದ್ಕೊಳ್ತೀರಾ? വളരട്ടെ. ಬೆಳೆಯಲಿ. വളരട്ടെ. ಬೆಳೆಯಲಿ. എന്റെ അഭിഷക്തം വളരട്ടെ. ನನ್ನ ಅಭಿಷಕ್ತನು ಬೆಳೆಯಲಿ. വളരട്ടെ. ನನ್ನ ಜನ ಬೆಳೆಯಲಿ. സഭ വളരട്ടെ. ನನ್ನ ಸಭೆ ಬೆಳೆಯಲಿ. ശുശ്രൂഷകന്മാർ വളരട്ടെ. ನನ್ನ ಸ್ವತಃ ಸಹೋದರರು ಬೆಳೆಯಲಿ. വളരട്ടെ. ಸಭೆ ಬೆಳೆಯಲಿ. ചർച്ചുകളുടെ ബ്രാഞ്ചുകൾ വളരട്ടെ. ಸಭೆಗಳ ಪ್ರಾಂತ್ಯಗಳು ಬೆಳೆಯಲಿ. ഉണ്ടാകട്ടെ. ಬೆಳವಣಿಗೆ ಉಂಟಾಗಲಿ. വർധന ഉണ്ടാകട്ടെ. ವರ್ತನೆ ಉಂಟಾಗಲಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ആമേൻ. ಆಮೆನ್. സ്തോത്രം. ಸ್ತೋತ್ರ. ഗഹനയുടെ സ്പിരിറ്റ് ഇടരുത് മറ്റുള്ളവന്റെ മേളിൽ. ನೋಡಿ, ಗಹನ ಸ್ಪಿರಿಟ್ ಅನ್ನ ಇನ್ನೊಬ್ಬನ ಮೇಲೆ ಹಾಕಬಾರದು. ആമേൻ. സ്തോത്രം. ആമേൻ. മാത്യു 23 verse 31. 23-ാം അധ്യായം 31-ാമത്തെ വാക്യം. 23-31ನೇ ವಾಕ್ಯ. അതിന്റെ 32 33 31 32 33 വാക്യങ്ങൾ. 31 32 33ನೇ ವಾಕ್ಯ. അങ്ങനെ നിങ്ങൾ ಹಾಗಾದರೆ ನೀವು
പ്രവാചകന്മാരെ ಪ್ರವಾದಿಗಳನ್ನ കൊന്നവരുടെ മക്കൾ ಕೊಂದವರ ಮಕ್ಕಳೇ എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. ಹೌದು ಎಂಬುದಕ್ಕೆ ನೀವೇ ಸಾಕ್ಷಿಗಳಾಗಿದ್ದೀರಿ. പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളാണെന്ന്. ಪ್ರವಾದಿಗಳನ್ನ ಕೊಂದವರ ಮಕ್ಕಳೆಂಬುದಾಗಿ ഞാനൊരു സത്യം പറയാം. ನಾನೊಂದು ಸತ್ಯ ಹೇಳ್ತೇನೆ. 38 വർഷമായി അശുദ്ധി ആത്മാവിനെ ഉള്ള ശൗലിനെ കുറിച്ച് ദാവീദ് പറയുന്നത്. 38 ವರ್ಷದಿಂದ ದೇವಭಕ್ತನಾದ ಶೌಲನ ಕುರಿತು ದಾವೀದ ಹೇಳುವಂತದ್ದು, അവൻ യഹോവയുടെ ಅವನು ಯೆಹೋವನ അഭിഷക്തൻ. ಅಭಿಷಕ್ತನು. സ്തോത്രം ಸ್ತೋತ್ರ സ്തോത്രം. ಸ್ತೋತ್ರ. ആരെങ്കിലും വിമർശിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, ಯಾರಾದ್ರೂ ವಿಮರ್ಶನೆ ಮಾಡುವವರು ಯಾರಾದ್ರೂ ಇದ್ರೆ, എന്റെ പൊന്നു ദൈവമക്കളെ, ನನ್ನ ದೇವರ ಮಕ್ಕಳೇ, സന്തതികൾ നമ്മൾ ആകരുത്. ಅವರ ಸಂತತಿಗಳು ಮಕ್ಕಳು ನಾವಾಗಬಾರದು. പ്രവാചകന്മാരെ കൊല്ലുക, ಪ್ರವಾದಿಗಳನ್ನ ಕೊಂದು ಹಾಕುವ, ദാസന്മാരെ കൊല്ലുക, ದೇವ ಸೇವಕರನ್ನ ಕೊಂದು ಹಾಕುವಂಥದ್ದು, ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞു കൊല്ലുക, ಅವಶ್ಯಕತೆ ಇಲ್ಲದ ಮಾತುಗಳನ್ನು ಹೇಳಿ ಕೊಲ್ಲುವಂಥದ್ದು, സന്തതികളാകരുത് നമ്മൾ. ಅವರ ಮಕ್ಕಳುಗಳಾಗಬಾರದು ನಾವು. യേശു വന്നത് എന്തിനാണ്? ಯೇಸು ಬಂದಿದ್ದು ಯಾವುದಕ್ಕೆ? സമൃദ്ധിയായി ജീവൻ കൊടുക്കാനാ. ಸಮೃದ್ಧಿಯಾದ ಜೀವವನ್ನ ಉಂಟು ಮಾಡೋದಕ್ಕೆ. മുടിക്കാനും ആരാ വന്നത്? ನೋಡಿ, ಕೊಲ್ಲೋದಕ್ಕೂ ನಾಶ ಮಾಡೋದಕ್ಕೆ ಯಾರು ಬಂದಿದ್ದು? ദൈവദാസനെ മുടിക്കാൻ നോക്കുന്നുവെങ്കിൽ ನೀನು ದೇವ ಸೇವಕರನ್ನು ನಾಶ ಮಾಡೋದಕ್ಕೆ ತೀರ್ಮಾನಿಸಿದ್ರೆ സമൃദ്ധിയായി ജീവനല്ല വ്യാപരിക്കുന്നത്. ನಿನ್ನಲ್ಲಿ ಸಮೃದ್ಧಿಯಾದ ಜೀವ ಅಲ್ಲ ಆವರಿಸುವಂತದ್ದು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, സ്തോത്രം, ಸ್ತೋತ್ರ. പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളാകരുത്. ಪ್ರವಾದಿಗಳನ್ನ ಕೊಂದಂತ ಮಕ್ಕಳು ನೀವಾಗಬಾರದು. കൂട്ടാളികളാകരുത്. ಅವರ ಜೊತೆ ಸೇರುವವರು സഹോദരന്മാരാകരുത്. ಅವರ ಸಹೋದರರಾಗಬಾರದು. അപ്പന്മാരാകരുത്. ಅವರ ತಂದೆಗಳಾಗಬಾರದು. ആമെ കൂട്ടുകാരാകരുത്. ಅವರ ಜೊತೆಗಾರರು ಆಗಬಾರದು. ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ಆ ವಿಧವಾದ ಯಾರಾದ್ರೂ ನಿಮ್ಮಲ್ಲಿ ಇದ್ದರೆ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. ಅವರಿಗೆ ಬುದ್ಧಿ ಹೇಳ್ರಿ. കാരണം അത് ഗഹന്യയുടെ സ്പിരിറ്റ് ആണ്. ಅದು ಗಹನ ಸ್ಪಿರಿಟ್, ಆತ್ಮವಾಗಿದೆ. കത്തിക്കുന്നു, ಅದು ಉರಿಸ್ತದೆ, നരകത്തെ കത്തിക്കുന്നു. ಅದು ಬೆಂಕಿ ಉರಿಸ್ತದೆ. ഒരു പ്രവാചകനെ കൊല്ലുന്നു. ಒಂದು ಪ್ರವಾದಿಯನ್ನು ಕೊಂದು ಹಾಕ್ತದೆ. ദുഷ്ടന്മാരുടെ വാസസ്ഥലം. ದುಷ್ಟರ ವಾಸಸ್ಥಳ. ആമേൻ, ಆಮೆನ್. സ്തോത്രം. എന്നിട്ട് 32ാമത്തെ വാക്യം പറയാ, 32ನೇ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുവിൻ. ಹಿರಿಯರ ಪಾಪದ ಅಳತೆಯನ್ನು ನೀವು ಪೂರ್ತಿ ಮಾಡ್ರಿ, പൂരിപ്പിച്ചുകൊള്ളുക. ಪೂರ್ತಿ ಮಾಡ್ರಿ. 33ാമത്തെ വാക്യം പറയാ, 33ನೇ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, പാമ്പുകളെ, ಹಾವುಗಳೇ, സർപ്പസന്തതികളെ, ಸರ್ಪ ಸಂತತಿಯವರೇ, നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? ನರಕ ದಂಡೆಗೆ ಹೇಗೆ ತಪ್ಪಿಸ್ಕೊಂಡ್ರಿ? പ്രവാചകന്മാരെ കൊല്ലുന്നവരെ കുറിച്ച് വചനം പറയുന്നതാ. ಪ್ರವಾದಿಗಳನ್ನ ಕೊಲ್ಲುವಂತವರ ಕುರಿತು ವಾಕ್ಯ ಹೇಳುವಂತದ್ದು. പാമ്പുകളെ, ಹಾವುಗಳೇ, സർപ്പസന്തതികളെ, ಸರ್ಪ ಸಂತತಿಯವರೇ, എങ്ങനെ നരകവിധി ഒഴിഞ്ഞു പോകുന്നത്? ನರಕ ದಂಡನೆ ಹೇಗೆ ತಪ್ಪಿಸ್ಕೊಂಡ್ರಿ? ആമേൻ. ಆಮೆನ್. ആരെങ്കിലും ദൈവദാസന്മാരെയോ ദൈവവേലയോ ദൈവ ശുശ്രൂഷയോ എല്ലാം കുറ്റം പറയുന്നുവെങ്കിൽ, ಯಾರಾದರೂ ದೇವರ ಸೇವೆಯನ್ನ, ದೇವ ಸೇವಕರನ್ನ ತಪ್ಪು ಹೊರಿಸುವುದಾದ್ರೆ, അവൻ ഇട്ടിരിക്കുന്ന വചനം കൊടുക്കുന്ന പേര് ഇതൊക്കെയാണ്. ನೋಡಿ, ಅವನಿಗೆ ಕೊಟ್ಟ ದೇವರ ವಾಕ್ಯ, ಅವನಿಗೆ ಕೊಡುವ ಹೆಸರು ಇದೇ ಆಗಿದೆ, പാമ്പുകളെ എന്ന്. ಹಾವುಗಳೇ. ശാപം എന്തുവാന്നറിയാമോ? ಶಾಪ ಏನ್ ಗೊತ್ತಾ? ഇങ്ങനെ വിമർശിക്കുന്നവന്റെ ശാപം എന്തുവാന്നറിയാവോ? ಹೀಗೆ ವಿಮರ್ಶನೆ ಮಾಡುವಂತ ಅವನ ಶಾಪ ಏನ್ ಗೊತ್ತಾ? ഇഴഞ്ഞു പൊടി നക്കേണ്ടി വരുമെന്ന്. ಅವನು ನೆಲದಲ್ಲಿ ಅವನು ತವಳುತ್ತಾ ಮಣ್ಣನ್ನು ತಿನ್ಬೇಕಾಗುತ್ತದೆ. ദാവീദ് അഭിഷക്തൻ എന്ന് പറഞ്ഞതുകൊണ്ട് ದಾವೀದನು ಅಭಿಷಕ್ತನು ಅಂತ ಹೇಳದ್ರಿಂದ രാജകൊട്ടാരത്തിൽ കയറിയിരുന്നു. ಅರಮನೆಯನ್ನು ಹೇರಿಕೊಳ್ಳುತ್ತಾನೋ. ഞാൻ വിശ്വസിക്കുന്നു, ನಾನು ನಂಬುತ್ತೇನೆ, അവർ ഒറ്റ വാക്കിലായിരിക്കും ദൈവം മാനിച്ചത്. ಆ ಒಂದೇ ಒಂದು ಮಾತಿನಲ್ಲಿ ಅವನನ್ನ ದೇವರು ಸನ್ಮಾನಿಸಿರ್ಬೋದು. ആമേൻ. എത്രയൊക്കെ മനസ്സിലാവുന്ന ഈ കാര്യങ്ങള്? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥವಾಗ್ತದೆ ಈ ಕಾರ್ಯಗಳು? പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളെ കുറിച്ച് പറയാം, അവർ പാമ്പുകളാണ്. ಪ್ರವಾದಿಗಳನ್ನ ಕೊಂದಂತ ಮಕ್ಕಳನ್ನ ಕುರಿತಾಗಿ ಹೇಳುವಂತದ್ದು ಅವರು ಹಾವುಗಳು, സർപ്പസന്തതികളാണ്. ಅವರು ಸರ್ಪ ಜಾತಿಯವರು. ഉപായം ഉപയോഗിക്കുന്ന, ಉಪಾಯ ಉಪಯೋಗಿಸುವಂತ, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന, ಇತರರನ್ನ ನಾಶ ಮಾಡುವಂತ, ആമേൻ, ആവശ്യമില്ലാത്ത പഴം കൊണ്ടു കൊടുക്കുന്ന, ಅವಶ್ಯಕತೆ ಇಲ್ಲಿರುವಂತ ಫಲವನ್ನ ತಂದು ಕೊಡುವ സന്തതികൾ, ಸರ್ಪ ಸಂತತಿಗಳು. നരകവിധി ഇവരെങ്ങനെ ഒഴിഞ്ഞു പോകും? ಇವರು ನರಕದ ವಿಧಿಯನ್ನು ಹೇಗೆ ತಪ್ಪಿಸಿಕೊಳ್ಳುವರು? ചിലര് പറഞ്ഞിട്ട്, ചിലര് ഒരു വിധി കൽപ്പിച്ചിട്ട്, ಕೆಲವರು ಒಂದು ಕಾರ್ಯವನ್ನೇ ವಿಧಿಯನ್ನ ಹೇಳಿ, കർത്താവേ എന്നോട് പൊറുക്കണമേ, യേശുവേ എന്നോട് ക്ഷമിക്കണമേ, ಕರ್ತನೇ ನನ್ನನ್ನು ಕ್ಷಮಿಸು, ನನ್ನ ಮೇಲೆ ಕರುಣೆ ತೋರಿಸು, ഇനി ഞാൻ പറയത്തില്ല, ಇನ್ನು ಇತರರ ಕುರಿತು ನಾನು ದೂರ ಹೇಳುವುದಿಲ್ಲ, ആവർത്തിക്കുന്നവരുണ്ട്. ಅದನ್ನು ಮತ್ತೆ ಪುನರಾವರ್ತಿಸುವವರು ಇದ್ದಾರೆ. ചെയ്യരുത് അങ്ങനെ. ಅಂತ ಕಾರ್ಯಗಳು ಮಾಡಬಾರದು. സ്തോത്രം. ಸ್ತೋತ್ರ. ഒരു സഹോദരനെ കിട്ടുമ്പോ, ಒಂದು ಸಹೋದರನ ಸಿಗುವಾಗ, ആമേൻ, ഇനിയൊരു അഭിഷക്തനെ കുറിച്ച് നല്ലത് പറ. ಇನ್ನೊಬ್ಬ ಅಭಿಷಕ್ತನ ಕುರಿತು ಒಳ್ಳೆ ಕಾರ್ಯಗಳು, തിന്മ പറയാതെ നല്ലത് പറ. ಅವರ ಕೆಟ್ಟ ಕಾರ್ಯಗಳ ಹೇಳದೆ, ಅವರ ದೂರುಗಳನ್ನು ಹೇಳದೆ, ಅವರ ಒಳ್ಳೆ ಕಾರ್ಯಗಳನ್ನು ಮಾತಾಡು. ഒഴിഞ്ഞു പോകും. ಅವಾಗ ಇಂಥ ಕಾರ್ಯಗಳು ನಿನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗ್ತದೆ. നരകത്തിലോട്ടാ ചെന്ന് വീഴുന്നത്. ಇಲ್ಲದಿದ್ರೆ ನರಕಕ್ಕೆ ಹೋಗಿ ಬೀಳ್ತೀಯ. സ്തോത്രം. ಸ್ತೋತ್ರ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ಈ ವಿಧವಾಗಿ ಯಾರಾದ್ರೂ ಇದ್ರೆ, ഗഹന്യയുടെ സ്പിരിറ്റ് അവരിലുണ്ട്. ಗಹನ ಆತ್ಮ ಅವರಲ್ಲಿ ಇದೆ.
ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും അങ്ങ് സൈലന്റ് ആയി പോയല്ലോ. ನೀವೆಲ್ಲರೂ ಮೌನವಾಗ್ಬಿಟ್ರಲ್ಲ. സ്വർഗ്ഗത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടം വരെ കൊണ്ടെത്തിച്ചോ പാസ്റ്റർ. ಪರಲೋಕಕ್ಕೆ ಕರ್ಕೊಂಡು ಹೋಗ್ತೀವಿ ಅಂತ ಹೇಳಿ ಇಲ್ಲಿ ಕರ್ಕೊಂಡು ಬಂದು ಬಿಟ್ಟಿದ್ದೀರಾ. ആമേൻ. ಆಮೇನ್. എത്തിക്കണം, നമ്മൾ എത്തിയോ ഒക്കത്തോളൂ അവിടെ. ನಾವು ಅಲ್ಲಿ ತಲುಪಲೇಬೇಕು. ശാന്തല റമന ഹസ്യന്തല. സ്തോത്രം. ഹല്ലേലൂയ. കൈ പിടിച്ച് നടത്തുവാൻ കൺമലൈമേൽ നിറുത്തുവാൻ കരം പിടിച്ച് നടത്തുവാൻ കൺമലൈമേൽ നിറുത്തുവാൻ ഒരു തായ് തേറ്റുവതു പോ തേറ്റുവാൻ ഒരു തായ് തേറ്റുവതു പോ തേറ്റുവാൻ. അപ്പൊ നമ്മുടെ യേശുപ്പച്ചൻ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ಆವಾಗ ನಮ್ಮ ಯೇಸು ಸ್ವಾಮಿ ನಮ್ಮನ್ನ ಬಹಳವಾಗಿ ಪ್ರೀತಿಸುತ್ತಾನೆ. സ്റ്റാൻഡിങ് ഇൻ പബ്ലിക്, ആമേൻ. യേശു പരസ്യമായി നിൽക്കുകയാണ്. ಆತನು ಬಹಿರಂಗವಾಗಿ ನಿಂತಿದ್ದಾನೆ. അപ്പോൾ ആമേൻ, സർപ്പസന്തതികളെ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? ಸರ್ಪಸಂತತಿಯವರೇ, ನರಕದ ವಿಧಿ ನಿಮ್ಮನ್ನ ಹೇಗೆ ತಪ್ಪಿಸ್ಕೊಂಡ್ರಿ? ഇനി നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ തിരിച്ചു വരികയാണ്. ನಾವು ಯಾಕೋಬನ പത്രിಕೆ ಹಿಂತಿರುಗಿ ಬರ್ತೇವೆ. 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. 3ನೇ ಅಧ್ಯಾಯ 2ನೇ ವಾಕ್ಯ. നാം എല്ലാവരിലും പലതിലും തെറ്റിപ്പോകുന്നവരുണ്ട്. ಅನೇಕ ವಿಷಯಗಳಲ್ಲಿ ನಾವೆಲ್ಲರೂ ತಪ್ಪುವುದುಂಟು. എല്ലാവരും തെറ്റിപ്പോകും. ಎಲ್ಲರೂ ತಪ್ಪುವುದುಂಟು. തെറ്റാത്ത ആരുമില്ല. ತಪ್ಪದೇ ಇರುವವರು ಯಾರು ಇಲ್ಲ. എല്ലാവരും തെറ്റിപ്പോകും. ಎಲ್ಲರೂ ತಪ್ಪುವುದುಂಟು. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ ಒಬ್ಬನು ಮಾತಿನಲ್ಲಿ ತಪ್ಪದಿದ್ದರೆ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിടും. ಅವನ ದೇಹವನ್ನೆಲ್ಲ ಸ್ವಾಧೀನಪಡಿಸಿಕೊಳ್ಳಬೇಕಾಗ್ತದೆ. എന്നിട്ട് സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകും. ಅವನು ಆಗುತ್ತಾನೆ. ഭർത്താക്കന്മാരെ, ಗಂಡಂದಿಯರೇ, ഇന്ന് നിങ്ങളോടൊരു ആഹ്വാനമുണ്ട്. ನಿಮಗೆ ಒಂದು ಆಹ್ವಾನ ಇದೆ. നിങ്ങൾക്ക് സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകണോ? ನೀವು ಸಾಮರ್ಥ್ಯ ಪುರುಷನಾಗಬೇಕಾ? വാക്കടക്കി ജീവിച്ചിരുന്നാ മതി. ನಿಮ್ಮ ಮಾತುಗಳನ್ನ ಸ್ವಾಧೀನದಲ್ಲಿ ಇಟ್ಟುಕೊಳ್ಬೇಕು. സഹോദരിമാരെ, ഗുണ പൂർത്തിയുള്ള സ്ത്രീകളാകണോ? ನೀವು ಸಾಮರ್ಥ್ಯವುಳ್ಳ ಸ್ತ್ರೀಯರಾಗಬೇಕಾ? വാക്കടക്കി ജീവിച്ചാ മതി. ನಿಮ್ಮ ಮಾತನ್ನ ಸ್ವಾಧೀನದಲ್ಲಿಟ್ಟು ಜೀವನ ಮಾಡಿದ್ರೆ ಸಾಕು. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ശക്തി പ്രാപിക്കാൻ കാത്തിരിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ಬಲವನ್ನು ಹೊಂದೋದಕ್ಕೆ ಕಾದು ಕುಳಿತುಕೊಳ್ಬೇಕೆಂಬುದಾಗಿ ವಾಕ್ಯ ಕಲಿಸುತ್ತದೆ. ശക്തിയെ പുതുക്കി ಅವರು ಕಾದು ಕೂತದಾಗ ಬಲವನ್ನು ಹೊಂದಿದರು. കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയർന്നു. ಹದ್ದುಗಳ ಹಾಗೆ ರೆಕ್ಕೆಗಳನ್ನು ಚಾಚಿ ಹೇರಿದರು. ഇനി ശക്തി പ്രാപിക്കാൻ ಇನ್ನು ಬಲ ಹೊಂದೋದಕ್ಕೆ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തരുവാ. ಇನ್ನೊಂದು ಅವಕಾಶವನ್ನು ದೇವರು ಕೊಡ್ತಿದ್ದಾನೆ. വാക്കടക്കി വെച്ചാ മതി. ನಿನ್ನ ಮಾತು ಬಾಯಿಯನ್ನ ಸ್ವಾಧೀನದಲ್ಲಿ ಇಟ್ಟರೆ ಸಾಕು. ഇവിടെ കാണുമ്പോൾ ബല 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 കണ്ടേ, പാസ്റ്ററെ കണ്ട് സംസാരിച്ചു. ഇങ്ങോട്ട് വന്നപ്പോൾ അടുത്ത ആളെ കണ്ടപ്പോഴും ബല 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 ബല. ಇಲ್ಲಿ ಪಾಸ್ಟರ್ ನೋಡುವಾಗ ನಾವು ಈ ರೀತಿಯಾಗಿ ಭಾಷೆ ಹೇಳಿ, ಇನ್ನೊಬ್ಬನ ನೋಡಿ ಇನ್ನೊಂದು ಭಾಷೆ ಹೇಳಿ. ഇവന്റെ വായിൽ ഒരിക്കൽ പോലും നാക്കടങ്ങി കിടക്കത്തില്ല. ನೋಡಿ, ಇವರ ಬಾಲಿಯಲ್ಲಿ ನಾಲಿಗೆ ಯಾವತ್ತೂ ಅದು ಸುಮ್ಮನೆ ಇರುವುದಿಲ್ಲ. ഞാൻ ഈ പാസ്റ്ററിനെ കണ്ടപ്പോ, ನಾನು ಈ ಪಾಸ್ಟರ್ ನೋಡಿದಾಗ ഇവിടെ ಇಲ್ಲಿಯೂ ಇದೇ ತರ ಹೇಳಿದೆವು. ഇവിടെ വന്നപ്പോഴും മൊബൈൽ എടുത്തപ്പോഴും ಮೊಬೈಲ್ ತೆಗೆದುಕೊಂಡಾಗ್ಲೂ ಈ ತರ ಭಾಷೆ ಹೇಳಿದೆವು. എന്നോട് ഊಟ ആയിത്താന്ന് ചോദിച്ചപ്പോഴും ಊಟ ಆಯ್ತಾ ಅಂತ ಕೇಳಿದಾಗ್ಲೂ ಭಾಷೆ ಹೇಳಿದ್ರು. സന്തോഷം തോന്നി. ನನಗೆ ಪಾಸ್ಟರ್ ವಿಷಯ ಸಂತೋಷ ಆಯ್ತು. വാക്കടക്ക്. ನಿಮ್ಮ ಮಾತನ್ನ ಸ್ವಾಧೀನದಲ್ಲಿ ಇಟ್ಕೊಳ್ಳಿ. ಪುರುಷನಾಗണമെങ്കിൽ ವಾಕಡಕ. ಸಾಮರ್ಥ್ಯವುಳ್ಳ ಪುರುಷನಾಗಬೇಕಂದ್ರೆ ನಿಮ್ಮ ಮಾತುಗಳನ್ನ ಸ್ವಾಧೀನದಲ್ಲಿ ಇಟ್ಕೊಳ್ಳಿ. ನೀನು ಸಮರ್ಥನಾಗಿ ಮಾಡ್ತೀವಿ. ಸಂಕೀರ್ತನದಲ್ಲಿ പറയുന്ന ഒരു വാക്യമുണ്ട്. ಕೀರ್ತನೆಯಲ್ಲಿ ಒಂದು ವಾಕ್ಯ ಇದೆ. ഇങ്ങനെ യഹോവ ഭക്തൻ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ಈ ವಿಧದಲ್ಲಿ ಯೆಹೋವ ಭಕ್ತನು ಆಶೀರ್ವದಿಸಲ್ಪಡ್ತಾನೆ. ಅವನ ಭಾರ್ಯ, ಅವನ ಹೆಂಡತಿ വീട്ടിനകത്ത് ಮನೆಯೊಳಗಡೆ ಫಲಪ್ರದമായ മുന്തിരിവള്ളി, ಫಲಭರಿತವಾದ ದ್ರಾಕ್ಷ ಬಳ್ಳಿ. ಅವನ ಮಕ್ಕಳು, ಅವನ ಮಕ್ಕಳು ಒಲಿವ್ ತೋಟങ്ങൾ പോലെ ಇರಿക്കും. ಅವರು ಒಲಿವ್ ವೃಕ್ಷದ ಹಾಗಿರ್ತಾರೆ. ಪುರುಷನ್ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ಹೀಗೆ ಪುರುಷನು ಆಶೀರ್ವದಿಸಲ್ಪಡ್ತಾನೆ. വാക്കടക്കി വെച്ചാൽ മതി. ನಿಮ್ಮ ಮಾತನ್ನ ಸ್ವಾಧೀನದಲ್ಲಿ ಇಟ್ಟರೆ ಸಾಕು. ಬಲ ಹೊಂದುತ್ತೀರಿ. ಶಕ್ತಿ ಪ್ರಾപിക്കും. ಬಲ ಹೊಂದುತ್ತೀರಿ. ದೈವಿಕ ಶಕ್ತಿ ಪ್ರಾപിക്കും. ದೈವಿಕ ಬಲ ಹೊಂದುತ್ತೀರಿ. വാക്കടക്കിയാൽ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിടാം. ನೋಡಿ, ನಿಮ್ಮ ಮಾತನ್ನ ಸ್ವಾಧೀನದಲ್ಲಿ ಇಟ್ಕೊಂಡ್ರೆ, ನಾಲಿಗೆಯನ್ನ ಸ್ವಾಧೀನ ಇಟ್ಟರೆ ನಿಮ್ಮ ಶರೀರ ದೇಹವನ್ನೇ ಸ್ವಾಧೀನಕ್ಕೆ ತರಬಹುದು. ಒಂದು ಸತ್ಯ ಹೇಳಿದ್ರೆ, വാക്കടക്കാത്തത് കൊണ്ട് ನಿಮ್ಮ ಮಾತನ್ನ ಸ್ವಾಧೀನಪಡಿಸದೆ കടിഞ്ഞാണിടേണ്ടുന്ന ശരീരം ചിലപ്പോൾ സ്വതന്ത്രമാകും. ನೋಡಿ, ಸ್ವಾಧೀನಪಡಿಸಬೇಕಾದ ಶರೀರ ಅದು ಸ್ವತಂತ್ರವಾಗ್ತದೆ. അപ്പോഴ ഭാര്യയുടെയും ഭർത്താവിന്റെ നേർക്കുള്ള ദേഷ്യം
ಅವಾಗ ಗಂಡ ಹೆಂಡತಿಯ ಮೇಲಿರುವ ಕೋಪ, കിച്ചണിൽ നിന്നൊരു പാത്രം പുറത്തേക്ക് പോകുന്നു, ಅಡಿಗೆ ಕೋಣೆಯಲ್ಲಿಂದ ಪಾತ್ರೆ ಹೊರಗೆ ಬರುತ್ತದೆ, ഡോറിന്റെ ശബ്ദം അടയുന്നത് വലുതാകുന്നു, ಬಾಗಿಲ ಶಬ್ದ ಮುಚ್ಚುವುದು ಶಬ್ದ ಜಾಸ್ತಿ ಆಗ್ತದೆ, ബെഡ്റൂമിലെ ശബ്ദം ആമെ പുറത്ത് അയൽപക്കത്ത് കേൾക്കുന്നു. ಬೆಡ್ರೂಮ್ ಅಲ್ಲಿ ಇರುವಂತಹ ಶಬ್ದ ಪಕ್ಕದ ನೆರೆಮನೆಗೆ ಕೇಳಿಸ್ತದೆ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ, ಕ್ರಿಸ್ತನನ್ನು ನಂಬುವವರೇ, എന്റെ അടിസ്ഥാനം എവിടെയാണ് നിൽക്കുന്നത്? ನನ್ನ ಅಸ್ಥಿವಾರ ಎಲ್ಲಿ ನಿಂತಿದೆ? ഒടുങ്ങിപ്പോകരുത് ആരും. ಯಾರು ನಾಶವಾಗಿ ಹೋಗಬಾರದು. സ്തോത്രം. ಸ್ತೋತ್ರ. ശരീരത്തെ കടിഞ്ഞാണിടും ആകൊണ്ട് ನಮ್ಮ ಶರೀರವನ್ನ, ನಾಲಿಗೆಯನ್ನ ആദരം ನಾವು ಕಡಿವಾಣ ಹಾಕೋಣ. ആദരം അടച്ചു വെച്ചാൽ മതി. ಅದಕ್ಕೆ ನಾವು ನಾಲಿಗೆಯನ್ನ ನಾವು ಸ್ವಾಧೀನದಲ್ಲಿಟ್ಟರೆ ಸಾಕು. മറ്റുള്ളവര് പലരും പറയുന്നു, ಅವಾಗ ಇತರರು ಏನಾದ್ರೂ ಹೇಳ್ಬೋದು, അപ്പൊ ഒന്നും മിണ്ടാത്തവൻ, ನಾವೇನು ಮಾತನಾಡದವರು, കഴിവില്ലാത്തവൻ, ಅವನಿಗೆ ಸಾಮರ್ಥ್ಯ ಇಲ್ಲದವನು, ഒരു കുഴപ്പമില്ല, ಯಾವ ಸಮಸ್ಯೆ ಇಲ್ಲ, എനിക്ക് ദൈവിക ശക്തി വേണം. ನನಗೆ ದೈವಿಕ ಬಲ ಸಾಕು. ആമേൻ. ಆಮೆನ್. എനിക്ക് ദൈവിക കൃപ വേണം, ನನಗೆ ದೈವಿಕ ಕೃಪೆ ಬೇಕು, എനിക്ക് ക്രിസ്തുവിന്റെ ഭാവം വേണം. ನನಗೆ ಕ್ರಿಸ್ತನ ಪ್ರಭಾವ ಬೇಕು. സ്തോത്രം. ഹല്ലേലൂയ. ಆಮೆನ್. അപ്പം ഗഹനയുടെ തീ കത്തിക്കരുത് ആരും. ನೋಡಿ, ಬಾಯಿಯಲ್ಲಿ ಗಹನೆಯ ಬೆಂಕಿ ಉರಿಸಬಾರದು. കത്തിച്ചാൽ ಉರಿಸಿದ್ರೆ ಶರೀರ ഞാൻ ഇടാനൊക്കത്തില്ല, ಅದನ್ನ ಕಡಿವಾಣ ಹಾಕಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. പലർക്കും രോഗം വരുന്നതൊക്കെ ഇതൊക്കെ തന്നെയാ കാരണം. ಅನೇಕರಿಗೆ ರೋಗ ಬರ್ಲಿಕ್ಕೆ ಇದೇ ಕಾರಣ, ആവശ്യമില്ലാത്ത സംസാരിക്കുന്നത് കൊണ്ടാണ്. ಅವಶ್ಯಕತೆ ಇಲ್ಲದ ಮಾತುಗಳು. അബ്രഹാമിന്റെ സന്തതിയെ നീ അനുഗ്രഹിക്കപ്പെടും. ಅಬ್ರಾಹ್ಮನ ಸಂತತಿಯೇ ನೀನು ಆಶೀರ್ವದಿಸಲ್ಪಡ್ತಿ. ಪಾಸ್ಟ್ರೇ പോയി പാസ്റ്ററെ, ಎಲ್ಲ ಹೋಯ್ತು ಪಾಸ್ಟ್ರೇ, നശിച്ചു പോയി പാസ്റ്ററെ, ನಾಶವಾಯ್ತು ಪಾಸ್ಟ್ರೇ. കടിഞ്ഞാണിട ആദ്യം, ಮೊದಲು ಕಡಿವಾಣ ಹಾಕ್ರಿ, ശക്തി പ്രാപിക്ക്, ಬಲ ಹೊಂದ್ರಿ, നെഗറ്റീവ് പറയാതിരിക്കുക, ನಕಾರಾತ್ಮಕ ಕಾರ್ಯಗಳು ಹೇಳದೇ ಇರ್ರಿ, മരണത്തിന്റെ വാക്ക് പറയാതിരിക്കുക, ಮರಣದ ಮಾತು ಹೇಳದೇ ಇರ್ರಿ, തിന്മയുടെ വാക്ക് പറയാതിരിക്കുക, ಕೆಟ್ಟ ಕಾರ್ಯಗಳನ್ನು ಹೇಳದೇ ಇರ್ರಿ, വായിൽ നിന്ന് ആമ ശാപം വരാതിരിക്കട്ടെ, ಬಾಯಿಯಿಂದ ಶಾಪದ ಮಾತು ಬರದೇ ಇರಲಿ, അനുഗ്രഹം നീ കൽപ്പിച്ചു വിട, ಆಶೀರ್ವಾದವನ್ನ ನೀನು ಆಜ್ಞಾಪಿಸು. സ്തോത്രം. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. അങ്ങനെ സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകാം. ಹಾಗೆ ಸಾಮರ್ಥ್ಯವುಳ್ಳ ಪುರುಷನಾಗಿ ಮಾರ್ಪಡಬಹುದು. 3:3 3:3 ജെയിംസ് 3:3 ಯಾಕೋಬ 3:3 കുതിരയെ അധീനമാക്കുവാൻ, ಕುದುರೆಗಳನ್ನ ಕಡಿವಾಣ ಹಾಕೋದಕ್ಕೆ, വായിൽ കടിഞ്ഞാണിട്ട് ಅದನ್ನ ಸ್ವಾಧೀನಪಡಿಸೋದಕ್ಕೆ ಬಾಯಿಗೆ ಕಡಿವಾಣ ಹಾಕಿ അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. ಅವುಗಳ ದೇಹವನ್ನ ತಿರುಗಿಸ್ತದಲ್ಲ. എടാ, ഈ ചിന്നിച്ചിതറി ഓടുന്ന കുതിര, ನೋಡಿ, ಕುಣಿದು ಓಡುವಂತ ಕುದುರೆ, കുതിച്ചു കുതിച്ചു ഓടുന്ന കുതിര, ಕುಣಿದು ಓಡುವಂತ ಕುದುರೆ, അവന്റെ വായിൽ ഒരു കടിഞ്ഞാണിട്ടപ്പോൾ ಅದರ ಬಾಯಿಗೆ ಒಂದು ಕಡಿವಾಣ ಹಾಕಿದಾಗ പുറത്തിരിക്കുന്നവന് കീഴ്പ്പെട്ടെന്ന് കുതിര. ನೋಡಿ, ಮೇಲೆ ಇರುವವನಿಗೆ ಅದು ಸ್ವಾಧೀನವಾಯಿತು ಕುದುರೆ. നമ്മൾ അങ്ങനെ ആകണമെന്ന്, ನಾವು ಅದೇ ವಿಧದಲ್ಲಿ ಆಗ್ಬೇಕು. തട്ടിച്ചെതറി പോകുന്നവരല്ല നമ്മള്. ನಾವು ಕುಣಿದು ಓಡಿ ಹೋಗ್ಬೇಕಾದವರಲ್ಲ, നല്ല ഒന്നാം തരം കടിഞ്ഞാണിട്ട് നിൽക്കണം. ನಾವು ಒಳ್ಳೆ ಸ್ವಾಧೀನ ಕಡಿವಾಣ ಹಾಕಿದವರಾಗಿರ್ಬೇಕು. കർത്താവ് നമുക്ക് കടിഞ്ഞാൻ തന്നിട്ടുണ്ടെന്നേ. ಕರ್ತನು ನಮಗೆ ಕಡಿವಾಣ ಕೊಟ್ಟಿದ್ದಾನೆ. ക്രിസ്തുവിന്റെ ചൂടടയാളം, ಕ್ರಿಸ್ತನ ಬಿಸಿಯಾದಂತ ಗುರುತು, അത് നമ്മുടെ ശരീരത്തിലാണ് വഹിക്കുന്നത്. ಅದು ನಮ್ಮ ಶರೀರದಲ್ಲಿ ನಾವು ವಹಿಸ್ಕೊಳ್ತಾ ಇದ್ದೇವೆ. അടയാളം ശരീരത്തിൽ വഹിക്കുന്നതിനോടൊപ്പം ಆ ಶಾಖ ಇರುವಂತ ಆ ಗುರುತನ್ನು ವಹಿಸುವ ಹಾಗೆ നമ്മുടെ അതരത്തിന് കടിഞ്ഞാണുണ്ടാകും. ನಮ್ಮ ನಾಲಿಗೆಗೆ ಕಡಿವಾಣ ಇರ್ತದೆ. കുതിരയെ ആമേൻ നിയന്ത്രിക്കാൻ ഒക്കുന്നു. ಕುದುರೆಯನ್ನ ಸ್ವಾಧೀನಪಡಿಸಕ್ ಆಗ್ತಾ ಇದೆ. എത്രത്തോളം നമ്മളെ നിയന്ത്രിക്കണം, ಎಷ್ಟರ ಮಟ್ಟಿಗೆ ನಾವು ಸ್ವಾಧೀನಪಡಿಸ್ಕೊಳ್ಬೇಕು. ചിലരെ കണ്ടിട്ടുണ്ട്, ಕೆಲವರು ನೋಡಿದ್ದೇನೆ, കുതിരയെക്കാളും അതപ്പതിച്ച് നടക്കുന്നത്. ನೋಡಿ, ಕುದುರೆಕ್ಕಿಂತಲೂ ಬಹಳವಾಗಿ ಕೆಟ್ಟ ರೀತಿಯಲ್ಲಿ ನಡೆಯುವಂಥದ್ದು. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, ನಿಮಗೆ ನಾನು ಹೇಳೋದು ನಿಮಗೆ ಇಷ್ಟ ಆಗಿಲ್ಲ ಅಂತ ಅನಿಸುತ್ತೆ. കുതിരയെക്കാളും അതപ്പതിച്ച്, ಕುದುರೆಕ್ಕಿಂತಲೂ ಕೇವಲವಾಗಿ. സ്തോത്രം. ദൈവ മകൻ എന്ന പേരേ ഉള്ളൂ, ದೇವರ ಮಗನು ಎಂಬ ಹೆಸರು ಮಾತ್ರ. അപ്പന്റെ നാമത്തെ ദൂഷിച്ച് ജീവിക്കുന്നവരുണ്ട്. ಆದ್ರೆ ತಂದೆ ನಾಮವನ್ನ ದೂಷಣೆ ಮಾಡ್ತಾ ನಡೆಯುವರಿದ್ದಾರೆ. നമ്മളൊരു തീരുമാനം എടുക്കണം, ಒಂದು ತೀರ್ಮಾನಕ್ಕೆ ಬರಬೇಕು. എനിക്കൊരു കടിഞ്ഞാൺ വേണം, ನನಗೆ ಒಂದು ಕಡಿವಾಣ ಬೇಕು. സ്തോത്രം. ആമേൻ, സ്തോത്രം. അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ, ಹೊರಗಡೆ ಹೋಗುವಾಗ, എന്റെ പാസ്റ്റർ വല്ലതും കണ്ടാലോ, ನನ್ನ ಪಾಸ್ಟರ್ ಎಲ್ಲಾದ್ರೂ ನೋಡಿದ್ರೆ, എന്റെ ഒരു വിശ്വാസം വല്ലതും കണ്ടാലോ, ನನ್ನನ್ನು ವಿಶ್ವಾಸಿ ಯಾರಾದ್ರೂ ನೋಡಿದ್ರೆ, എവിടെങ്കിലും കേറുമ്പോ, ನಾನು ಎಲ್ಲಾದ್ರೂ ಹೋಗುವಾಗ, ആവശ്യമുള്ളിടത്താണോ കേറിയത്, ನನಗೆ ಅವಶ್ಯಕತೆ ಇರುವ ಸ್ಥಳಕ್ಕೆ ನಾನು ಹೋಗಿದ್ದೇನಾ, ആരെങ്കിലും എന്നെ കണ്ട, ನನ್ನ ಸಭೆಯಲ್ಲಿ ಯಾರಾದ್ರೂ ನನ್ನ ನೋಡಿದ್ರೆ, കടിഞ്ഞാണ് നമുക്ക് ഉണ്ടാകണം. ನಮಗೆ ಒಂದು ಕಡಿವಾಣ ಇರಬೇಕು. വീട്ടിലിരുന്ന് രണ്ടുപേരും സംസാരിക്കുമ്പോ, ಮನೆಯಲ್ಲಿ ಕೂತ್ಕೋ ಇಬ್ರು ಮಾತನಾಡುವಾಗ, ആരാധന കഴിഞ്ഞു പോയി വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോ, ಆರಾಧನೆ ಮುಗಿದು ಮನೆಗೆ ಹೋಗಿ ಮಾತನಾಡುವ, നല്ലത് സംസാരിക്കണം ഇരുന്ന്. ಒಳ್ಳೆ ಕಾರ್ಯ ಮಾತನಾಡಬೇಕು. കാരണം ദൈവദാസിയോ ആരെങ്കിലും പാസ്റ്റർമാർ വല്ലതും കയറി വരുമോ, ದೇವ ಸೇವಕರೋ ಹೆಂಡತಿಯೋ ಯಾರಾದ್ರೂ ಬರ್ತಾರೋ, ഇങ്ങനെ എപ്പോഴും ഒരു കടിഞ്ഞാണ് ഉണ്ടാവണം. ಈ ರೀತಿಯಾದ ಯಾವಾಗ್ಲೂ ಒಂದು ಕಡಿವಾಣ ನಮಗಿರ್ಬೇಕು. എത്രയൊക്കെ ഇത് മനസ്സിലാകുന്നുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥವಾಗ್ತಾ ಇದೆ? ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുമോ?
ಇದನ್ನ ನಿಮ್ಗೆ ಅನುಸರಿಸಕ್ಕೆ ಆಗ್ತದ? ഇത് ഫോളോ ചെയ്യാൻ കഴിയാത്തത് ಇದು ಅನುಸರಿಸಕ್ಕೆ ಆಗದಿರುವಂತದ್ದು ഗഹന സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാണ്. ಗಹನದ ಆತ್ಮ ಇರುವಂತದ್ದು ഇത് ಇರೋದ್ರಿಂದ ഇതോടെ മാറണം. ಇದು ಇವತ್ತಿನಿಂದ ನೀಗಿ ಹೋಗ್ಬೇಕು. എന്നിട്ട് 4-ാമത്തെ വാക്യത്തില് 4ನೇ ವಾಕ್ಯದಲ್ಲಿ 3:4 3-4 കപ്പൽ എത്ര വലിയതായാലും ಹಡಗುಗಳು ಬಹು ದೊಡ್ಡದು, കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും ಬಲವಾದ ಗಾಳಿಯಿಂದ ಬಡಿಸ್ಕೊಂಡು ಹೋಗುವುದಾದರೆ സമരക്കാരൻ ചെറിയ ചുക്കാൻ കൊണ്ട് അതിനെ തിരിക്കും. ನೋಡಿ, ಅದಕ್ಕಿಂತ ಬಹು ಸಣ್ಣದಾದ ಚುಕ್ಕಾಣಿಯಿಂದ ಅವಿಗೆ ತಿರುಗಿಸ್ತಾನೆ. ഒരു കപ്പലിനെ തിരിക്കുന്ന ചെറിയൊരു ചുക്കാൻ കൊണ്ടാ. ನೋಡಿ, ಒಂದು ಹಡಗನ್ನು ತಿರುಗಿಸುವ ಒಂದು ಸಣ್ಣ ಚುಕ್ಕಾಣಿಯಿಂದ എന്നെ അങ്ങനെ തന്നെ തിരിക്കണം. ನನ್ನನ್ನು ಹಾಗೇ ನಾನು ತಿರುಗಿಸ್ಬೇಕು. ഇഷ്ടം ഉള്ളിടത്തോട്ട് പോകാനല്ല എന്നെ വിടേണ്ടത്. ನನಗೆ ಇಷ್ಟವಿಲ್ಲಂತ ಸ್ಥಳಕ್ಕೆ ಹೋಗೋದಕ್ಕೆಲ್ಲ ಬಿಡಬೇಕಾಗಿರೋದು. ശരീരം ദുർനടപ്പിന് വേണ്ടി ഉപയോഗിക്കരുത്. ಶರೀರವನ್ನ ಕೆಟ್ಟ ನಡತೆಗೆ ಉಪಯೋಗಿಸಬಾರದು. ശരീരം ദുർനടപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ പേരാണ് പോർണിയ സ്പിരിറ്റ്. ಆ ಶರೀರವನ್ನ ದುರ್ನಡತೆಗೆ ಉಪಯೋಗಿಸುವಂತ ಆತ್ಮಕ್ಕೆ ಪೌರ್ಣಿಯ ಆತ್ಮ ಅಂತ ಹೇಳ್ತಾರೆ. പോർണിയ സ്പിരിറ്റ്, ಪೌರ್ಣಿಯ ಆತ್ಮ. ആ ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അത് എടുക്കാം ദൈവകൃപയാല്. ದೇವರು ಅನುಮತಿಸೋದಾದ್ರೆ ನಾನು ಹೇಳ್ತೇನೆ ಅದನ್ನ. ശരീരം ദുർനടപ്പിന് വേണ്ടി ഉപയോഗിക്കരുത്. ಶರೀರವನ್ನ ದುರಾಚಾರಗಳಿಗಾಗಿ ಒಪ್ಪಿಸಿಕೊಳ್ಬಾರ್ದು. നേരെ നിർത്തണം. ಅದನ್ನ ನೇರ ನಿಲ್ಲಿಸಬೇಕು. നിന്ന് ആത്മാവിന്റെ ശബ്ദം കേൾക്കണം. ನಿನ್ನಲ್ಲಿ ಆತ್ಮನ ಶಬ್ದ ಕೇಳಿಸ್ಕೊಳ್ಬೇಕು. കാല് കണ്ടടത്തോട്ട് വെച്ച് ഓടാനുള്ളതല്ല. ಕಾಲು ಬೇಕಾದ ಬೇಡಾದ ಕಾಲಿಗೆ ಓಡಲಿಕ್ಕೆ ಇರುವಂತದಲ್ಲ. വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞവന്റെ ನಾನೇ ಮಾರ್ಗ ಸತ್ಯ ಜೀವವಾಗಿರ್ದೆ ಎಂದು ಹೇಳಿದವನು. കർത്താവിനെ അനുകരിക്കാനുള്ളതാണ്. ಆ ಕರ್ತನನ್ನು ಹಿಂಬಾಲಿಸಲಿಕ್ಕಿರುವವರು ನಾವು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. ആമേൻ. 5-ാമത്തെ വാക്യം 5ನೇ ವಾಕ್ಯ. അങ്ങനെ തന്നെ ಹಾಗೆ നാവ് ഒരു ചെറിയ അവയവമെങ്കിലും ನಾಲಿಗೆ ಕೂಡ ಚಿಕ್ಕ ಅಂಗವಾಗಿದ್ರು വളരെ വമ്പ് പറയുന്നു. ದೊಡ್ಡ ಕಾರ್ಯಗಳನ್ನು ಕೊಚ್ಚಿಕೊಳ್ಳುತ್ತದೆ. നാവ് ചെറിയൊരു അവയവ. ನೋಡಿ, ನಾಲಿಗೆ ಚಿಕ್ಕ ಅಂಗವಾಗಿದೆ. ഞാനൊരു രസകരമായ സംഭവം പറയാം. ನನಗೆ ಸಂತೋಷಕರವಾದ ಒಂದು ಕಾರ್ಯ ಹೇಳ್ತೇನೆ. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവും. ನಿಮಗೆ ಇದು ಕೇಳುವಾಗ ಸಂತೋಷ ಉಂಟಾಗ್ತದೆ. ഇത് ലൈവ് പോയ എനിക്ക് അറിഞ്ഞൂടാ പാസ്റ്റർ. ആമേൻ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ನಾನು ವಿದ್ಯಾಭ್ಯಾಸ ಮಾಡ್ತಾ ಇದ್ದೆ. ആമേൻ, സ്തോത്രം. ഞാൻ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. ನಾನು ಗ್ರಾಮದಲ್ಲಿ ಹುಟ್ಟಿ ಬೆಳೆದವನು. പട്ടണത്തിൽ പഠിക്കാൻ പോയി. ಒಂದು ಪಟ್ಟಣದಲ್ಲಿ ನಾನು ಕಲಿಯುವುದಕ್ಕೆ ಹೋದೆ. അപ്പം എൻ്റെ ഗ്രാമത്തിലെ ചിന്താഗതി അറിയാലോ. ಅವಾಗ ನಾನು ಗ್ರಾಮದಲ್ಲಿ ಬೆಳೆದಿದ್ರಿಂದ ನನ್ನ ಆಲೋಚನೆ ಹೇಗಿರುತ್ತೆ ಗೊತ್ತಲ್ಲ. ഉള്ള അറിവേ ഉള്ളൂ. ಅವಾಗ ಗ್ರಾಮದ ಮಾತ್ರ ತಿಳುವಳಿಕೆ. പട്ടണത്തിൽ പഠിക്കാൻ പോയി. ಈಗ ಪಟ್ಟಣದಲ್ಲಿ ಕಲಿಯುವುದಕ್ಕೆ ಹೋದೆ. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് പിള്ളേര്. ಅಲ್ಲಿ ಹೋದಾಗ ಎಲ್ಲರೂ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಆಗಿರುವಂತ ಮಕ್ಕಳು. അപ്പൊ ഇവര് ഓരോന്ന് നമ്മളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ನಾವು ಅವ್ರ ಜೊತೆ ಹೀಗೆ ಮಾತನಾಡೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದೆವು. എന്നോട് സംസാരിച്ചു. ಅವರು ನನ್ನೊಂದಿಗೆ ಮಾತನಾಡಿದ್ರು. ഞങ്ങളുടെ വീട്ടിൽ BMW ഉണ്ട്. ನಮ್ಮ ಮನೆಯಲ್ಲಿ BMW ಕಾರ್ ಇದೆ, ഓടിയുടെ കാറുണ്ട്, ಓಡಿ ಕಾರ್ ಇದೆ. ഇത് ഒരു ദിവസം ഞാൻ കേട്ടു. ಇದು ಒಂದು ದಿನ ಕೇಳಿಸ್ಕೊಂಡೆ, 2 ദിവസവും കേട്ടു, 2 ದಿನ ಕೇಳಿಸ್ಕೊಂಡೆ, 3 ദിവസവും കേട്ടു. 3ನೇ ದಿನ ಕೇಳಿಸ್ಕೊಂಡೆ. ഗ്രാമത്തിൽ നിന്ന് പോയ ഞാൻ ഇത് സത്യം പറഞ്ഞ വിശ്വസിച്ച്. ನೋಡಿ, ಗ್ರಾಮದಿಂದ ಹೋದಂತ ನಾನು ನಿಜವಾಗ್ಲೂ ಇದು ನಂಬದೆ. ഞാൻ ഇത് കേട്ടിട്ടേ ಉള്ളൂ. ನಾನು ಇದರ ಬಗ್ಗೆ ಕೇಳಿಸ್ಕೊಂಡಿದ್ದೆ ಅಷ್ಟೇ. എന്റെ അടുത്തിരിക്കുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ಇದು ಇರುವಂತವರು ನನ್ನ ಬಳಿಯಲ್ಲಿ ಕೂತಿರುವಾಗ ನನಗೆ ಬಹಳ ಸಂತೋಷ. 3-4 ദിവസം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ 3-4 ದಿನ ಕೇಳಿಸಿದ ನಂತರ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു എഴുന്നേൽപ്പുണ്ടായി. ನನಗೆ ಅದುವರೆಗೂ ಇಲ್ಲದಂತ ಒಂದು ಸಂತೋಷ ಬಂತು. ഞാൻ എന്റെ പൊട്ട ബുദ്ധി വിളിച്ചു പറഞ്ഞു. ನಾನು ನನ್ನ ಹುಚ್ಚು ಬುದ್ಧಿಯಲ್ಲಿ ಹೇಳಿದೆ, വീട്ടിൽ ദിനോസർ ഉണ്ടെന്ന്. ನಮ್ಮ ಮನೆಯಲ್ಲಿ ಡೈನೋಸರ್ ಇದೆ ಎಂಬುದಾಗಿ. സത്യമായിട്ട് ഞാൻ പറഞ്ഞു. ಸತ್ಯವಾಗಿ ಹೇಳಿದೆ. എനിക്ക് പറയാൻ യാതൊരു വിഷമവും ഇല്ല. ನಾನು ಇದು ಹೇಳೋದ್ರಲ್ಲಿ ನನಗೆ ಯಾವ ಬೇಜಾರಿಲ್ಲ. ഞാൻ പറഞ്ഞു. ನಾನು ಹೇಳಿದೆ, എന്തു ഇത്രയേ ഉള്ളായിരുന്നു. ನನಗೆ ಇಷ್ಟೇ ಇದ್ದು ഇവന്റെ ഓടിയുടെ ബെൻസിന്റെ മേലെ എന്റെ ഡിനോസർ നിൽക്കും. ಇವನ ಓಡಿ ಬೆನ್ಸಿನ ಮೇಲೆ ಡೈನೋಸರ್ ನಿಲ್ಬೇಕು പറഞ്ഞു ഞാൻ. ನಾನು ಹೇಳಿದೆ. എന്നിട്ട് ഞാൻ പറഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് 1 കോടി ചെലവുണ്ടെന്ന്. ನಾನು ಹೇಳಿದೆ, ಒಂದು ವಾರ ನನಗೆ 1 ಕೋಟಿ ರೂಪಾಯಿ ಖರ್ಚಿದೆ. നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ನಿಮಗೆ ಇದು ಕೇಳಿದಾಗ ಸಂತೋಷ ಆಗಿರ್ಬೋದು. സത്യം പറഞ്ഞ ഇത് പാവുക. ಈ ಸತ್ಯ ಹೇಳಿದ್ರೆ ಇದು ಪಾಪ. നാവ് ನಾಲಿಗೆ ചെറിയൊരു അവയവമെങ്കിലും ಚಿಕ್ಕ ಅಂಗವಾಗಿದ್ರು വമ്പ് പറയുന്നു. ದೊಡ್ಡ ಕಾರ್ಯಗಳ ಕೊಚ್ಚಿಕೊಳ್ಳುತ್ತದೆ. പൊങ്ങച്ചം. ದೊಡ್ಡ ಕಾರ್ಯಗಳನ್ನು ಕೊಚ್ಚುತ್ತದೆ. എനിക്ക് 10,000 ഉള്ളൂ സാലറി. ನನಗೆ 10,000 ಅಷ್ಟೇ ಸಂಬಳ. കൂട്ടുകാരിയെ കാണുമ്പോൾ ಆದ್ರೆ ನನ್ನ ಸ್ನೇಹಿತನ ನೋಡುವಾಗ 25,000 ಉണ്ടെന്ന് സാലറി. 25,000 ಇದೆ ಎಂಬುದಾಗಿ ಹೇಳ್ತೇನೆ. വാടകയ്ക്കാ വീട്ടിൽ താമസിക്കുന്നത്. ಬಾಡಿಗೆ ಮನೆಯಲ್ಲಿ ಇರುವುದು. പക്ഷെ കൂട്ടുകാരനെ കാണുമ്പോൾ ಆದ್ರೆ ಸ್ನೇಹಿತರನ್ನು ನೋಡುವಾಗ എനിക്ക് സ്വന്തമായി വീടുണ്ടോ. ನನಗೆ ಅಲ್ಲಿ ಸ್ವಂತವಾದ ಮನೆ ಇದೆ. 10 സെന്റ് സ്ഥലേ കാണത്തോളൂ. 10 ಸೆಂಟ್ ಜಾಗ ಮಾತ್ರ ಇರೋದು. നല്ലൊരു കാറുള്ളത് അടുത്ത് വരുമ്പോഴത്തേക്ക്, ಒಳ್ಳೆ ಕಾರ್ ಇರೋನು ಹತ್ರ ಬರುವಾಗ എനിക്ക് 1 ഏക്കറോളം ഉണ്ട്. ನನಗೆ 1 ಎಕರೆ ಜಮೀನಿದೆ. അത് എങ്ങനെ മാനേജ് ചെയ്യുന്നത് പോലെ എനിക്ക് അറിയത്തില്ല. ಅದನ್ನು ಹೇಗೆ ನಿಭಾಯಿಸುವುದು ಕೂಡ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ചെറിയ അവയവം ഇത്. ನೋಡಿ, ಸಣ್ಣ ಅಂಗ ಇದು. ഇന്ന് എല്ല് വെക്കണം ഇതിന്റെ അകത്ത്. ಇವತ್ತು ಅದರಲ್ಲಿ ಎಲುಬನ್ನು ಇಡಬೇಕು. ഈ എല്ലില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടന്ന് പറയുന്നത്. ಇದಕ್ಕೆ ಎಲುಬು ಇಲ್ಲದೆ ಇರೋದ್ರಿಂದ ಹೀಗೆ ಮಾತನಾಡ್ತಾ ಇರೋದು. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നാവ് ചെറിയതാ.
ನಾಲಿಗೆ ಸಣ್ಣದು, പക്ഷെ വമ്പ് പറയുക. ಅದು ದೊಡ್ಡ ಕಾರ್ಯ ಕೊಚ್ಚಿಕೊಳ್ಳುತ್ತದೆ. പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ಬೈಬಲ್ ಕಲಿಸುವಂತ ಕಾರ್ಯ ಇದೆ. ഭോഷ്ക് പറയുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ പോകത്തില്ല. ಸುಳ್ಳು ಹೇಳುವವನು ದೇವರ ರಾಜ್ಯವನ್ನ ಸೇರುವುದಿಲ್ಲ. ചെറിയ കള്ളം വലിയ കള്ളമൊന്നും ഇല്ല. ನೋಡಿ, ಸಣ್ಣ ಸುಳ್ಳು ದೊಡ್ಡ ಸುಳ್ಳು ಎಂಬುದೇನೂ ಇಲ್ಲ. കള്ളം തന്നെയാ. ಸುಳ್ಳು ಸುಳ್ಳೇ. നേഴ്സസ്മാരുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ನರ್ಸ್ಗಳಿದಾರ ಅಂತ ನನ್ಗೆ ಗೊತ್ತಿಲ್ಲ. ഡോക്ടർമാരുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ಡಾಕ್ಟರ್ಗಳಿದಾರ ಅಂತನೂ ಗೊತ್ತಿಲ್ಲ. നല്ലൊരു എക്സാമ്പിൾ പറയാം. അത് ಒಳ್ಳೆ ಒಂದು ಉದಾಹರಣೆ ಹೇಳ್ತೇನೆ. കുറിച്ച് നല്ലൊരു എക്സാമ്പിൾ പറയാം. ನರ್ಸ್ಗಳ ಕುರಿತಾಗಿ ಒಂದು ಒಳ್ಳೆ ಉದಾಹರಣೆ ಹೇಳ್ತೇನೆ. ആമേൻ. അതാ സ്തോത്രം ഡ്യൂട്ടി കഴിഞ്ഞു വരുന്നു. ನೋಡಿ, ಅವರು ಕೆಲಸ ಮುಗಿಸ್ಕೊಂಡು ಬರ್ತಿದ್ದಾರೆ. അപ്പോൾ അവിടെ ഒരു പാക്കറ്റ് സിറിഞ്ച് ഇരിക്കുന്നു. ನೋಡಿ, ಒಂದು ಕವರ್ ಸಿರಿಂಜ್ ಇದೆ. എടുത്ത് പോക്കറ്റ് വെച്ചേക്കാം. ಅದನ್ನ ಸ್ವಲ್ಪ ತೆಗೆದು ಬಿಟ್ಟು ಜೋಬಲ್ ಹಾಕ್ತಾರೆ. വീട്ടിൽ വരുമ്പോ ಮನೆಗೆ ಬರುವಾಗ പനിയോടെ കുത്തി വെക്കാമല്ലോ. ಯಾರಿಗೆ ಮನೆಯಲ್ಲಿ ಜ್ವರ ಇದ್ರೆ ಅದನ್ನ ಚುಚ್ಬೋದಲ್ಲ. ഒരു പാരസിറ്റമോൾ കിടക്കുമല്ലോ. ನೋಡಿ, ಒಂದು ಪ್ಯಾರಾಸಿಟಮೋಲ್ ಟ್ಯಾಬ್ಲೆಟ್ ಇದೆಯಲ್ಲ, എടുത്ത് പോക്കറ്റ് വെക്കാം. ಅದು ಪಾಕೆಟ್ ಅಲ್ಲಿ ಹಾಕೋಣ. എന്നിട്ട് നമ്മൾ വല്ലതും ചോദിക്കുവാണെങ്കിൽ പറയും, ನಾವು ಕೇಳಿದ್ರೆ ಹೇಳ್ತೇವೆ. അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല, ಅದರಿಂದ ಯಾವ ತಪ್ಪಿಲ್ಲ, വർക്ക് ചെയ്യുന്നവരല്ലേ, ನಾವು ಅಲ್ಲಿ ಕೆಲಸ ಮಾಡುವವರಲ್ವಾ. അത് മോഷ്ടിക്കുകയും ചെയ്തു, ഭോഷ്കും പറഞ്ഞു. ನೋಡಿ, ಅಲ್ಲಿ ಕಳ್ಳತನನೂ ಮಾಡ್ತಾ ಇದೀವಿ, ಸುಳ್ಳು ಹೇಳ್ತಾ ಇದೀವಿ. സത്യം, ಸತ್ಯ. സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്ന്, ಪರಲೋಕ ರಾಜ್ಯ ಸೇರುವುದಿಲ್ಲ ಎಂಬುದಾಗಿ. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാ. ಅದು ಎಲ್ಲ ವಿಷಯದಲ್ಲೂ ಹಾಗೆ. ചർച്ചിൽ ഫാൻ കിടന്ന് വെറുതെ കിടന്ന് ഓടുക. ಚರ್ಚಲ್ಲಿ ಫ್ಯಾನ್ ಸುಮ್ಮನೆ ಅದು ಓಡ್ತಾ ಇದೆ, ആരും കണ്ടില്ലല്ലോ, ಯಾರು ನೋಡ್ತಾ ಇಲ್ಲಲ್ಲ. കറണ്ട് ಬಿಲ್ അടയ്ക്കുന്നത് ಪಾಸ್ಟ್ ಅಲ್ವಾ, ಕರೆಂಟ್ ಬಿಲ್ ಕಟ್ಟೋದು. ഞാൻ പോയേക്കാം, ನಾನು ಹೋಗ್ತೇನೆ. സ്തോത്രം, ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ಎಷ್ಟು ಜನಕ್ಕೆ ಅರ್ಥ ಆಗ್ತಾ ಇದೆ? അടിസ്ഥാനം വേണം, ಅಸ್ಥಿವಾರ ಬೇಕು, ഉണർവിന് അടിസ്ഥാനം വേണം, ಉಜ್ಜೀವನಕ್ಕೆ ಅಸ್ಥಿವಾರ ಬೇಕು, അടിസ്ഥാനത്തിന്റെ പൊങ്ങാവൂ. ಅಸ್ಥಿವಾರದಿಂದ ಎತ್ತಲ್ಪಡಬೇಕು. സ്തോത്രം. ക്രിസ്തീയ ജീവിതം ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളാണ് ഇതൊക്കെ. ಕ್ರೈಸ್ತ ಜೀವಿತದಲ್ಲಿ ಅತಿ ಪ್ರಾಮುಖ್ಯವಾದ ಭಾಗಗಳಾಗಿದೆ. അങ്ങനെ വമ്പ് പറയുന്ന നാവ്, ಹಾಗೆ ಸುಳ್ಳು ಹೇಳುವಂತ ನಾಲಿಗೆ. കുറഞ്ഞ തീ എത്ര വലിയ കാടാ കത്തിക്കുന്നത്. ಸಣ್ಣ ಕಿಚ್ಚು ಎಷ್ಟು ದೊಡ್ಡ ಕಾಡನ್ನು ಉರಿಸ್ತದೆ. ഒരു ചെറിയ വാക്ക് മതി എന്ന്. ಒಂದು ಸಣ್ಣ ಮಾತು ಸಾಕು. പാസ്റ്ററെ, എന്നെ കുറിച്ച് ആ പാസ്റ്റർ ഒരു വാക്ക് പറഞ്ഞു, ನನ್ನ ಕುರಿತು ಆ ಪಾಸ್ಟರ್ ಒಂದು ಮಾತು ಹೇಳಿದ್ರು. ഈ പാസ്റ്റർ ആ പാസ്റ്ററിന്റെ അടുത്തെത്തും, ಈ ಪಾಸ್ಟರ್ ಆ ಪಾಸ್ಟರ್ ಹತ್ರ ಹೋಗ್ತಾರೆ. ഈ പാസ്റ്റർ ആ പാസ്റ്ററിനോട് പറയുന്നത്, ಈ ಪಾಸ್ಟರ್ ಆ ಪಾಸ್ಟರ್ಗೆ ಹೇಳ್ತಾರೆ, ಪಾಸ್ಟ್ರೇ, ബിനോ പാസ്റ്ററിനെ കുറിച്ച് ಬಿನೋ ಪಾಸ್ಟರ್ ആ ಕುರಿತು പാസ്റ്റർ രണ്ട് വാക്ക് പറഞ്ഞു, ಆ ಪಾಸ್ಟರ್ ಎರಡು ಮಾತು ಹೇಳಿದ್ರು. ആ പാസ്റ്റർ ಇನ್ನೊരു പാസ്റ്റർ അടുത്തെത്തും, ಆ ಪಾಸ್ಟರ್ ಇನ್ನೊಬ್ಬ ಪಾಸ್ಟರ್ ಹತ್ರ ആ പാസ്റ്റർ മൂന്ന് വാക്ക് പറഞ്ഞു, ಆ ಪಾಸ್ಟರ್ ಹೇಳ್ತಾರೆ ಮೂರು ಪಾದ ಹೇಳಿದ್ರು. നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ಕೇರಳದಲ್ಲಿ ಒಂದು ಊರು ಮಾತು ಇದೆ. ഒരു സ്ത്രീ ഒന്ന് ഒമിറ്റ് ചെയ്തു, ಒಂದು ಸ್ತ್ರೀ ವಾಮಿಟ್ ಮಾಡಿದ್ರು. ചെറിയൊരു കറുപ്പങ്ങാണ്ട് വന്നതേ ഉള്ളൂ, ಸಣ್ಣ ಒಂದು ಕಪ್ಪು ಕಾರ್ಯಗಳು ಮಾತ್ರ. 10 പേരുടെ ചെവി കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്ക് 10 ಜನರ ಕಿವಿಗೆ ಬಿದ್ದಾಗ അതൊരു കാക്കയായി മാറി. ಅದೊಂದು ಕಾಗೆ ಆಗಿ ಮಾರ್ಪಡ್ತು. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ನಿಮಗೆ ಅರ್ಥ ಆಗ್ತಾ ಇದೆಯಾ? കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. ನೋಡಿ, ಸಣ್ಣ ಕಿಚ್ಚು ಎಷ್ಟು ದೊಡ್ಡ ಕಾಡನ್ನು ಉರಿಸ್ತದೆ. അകത്ത് ഭാര്യയും ഭർത്താവും മക്കളെല്ലാം നേരെ ആയിരിക്കണം. ಮನೆಯಲ್ಲಿ ಗಂಡ ಹೆಂಡತಿ ಮಕ್ಕಳು ಎಲ್ಲ ನೇರವಾಗಿರ್ಬೇಕು. കത്തിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും, ಆ ಕಡೆ ಈ ಕಡೆ ಉರಿಸಬಾರದು. ചർച്ചയിൽ വന്ന ആവശ്യമില്ലാതെ കത്തിക്കരുത്. ಸಭೆಯಲ್ಲಿ ಅವಶ್ಯಕತೆ ಇಲ್ಲದೆ ಉರಿಸಬಾರದು. സന്നിധി കത്തിക്കാൻ നിൽക്കരുത്. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಉರಿಸೋದಕ್ಕೆ ನಿಲ್ಲಬಾರದು. തന്നിരിക്കുന്ന നാവ് അന്യഭാഷ പറയാനുള്ളതാണ്. ನಿನ್ನ ನಾಲಿಗೆ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿರುವ ನಾಲಿಗೆ. അഭിഷേകം നിറയാനുള്ളതാണ്. ನಿನಗೆ ಅಭಿಷೇಕ ಕೊಡುವ ನಾಲಿಗೆ. നിന്റെ ഗഹന സ്പിരിറ്റ് ഇന്നത്തോളം മാറിപ്പോകണം. ನಿನ್ನಲ್ಲಿ ಗಹನ ಆತ್ಮ ಇವತ್ತಿಂದ ನೀಗೆ ಹೋಗ್ಬೇಕು. തീ കത്തണം. ಪರಲೋಕದ ಬೆಂಕಿ ಉರಿಬೇಕು. ಆಮೆನ್. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. Jesus. Glory to God. കത്തിക്കാൻ നിൽക്കരുത് ആവശ്യമില്ലാതെ. ಅವಶ್ಯಕತೆ ಇಲ್ಲದೆ ಉರಿಸೋದಕ್ಕೆ ನಿಲ್ಲಬಾರದು. ആവശ്യമില്ലാതെ അന്യായ അഗ്നി കത്തിക്കാൻ നിന്നു. ನೋಡಿ, ಏಲಿಯನ ಮಕ್ಕಳು ಅವಶ್ಯಕತೆ ಇಲ್ಲದೆ ಬೇಡದವಾದ ಬೆಂಕಿಯನ್ನು ಉರಿಸಿದ್ರು. ജീവനോടെ സന്നിധി നിന്ന് നിൽക്കാൻ ഒത്തിട്ടില്ല. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಅವ್ರಿಗೆ ನಿಲ್ಲಕ್ಕಾಗ್ಲಿಲ್ಲ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ನಾನು ನಂಬುವ ಒಂದು ಕಾರ್ಯ ಇದೆ. ആവശ്യമില്ലാതെ ആരെങ്കിലുമൊക്കെ സഭയ്ക്ക് നേരെ എന്തെങ്കിലുമൊക്കെ തൊടുത്തു വിട്ടാ, ಅವಶ್ಯಕತೆ ಇಲ್ಲದೆ ಸಭೆಗೆ ವಿರೋಧವಾಗಿ ಏನಾದ್ರು ಹೇಳಿದ್ರೆ 2 ವರ್ಷ ಸಭೆ കാണത്തുള്ളൂ. ಅವ್ರು ಮತ್ತೆ 2 ಸಾರಿ ಮಾತ್ರ ಸಭೆಯಲ್ಲಿ ಇರೋದು. അവൻ അറിഞ്ഞിട്ട് മനഃപൂർവ്വം പാപം ചെയ്താൽ, ಅವ್ರು ತಿಳಿದು ಮತ್ತೆ ಪಾಪ ಮಾಡಿದ್ರೆ, യേശു കർത്താവ സഭയെ പണിയുന്നത്, ಯೇಸು ಕರ್ತನಾಗಿದ್ದಾನೆ ಸಭೆ ಕಟ್ಟೋದು. പാതാള ഗോപുരത്തിന് ജയിക്കാൻ കർത്താവ് വിടത്തില്ല. ಪಾತಾಳದ ಗೋಪುರ ಶಕ್ತಿ ಬೆಳೆಯುವುದಕ್ಕೆ ದೇವರು ಅನುಮತಿಸೋದಿಲ್ಲ. ഗഹന സ്പിരിറ്റ് എഴുന്നേറ്റ് വന്നാലും, ಎಂತ ಗಹನ ಶಕ್ತಿ ಎದ್ದು ಬಂದ್ರು അതിന്റെ മീതെ ಅದರ ಮೇಲೆ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകും. ಪವಿತ್ರಾತ್ಮನ ಕ್ರಿಯೆ ಸಂಭವಿಸುತ್ತದೆ. അത് ഉറപ്പ് തന്നെയാണ്. ಅದು ದೃಢವಾಗಿರುತ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് തീ കത്തിക്കരുത്, ആവശ്യമില്ലാത്ത തീ കത്തിക്കരുത്. ಅದರಿಂದ ಅವಶ್ಯಕತೆ ಇಲ್ಲದಿರುವಂತ ಬೆಂಕಿಯನ್ನು ಹಚ್ಚಬಾರದು. 6ാമത്തെ വാക്യം 3:6. 3:6ನೇ ವಾಕ್ಯ. പരസ്യമായി നിൽക്കുന്ന ക്രിസ്തുവിൽ നമ്മൾ എത്തണം. ನೋಡಿ, ಬಹಿರಂಗವಾಗಿರುವಂತ ಕ್ರಿಸ್ತನಲ್ಲಿ ನಾವು ಬರಬೇಕು. നാവ് ഒരു തീ തന്നെ. ನಾಲಿಗೆ ಒಂದು ಬೆಂಕಿ ಆಗಿದೆ. ನಾಲಿಗೆ ഒരു തീ തന്നെ, ಒಂದು ಕಿಚ್ಚಾಗಿದೆ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ, ಅದು ನಮ್ಮ ಅಂಗಗಳ ಜೊತೆ ನಡುವೆ നീതിയുടെ ലോകമായി
ಅಧರ್ಮದ ಲೋಕರೂಪವಾಗಿ ദേഹത്തെ മുഴുവനും മലിനമാക്കും. ದೇಹವನ್ನ ಕೆಡಿಸ್ತದೆ. നമ്മുടെ ഉള്ള ലൈഫിന് മൊത്തം തീ കൊളുത്തും. ನಮ್ಮ ಜೀವಿತಕ್ಕೆ ನಾವು ಬೆಂಕಿ ಇಡುತ್ತೇವೆ. ആവശ്യമില്ലാത്ത നാവ നമ്മളിൽ ഉണ്ടെങ്കിൽ, ಅವಶ್ಯಕತೆ ಇಲ್ಲದ ನಾಲಿಗೆ ನಮ್ಮಲ್ಲಿ ಇರುವುದಾದ್ರೆ, 70 ವಯಸ್സ് വരെയാണോ ജീവിക്കുന്നത്? ನಾವು 70 ವರ್ಷ ಬದುಕಿದ್ದೇವೋ 70 വയസ്സ് വരെയും ಆ 70 ವರ್ಷದವರೆಗೂ കത്തിച്ച് കത്തിച്ച് കത്തിച്ചു കൊണ്ടിരിക്കും. ಉರಿಸುತ್ತಾ ಇರುತ್ತೇವೆ. നരകത്തിലെത്തി. ನರಕದ ಬೆಂಕಿ. ദൈവഹിതമില്ലാത്തൊരു ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ, ದೇವರ ಚಿತ್ತ ಇಲ್ಲದ ಹೆಂಡತಿ ಜೊತೆಲಿದ್ರೆ ആ കുടുംബം 70-80 വയസ്സ് വരെ കത്തിക്കൊണ്ടിരിക്കും. ಆ ಕುಟುಂಬ 70-80 ವರ್ಷ ಅದು ಉರಿತಾನೇ ಇರುತ್ತದೆ. ദൈവഹിതമില്ലാത്ത ഭർത്താവ് ഉള്ളെങ്കിൽ, ದೇವರ ಚಿತ್ತವಿಲ್ಲದ ಗಂಡ ಇದ್ರೆ 70 ವಯಸ್സ് വരെയും കത്തും. ಆ 70 ವರ್ಷ ಉರಿತಾ ಇರ್ತದೆ. നരകത്തിലെ തീ തന്നെ കത്തിക്കും. ನರಕದ ಬೆಂಕಿಯೇ ಉರಿತಾ ಇರ್ತದೆ. മനസ്സിലാകുന്നുണ്ടോ ഇതൊക്കെ? ಅರ್ಥವಾಗ್ತಾ ಇದೆಯೋ? സ്തോത്രം. ಸ್ತೋತ್ರ. ആമേൻ പറയാൻ കഴിയുമോ ഇതൊക്കെ? ಆಮೇಲೆ ಹೇಳಕ್ಕಾಗ್ತದ? ജീവചക്രത്തിന് തീ കൊളുത്തുന്നെന്ന്. ಜೀವ ಚಕ್ರಕ್ಕೆ ಬೆಂಕಿ ಕೊಡ್ತಾ ಇದ್ದಾನೆ. സൂക്ഷിക്കണം ഇന്ന് മുതൽ നമ്മൾ. ಇವತ್ತಿಂದ ನಾವು ಎಚ್ಚರವಾಗಿರ್ಬೇಕು. നരകത്തിലെ തീ അല്ല നാവിലെടുക്കേണ്ടത്. ನರಕದ ಬೆಂಕಿ ಎಲ್ಲ ನಾಲಿಗೆಯಲ್ಲಿ ಬರಬೇಕಾಗಿರುತ್ತೆ. ചക്രത്തിന് മുഴുവൻ നരകത്തിലെ തീ കത്തിക്കാൻ നിൽക്കരുത്. ಜೀವಿತದ ಚಕ್ರಕ್ಕೆ ನರಕದ ಬೆಂಕಿ ಉರಿಸಬಾರದು. ദോഷ്കു പറയുന്ന നാവ്, ಸುಳ್ಳು ಹೇಳುವ ನಾಲಿಗೆ, ആ കള്ളം പറയുന്ന നാവ്, ಸುಳ್ಳು ಹೇಳುವ ನಾಲಿಗೆ, ആമേൻ മോഷ്ടിക്കുന്നത്, ಕದಿಯುವಂತದು, നിസ്സാര എന്ന് പറയുന്നത്, ನೀಚ ಎಂಬುದಾಗಿ ಹೇಳುವ, മൂഢ എന്ന് പറയുന്നത്, ಮೂರ್ಖ ಎಂಬುದಳು, ഒരുവനെ ഒടുക്കിക്കളയുന്നത്, ಒಬ್ಬನ ನಾಶ ಮಾಡುವಂತದ್ದು, വമ്പ് പറയുന്നത്, ಸುಳ್ಳು ಹೇಳುವಂತದ್ದು, കുറ്റം പറയുന്നത്, ದೂರ ಹೇಳುವಂತದ್ದು, വിധിക്കുന്നത്, ವಿಧಿಸುವಂತದ್ದು, ആമേൻ സർപ്പസന്തതിയുടെ മനോഭാവം കാണിക്കുന്നത്, ಸರ್ಪ ಸಂತತಿಯ ಮನೋಭಾವ ತೋರಿಸುವಂತದ್ದು. ഗഗനയുടെ സ്പിരിറ്റ് നാവിൽ ഉണ്ടാകരുത്. ಈ ರೀತಿಯಾದ ಗಹನ ಆತ್ಮ ನಿನ್ನ ನಾಲಿಗೆಯಲ್ಲಿ ಇರಬಾರದು. അത് നമ്മുടെ ജീവിതത്തെ മുഴുവനും നരകത്തിലെ തീ കൊണ്ട് കത്തും. ಅದು ನಮ್ಮ ಜೀವಿತವನ್ನ ನರಕದ ಬೆಂಕಿಯಿಂದ ಹುರಿಯುತ್ತದೆ. ഒരു 5 വാക്യം കൂടെ ഉണ്ട്, അതും കൂടെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് പോവാം. ಒಂದು 5 ವಾಕ್ಯ ಇದೆ, ಅದನ್ನು ಗಮನಿಸಿ ಹೋಗೋಣ. ആമേൻ ആമേൻ. സദൃശ്യവാക്യം 16:25 പ്രോവേബ്സ്. ಜ್ಞಾನೋಕ್ತಿಗಳು 16:25. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വയെ തോന്നുന്നു, ಮನುಷ್ಯ ದೃಷ್ಟಿಗೆ ಸರಳವಾಗಿ ತೋರುವ ಒಂದು ದಾರಿ ಉಂಟು, സ്ഥാനമോ മരണമത്രേ. ಅದರ ಕಟ್ಟ ಕಡೆಗೆ ಅದು ಮರಣ ಮಾರ್ಗವೇ. ഒരുവന്റെ ജീവചക്രത്തിന് മുഴുവനും നരകത്തിലെ തീ വരുന്നതിന്റെ എക്സാമ്പിൾസ് ആണിത്. ನೋಡಿ, ಒಬ್ಬ ಜೀವನ ಚಕ್ರದಲ್ಲಿ ಬರುವಂತ ಬೆಂಕಿ ಅದರ ಉದಾಹರಣೆಯಾಗಿದೆ ಇದು. ഇവന്റെ നാവിൽ ഗഹനയുടെ സ്പിരിറ്റാ ഉള്ളെങ്കിൽ, ಇವನ ನಾಲಿಗೆಯಲ್ಲಿ ಗಹನದ ಆತ್ಮ ಇರುವುದಾದ್ರೆ, ഇവന്റെ പോകുന്ന വഴിയുടെ അവസാനം എല്ലാം മരണമായിരിക്കും. ಇವನು ಹೋಗುವ ಮಾರ್ಗದ ಕಡೆ ಭಾಗ ಅದು ಮರಣವಾಗಿರ್ತದೆ. ജോലിക്ക് പോയാൽ തോറ്റു, ಕೆಲಸಕ್ಕೆ ಹೋದ್ರೆ ಸೋತು ಹೋಗ್ತಾನೆ, എക്സാമിന് പോയി തോറ്റു, ಎಕ್ಸಾಮಿಗೆ ಹೋದ್ರೆ ಪರೀಕ್ಷೆಗೆ ಹೋದ್ರೆ ಸೋತು ಹೋಗ್ತಾನೆ, ഒന്ന് കാലൊഴിച്ചാൽ തീർന്നു പോകും. ಯಾವ್ದಕ್ಕಾದ್ರೂ ಕಾಲಿಟ್ರೆ ಸೋತು ಹೋಗ್ತಾನೆ. ഈ സ്പിരിറ്റ് ഉള്ളത് കൊണ്ടാ. ಈ ಆತ್ಮ ಇರೋದ್ರಿಂದ, കാരണം അവൻ ചെല്ലുന്ന വഴിയുടെ അവസാനം മരണേ കാണുന്നു. ನೋಡಿ, ಅವನು ಮಾಡುವಂತ ಎಲ್ಲರ ಕೊನೆ ಮರಣ ಕಾಣುತ್ತದೆ. അവന്റെ ലൈഫിൽ ഒരു ഉദ്ധാരണം ഉണ്ടാകുന്നില്ല. ಅವನ ಜೀವಿತದಲ್ಲಿ ಒಂದು ಉದಾಹರಣೆ ಅಭಿವೃದ್ಧಿ ಕಾಣ್ತಾ ಇಲ್ಲ. എന്തുകൊണ്ടായത്? ಕಾರಣ ಏನು? നാവ് സൂക്ഷിക്കാത്തത്. ನಾಲಿಗೆಯನ್ನ ಕಾಯದೇ ಇದ್ದದ್ರಿಂದ. 26ാമത്തെ വാക്യം. 26ನೇ ವಾಕ್ಯ. പണിക്കാരൻ തന്റെ വിശപ്പ് കൊണ്ടാ പണിയുന്നത്. ದುಡಿಯುವವನಿಗೆ ಅವನ ಹೊಟ್ಟೆಯೇ ದುಡಿಯುವುದು. അവന് വിശക്കുന്നത് കൊണ്ട് അവന്റെ വായ് അതിനായി അവനെ നിർബന്ധിക്കുന്നു. ಅವನು ದುಡಿಯಲಿಕ್ಕೆ ಅವನ ಬಾಯಿಯೇ ಒತ್ತಾಯ ಮಾಡುವುದು. കൂലി കൊടുക്കുന്നതിന്റെ നിയമം എന്താണെന്നറിയാമോ? ಕೂಲಿ ಕೊಡುವುದರ ನಿಯಮ ಏನ್ ಗೊತ್ತಾ? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ಕೂಲಿ കൊടുക്കണമെന്ന ബൈബിളിന്റെ നിയമം. ನೋಡಿ, ಸೂರ್ಯ ಮುಳುಗುವುದಕ್ಕಿಂತ ಮೊದಲು ಅವನ ಕೂಲಿ ಕೊಟ್ಟಿರಬೇಕೆಂಬುದಾಗಿ ಬೈಬಲ್ ಕಲಿಸ್ತದೆ. നമുക്ക് മാസത്തിലാണല്ലോ സാലറി കിട്ടുന്നത്. ನಮಗೆ ತಿಂಗಳಿಗೆ ಒಮ್ಮೆ ಅಲ್ವಾ ಸಂಬಳ ಸಿಗ್ಬೋದು? എന്തോ ചെയ്യാനാ? ಅದು ಏನ್ ಮಾಡ್ಲಿಕ್ಕಾಗುತ್ತದೆ? ഗവൺമെന്റ് നിയമം അങ്ങനെയാണല്ലോ, ಅದು ಸರ್ಕಾರದ ನಿಯಮ ಹಾಗೆ ಅಲ್ವಾ? സ്തോത്രം. പക്ഷേ എനിക്ക് വിശപ്പുണ്ട്. ನನಗೆ ಈಗ ಹಸಿವೆ ಇದೆ. വിശപ്പുള്ളത് കൊണ്ട് ಹಸಿವೆ ಇರೋದ್ರಿಂದ ജോലി ചെയ്യുന്നു. ನಾನು ಕೆಲಸ ಮಾಡ್ತೇನೆ. സ്തോത്രം. എനിക്ക് വിശപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ನನಗೆ ಹಸಿವೆ ಇರೋದ್ರಿಂದ ನಾನು ಕೆಲಸ ಮಾಡ್ತೇನೆ. ആരെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരെ കണ്ട് നമ്മൾ അസൂയപ്പെടരുത്. ಯಾರಾದ್ರೂ ಕೆಲಸ ಮಾಡುವವರನ್ನು ನೋಡಿ ಹೊಟ್ಟೆ ಕಿಚ್ಚು ಪಡಬಾರ್ದು. ഇവൻ എപ്പോഴും ഭയങ്കര പ്രാർത്ഥനയാണല്ലോ, ಇವನು ಯಾವಾಗ್ಲೂ ಪ್ರಾರ್ಥಿಸ್ತಾ ಇರ್ತಾನಲ್ಲ, എന്തൊരു ഭയങ്കര ആരാധനയാണല്ലോ, ಇವನು ಎಷ್ಟು ಆರಾಧನೆ ಅಲ್ವಾ, ഇത്രയും ജോലി ചെയ്താ പോരെ, ಇವನಿಗೆ ಎಷ್ಟು ಕೆಲಸ ಮಾಡೋ ಸಾಲ, ആവശ്യമുള്ള ജോലി ചെയ്താ പോരെ, ಅವಶ್ಯಕತೆ ಇರೋ ಕೆಲಸ ಮಾಡೋ ಸಾಕಲ್ಲ, പറയാൻ നിൽക്കരുത്. ಹಾಗೆ ಹೇಳೋದಕ್ಕೆ ನಿಲ್ಬಾರ್ದು. ചെയ്തിട്ട് ആരോഗ്യമുള്ളതുകൊണ്ടാ ചെയ്യുന്നത്. ನೋಡಿ, ಆರೋಗ್ಯ ಇರೋದ್ರಿಂದ ಅವ್ರು ಮಾಡ್ತಾ ಇರೋದು ಮಾಡ್ಲಿ. കൃപയുള്ളതുകൊണ്ടാ പ്രാർത്ഥിക്കുന്നത്. ಕೃಪೆ ಇರೋದ್ರಿಂದ ಪ್ರಾರ್ಥಿಸ್ತಾ ಇರೋದು. ചാടി ആരാധിക്കാൻ കൃപയുള്ളതുകൊണ്ടാ തുള്ളി ചാടുന്നത്. ನೃತ್ಯವಾಡಿ ಆರಾಧಿಸೋದಕ್ಕೆ ಕೃಪೆ ಇರೋದ್ರಿಂದ ಆರಾಧಿಸ್ತಾ ಇರೋದು. ആർപ്പിടുന്നത് കൃപയുള്ളത് കൊണ്ടാണെന്ന്. ಅವ್ರು ಆರ್ಭಟಿಸೋದು ಕೃಪೆ ಇರೋದ್ರಿಂದ. അവന്റെ അതിനായി അവനെ നിർബന്ധിക്കുക. ಅವರಿಗೆ ಅವನ ಬಾಯಿ ಅದಕ್ಕಾಗಿ ಒತ್ತಾಯ ಮಾಡ್ತಾ ಇದೆ. അതേ കയറി നമ്മൾ വിധിക്കാൻ ആരുമല്ല. ಅದರ ಮಧ್ಯದಲ್ಲಿ ಹೋಗಿ ನಾವು ತೀರ್ಪು ಮಾಡೋದಕ್ಕೆ ನಾವು ಯಾರೂ ಅಲ್ಲ. 27ാമത്തെ വാക്യം. 27ನೇ ವಾಕ್ಯ. നിസ്സാര മനുഷ്യൻ ನೀಚನು തന്റെ തിന്മ തന്റെ കാലിന്റെ ചവിട്ടിൽ ഒരു കുഴി കുഴിച്ചിടും. ತನ್ನ ಕಾಲ ಕೆಳಗೆ ಒಂದು ಗುಂಡಿಯನ್ನು ತೋಡಿ ಹಾಕುತ್ತಾನೆ. അവന്റെ ആദരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. ಅವನ ತುಟಿಯಲ್ಲಿ ಹುರಿಯುವ ಬೆಂಕಿ ಇದೆ. കണ്ടിട്ടുണ്ടോ ഈ ദുഷ്ട മനുഷ്യന്മാർ ചെയ്യുന്നത്? ನೀಚನು ಮಾಡುವುದು ಗೊತ್ತಾ? ഇവന്റെ കാലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു കുഴി കുഴിക്കും. ಅವನ ಕಾಲ ಕೆಳಗೆ ಒಂದು ಕುಣಿಯನ್ನು ತೋಡ್ತಾನೆ. തിന്മ കുഴിച്ചിടും. ಅಲ್ಲಿ ಕೇಡನ್ನ
ತೋಡಿ ಹಾಕ್ತಾನೆ. ഇവന്റെ അധരങ്ങളിൽ കത്തുന്ന തീയാ ഉള്ളത്. ಅವನ ತುಟಿಯಲ್ಲಿ ಬೆಂಕಿ ಹುರಿಯುತ್ತದೆ. ആരെങ്കിലും ഒന്ന് വന്നാൽ മതി, ಯಾರಾದ್ರೂ ಬಂದ್ರೆ ಸಾಕು, ഉടനെ തിമ്മ കുഴിച്ചെടുക്കും, ಆ ಕೇಡನ್ನ ಆತನು ಹಗಿದು ತೆಗೆದುಕೊಳ್ತಾನೆ, ആവശ്യമില്ലാത്തത് കത്തിച്ചു വിടും. ಅವಶ್ಯಕತೆ ಇಲ್ಲದ ಇದನ್ನ ಉರಿಸ್ತಾನೆ. ചിലടത്തൊക്കെ സംസാരിച്ച് നോക്കണം, ಕೆಲವು ಕಡೆ ಹೋಗಿ ಮಾತನಾಡಬೇಕು, ನೋಡ್ಬೇಕು. ഉള്ള ആത്മീയ ജീവിതം കൂടെ തകർത്ത് കളയും. ನಮ್ಮ ಇರುವಂತ ಆತ್ಮಿಕ ಜೀವಿತವನ್ನೇ ಹಾಳು ಮಾಡ್ತದೆ. ഒരു ചിലപ്പോൾ 40 ദിവസമൊക്കെ ഉപവാസം ഇരുന്ന് ഓരോരുത്തർ കയറി ഇങ്ങോട്ട് വരും. ಕೆಲವು ಸಂದರ್ಭ 40 ದಿನ ಉಪವಾಸ ಮಾಡಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಬಂದಿರ್ತಾರೆ. ഈ തിന്മ കുഴിച്ചിട്ടവന്റെ ഒക്കെ അടുത്ത് തന്നെ ಈ ಕೇಡನ್ನ ಊತು ಹಾಕಿದವನ ಹತ್ರ ಹೋದ್ರೆ 40 ഒന്നും എടുക്കണ്ടായിരുന്നു, ಈ 40 ಏನು ಮಾಡೋ ಅವಶ್ಯಕತೆ ಇರಲಿಲ್ಲ. ശരീരമൊക്കെ സൂക്ഷിക്കണേ, ಶರೀರವನ್ನೆಲ್ಲ ಕಾಪಾಡ್ಕೊಳ್ಬೇಕು. കൊറോണ അല്ലയോ, ಕೊರೋನಾ ಅಲ್ವಾ, ഇമ്മ്യൂണിറ്റി പവർ വേണ്ടേ, ರೋಗ ನಿರೋಧಕ ಶಕ್ತಿ ಬೇಕಲ್ವಾ. അപ്പഴാ 40 എടുത്ത് വെറുതെ ആയോ, ಅಯ್ಯೋ 40 ದಿನ ಉಪವಾಸ ಮಾಡಿದ ಸುಮ್ಮನೆ ಆಯ್ತಲ್ಲ. ആവശ്യമില്ലാതെ കത്തിച്ചു വിടുക. ಅವಶ್ಯಕತೆ ಇಲ್ಲದನ್ನ ಉರಿಸ್ತಾ ಇರೋದು. കാരണം അവന്റെ കാലിനടി മൊത്തം തിന്മയേ ഉള്ളൂ. ಕಾರಣ ಅವನ ಕಾಲ ಕೆಳಗಡೆ ಯಾವಾಗ್ಲೂ ಕೇಡೆ. പക്ഷെ വിശുദ്ധന്മാരെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത്, ಆದ್ರೆ ಪರಿಶುದ್ಧರ ಕುರಿತು ವಾಕ್ಯ ಕಲಿಸುವಂತದ್ದು, നിന്റെ കാല് ನಿನ್ನ ಕಾಲು ക്രിസ്തു എന്ന പാറമേൽ നിൽക്കണം. ಕ್ರಿಸ್ತನೆಂಬ ಬಂಡೆ ಮೇಲೆ ನಿಲ್ಲಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നീ കുഴി കുഴിച്ചെടുക്കുന്നത് നീതിയായിരിക്കണം. ನೀನು ಗುಂಡಿ ಅಗದು ತೆಗೆದುಕೊಳ್ಳುವಂತದ್ದು ನೀತಿಯಾಗಿರಬೇಕು. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു. ನಂಬಿಕಸ್ತಿಕೆ ಭೂಮಿಯಿಂದ ಚಿಗುರುತ್ತದೆ. അറിയാമോ വാക്യം? ಆ ವಾಕ್ಯ ಗೊತ್ತಿದೆಯಾ? വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു. ನಂಬಿಗಸ್ತಿಕೆ ಭೂಮಿಯಿಂದ ಚಿಗುರುತ್ತದೆ. നീ തിന്മയല്ല കുഴിച്ചെടുക്കേണ്ടത്, ನೀನು ಕೇಡನ್ನಲ್ಲ ಅಗಿಯಬೇಕಾಗಿರೋದು, നീ കുഴിച്ചെടുക്കുന്നത് വിശ്വസ്തതയായിരിക്കണം. ನೀನು ಅಗಿಯುವಂತದ್ದು ಆ ನಂಬಿಗಸ್ತಿಕೆ ಆಗಿರಬೇಕು. കാല് പാറമേൽ നിൽക്കണം. ನಿನ್ನ ಕಾಲು ಬಂಡೆ ಮೇಲೆ ನಿಲ್ಲಬೇಕು. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. 28ാമത്തെ വാക്യം, 28ನೇ ವಾಕ್ಯ, വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കും. ತುಂಟನು ಜಗಳ ಬಿತ್ತುತ್ತಾನೆ. വഴക്കുണ്ടാക്കുന്ന ആരെങ്കിലും നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ, ಜಗಳ ಮಾಡುವವರು ಯಾರಾದ್ರೂ ನಮ್ಮಲ್ಲಿ ಇದ್ರೆ വേറെ ഒന്നും പറയണ്ട, ಬೇರೆ ಏನು ಹೇಳೋದು ಬೇಡ. വക്രതയുള്ളതുകൊണ്ടാ. ಅದು ತುಂಟನಾಗಿದ್ದರಿಂದ. ആര് വഴക്കുണ്ടാക്കിയാലും വക്രതയുണ്ട്. ಯಾರು ಜಗಳ ಮಾಡಿದ್ರು ಅವನಲ್ಲಿ ತುಂಟನಾಗಿರ್ತಾನೆ. ബൈബിൾ അതന്നെ പഠിപ്പിക്കുന്നത്. ಬೈಬಲ್ ಅದನ್ನೇ ಹೇಳುತ್ತದೆ. നിങ്ങളൊക്കെ ചിരിക്കുന്ന കണ്ടിട്ട് നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഹല്ലേലൂയ ನೀವು ನಗಾಡೋದು ನೋಡಿದ್ರೆ ನಿಮ್ಮ ಕುಟುಂಬದಲ್ಲಿ സൂക്ഷിക്കുക, ಎಚ್ಚರವಾಗಿರಿ. വക്രത ഉണ്ടാവരുത്. ತುಂಟನಾಗಿರಬಾರದು. ഫാമിലി ലൈഫിൽ വക്രത ഉണ്ടാകരുത്. ನಿಮ್ಮ ಕುಟುಂಬ ಜೀವಿತದಲ್ಲಿ ತುಂಟತನ ಇರಬಾರದು. കാര്യം സീരിയസ് ആയത്. ಇದು ಬಹಳ ಗಂಭೀರವಾದ ವಿಷಯ. അവന്റെ കൽപ്പനകൾ ലഘുവും ഭാരം കുറഞ്ഞവയാണ്. ಅವನ ಆಜ್ಞೆಗಳು ಸರಳವಾದದ್ದು, ಮೃದುವಾದದ್ದು. പക്ഷേ പഴയ നിയമത്തിൽ ചെയ്താലേ ഉള്ളു പാപം. ಆದ್ರೆ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಮಾಡಿದ್ರೆ ಮಾತ್ರ ಪಾಪ. നോക്കിയാലേ പാപമാകുന്ന കാര്യമാണ്. ಇದು ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನೋಡಿದ್ರೆ ಪಾಪವಾಗ್ತದೆ. ഭയങ്കര ಸೀರಿಯಸ್ ಆയിട്ടുള്ള കാര്യം ഇത്. ಇದು ಬಹಳ ಗಂಭೀರವಾದಂತ ವಿಷಯವಾಗಿದೆ. ഉണ്ടാക്കുന്ന മനോഭാവം ഉണ്ടെങ്കിൽ, ಜಗಳ ಮಾಡುವಂತ ಮನೋಭಾವ ಇದ್ರೆ വക്രത ഒളിഞ്ഞു കിടപ്പുണ്ട്. ಎಲ್ಲೋ ತುಂಟತನ ಇದೆ. അടുത്ത വാക്യം, ಮುಂದಿನ ವಾಕ್ಯ, ഏഷ്ണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ಚಾಡಿಗೋರನು ಮಿತ್ರರನ್ನು ಅಗಲಿಸುತ್ತಾನೆ. യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ಕರ್ತರು ಕಲಿಸುವ ವಾಕ್ಯ, എന്നോട് കൂടെ ചേരാത്തവനെല്ലാം ചിതറിക്കുന്നെന്ന്. ನನ್ನೊಂದಿಗೆ ಸೇರದೇ ಇರುವವನನ್ನ ಚದುರಿಸಿ ಬಿಡ್ತಾನೆ. കർത്താവിന്റെ അഭിഷേകത്തിന് ഒരു ആജ്ഞ പുറപ്പെടുവിച്ച്, എന്തെങ്കിലും ഒരു നിയമനം പുറപ്പെടുവിച്ച്, ಕರ್ತನ ಸೇವಕ ಅಭಿಷೇಕ್ತನು ಒಂದು ನಿಯಮವನ್ನು ಹೇಳಿದ್ರೆ അതനുസരിച്ച് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന റൂൾസ്. ಅದಕ್ಕೆ ವಿಧೇಯನಾಗಿ ಅದರ ಜೊತೆಯಲ್ಲಿ ನಿಲ್ಲಬೇಕೆಂಬುದು ಸತ್ಯವೇದ ಕಲಿಸ್ತದೆ. അതിന് ഓപ്പോസിറ്റ് കാര്യം പറയാനല്ല. ಅದಕ್ಕೆ ವಿರೋಧವಾದ ಕಾರ್ಯ ಹೇಳೋದಕ್ಕಲ್ಲ. അടുത്ത് പത്രോസ് എത്തിയപ്പോൾ ಯೇಸುವಿನ ಬಳಿಗೆ ಪೇತ್ರನು ಬಂದಾಗ യേശു ക്രൂശിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ಯೇಸು ಶಿಲುಬೆಗೆ ಹಾಕುವಂತ ಕಾರ್ಯಗಳನ್ನು ಹೇಳ್ತಿದ್ದಾನೆ. പത്രോസ് തിരിച്ച് പഠിപ്പിക്കാൻ ചെല്ലുക. ಈಗ ಪೇತ್ರ ತಿರುಗಿ ಯೇಸುವಿಗೆ ಕಲಿಸಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾನೆ. യേശു അങ്ങനെയൊന്നും ഉണ്ടാകരുത്. ಯೇಸುವಿಗೆ ಆತರ ಯಾವುದು ಸಂಭವಿಸಬಾರದು. യേശു പറയുന്ന കാര്യം എന്തുവാ? ಯೇಸು ಹೇಳುವ ಕಾರ್ಯ ಏನು? ಸೈತಾನನೇ ಬಿಟ್ಟು ಹೋಗು. ഗുരുവിനെ പഠിപ്പിക്കാൻ നിൽക്കുന്ന ശിഷ്യ, ಗುರುವನ್ನ ಕಲಿಸಲಿಕ್ಕೆ ನಿಲ್ಲುವಂತ ಶಿಷ್ಯ. നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം? ನಿಮಗೆ ಅರ್ಥವಾಯ್ತಾ ಕಾರ್ಯ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നിൽക്കുക, അങ്ങനെയൊന്നും ഉണ്ടാകരുത്. ಹಾಗೆ ಯಾವುದು ಸಂಭವಿಸಬಾರದು. വിട്ടു പോ സാത്താനെ. ಬಿಟ್ಟು ಹೋಗು ಸಾತಾನೆ. സ്തോത്രം. ಸ್ತೋತ್ರ. നമ്മൾ എവിടെ നിൽക്കുന്നു ഇപ്പം? ನಾವು ಈಗ ಎಲ್ಲಿ ನಿಂತಿದ್ದೇವೆ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ಇಲ್ಲಿ ಬಂದಾಗ ഏഷ്ണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ನೋಡಿ, ಚಾಡಿಗೋರನು ಮಿತ್ರರನ್ನು ಅಗಲಿಸುತ್ತಾನೆ. സഹോദരങ്ങളെ തമ്മിൽ ചിതറിക്കുന്ന സ്പിരിറ്റ് ഗഹന സ്പിരിറ്റ് ആണ്. ನೋಡಿ, ಸಹೋದರನ ಅಗಲಿಸುವಂತ ಆತ್ಮ ಅದು ಗಹನ ಆತ್ಮವಾಗಿದೆ. കണ്ണടയ്ക്കുന്നവൻ വക്രത കാണിക്കുന്നു. ಕಣ್ಣು ಮುಚ್ಚುವವನು ವಕ್ರತೆಯನ್ನು ತೋರಿಸುತ್ತಾನೆ. ഈ പാസ്റ്റർ ഇപ്പോൾ ഇവിടെ നിൽക്കുക. ಪಾಸ್ಟರ್ ಇಲ್ಲಿ ನಿಂತಿದ್ದಾರೆ, പാസ്റ്റർ അവിടെ നിൽക്കുക. ಆ ಪಾಸ್ಟರ್ ಅಲ್ಲಿ ನಿಂತಿದ್ದಾರೆ. മൂന്നുപേര് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ನಾವು 3 ಜನ ಮಾತನಾಡ್ತಿರುವಾಗ, ഇന്ന് വൈകിട്ട് നമ്മൾ ഒരുമിച്ച് കാണണം. ಪಾಸ್ಟರ್ ನಾವು ಇವತ್ತು ಸಂಜೆ ನಾವು ಒಟ್ಟಾಗಿ ಕಾಣಬೇಕು. ಈ ಪಾಸ್ಟರ್ ಹೇಳಿದ್ರು ಸರಿ, ಆ ಪಾಸ್ಟರ್ ಸರಿ ಹೇಳಿದ್ರು. ഈ പാസ്റ്ററിനെ പുറകിന്ന് പറയുക, ನಾನು ಈ ಪಾಸ್ಟರ್ ಹಿಂದೆ ನಿಂತ ಹೇಳ್ತೇನೆ, കണ്ണും കൊണ്ട് നാളെ കാണാന്ന്. ಕಣ್ಣಿನಿಂದ ನಾಳೆ ನೋಡೋಣ ಎಂಬುದಾಗಿ. മനസ്സിലായോ ഇത്? ಅರ್ಥವಾಯ್ತಾ? കണ്ണും കൊണ്ട് ആംഗ്യം കാണിക്കുക, ಕಣ್ಣಿನಿಂದ ತೋರಿಸುವಂಥದ್ದು.
സ്തോത്രം. ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട് ഈ കാര്യം? ಎಷ್ಟು ಜನರಿಗೆ ಅರ್ಥವಾಗ್ತಾ ಇದೆ? കണ്ണും കൊണ്ട് ആംഗ്യം കാണിക്കരുത് ആരും. ಕಣ್ಣಿನಿಂದ ಸನ್ನೆ ಯಾರನ್ನು ಮಾಡಬಾರದು. ദൈവസന്നിധി അത് നീതിയല്ല. ಅದು ದೇವರ ಸನ್ಮುಖದಲ್ಲಿ ನೀತಿಯಲ್ಲ. കടിക്കുന്നവൻ ദോഷം നിരൂപിക്കുന്നു. വപ്പ് കടിക്കുന്നവൻ, ತುಟಿಯನ್ನ ಮಡಿಸಿಕೊಳ್ಳುವನು ಕೇಡನ್ನ ಸಾಧಿಸುವನು. ദേഷ്യം കയറുമ്പം ഇങ്ങനെ കടിച്ചുകൊണ്ടൊക്കെ അങ്ങോട്ട് ചെല്ലത്തില്ലേ? ನೋಡಿ, ಕೋಪ ಬರುವಾಗ ನಾವು ತುಟಿಯೆಲ್ಲ ಕಚ್ಕೊಂಡು ಹೋಗ್ತೀವಲ್ವಾ? അവനെ കുറിച്ച് പറയുന്നത് ಅವನ ಬಗ್ಗೆ ಹೇಳುವಂತದ್ದು ദോഷം ನಿರೂപിക്കുന്നവനെന്ന. ಅವನು ಕೇಡನ್ನು ಸಾಧಿಸುವವನು. സ്തോത്രം, ಸ್ತೋತ್ರ, സ്തോത്രം, ಸ್ತೋತ್ರ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ ഇത്? വപ്പ് കടിക്കുന്നവൻ ദോഷം നിരൂപിക്കുന്നെന്ന്. ನೋಡಿ, ತುಟಿಯನ್ನ ಮಡಿಸಿಕೊಳ್ಳುವವನು ಕೇಡನ್ನು ಸಾಧಿಸುವನು. ദേഷ്യം കയറുമ്പോൾ ചുണ്ടൊക്കെ കടിച്ചു പൊടിക്കുന്നുണ്ടല്ലോ. ನೋಡಿ, ಕೋಪ ಬರುವ ತುಟಿಯೆಲ್ಲ ಕಚ್ಕೊಳ್ತೇವಲ್ಲ, പാപമാണെന്ന്. ಅದು ದೇವರ ಸನ್ಮುಖದಲ್ಲಿ ಪಾಪ ಎಂಬುದಾಗಿ. ഇന്നത്തോടെ നമ്മളെല്ലാം ശരിയാവും. ಇವತ್ತಿನಿಂದ ನಾವೆಲ್ಲರೂ ಸರಿಯಾಗ್ತೀವಿ. ആമേൻ, ಆಮೆನ್. ആമേൻ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എത്തിയപ്പോൾ, ಯಾಕೋಬನ ಪತ್ರಿಕೆ 3ನೇ ಅಧ್ಯಾಯ 7ನೇ ವಾಕ್ಯಕ್ಕೆ ಬಂದಾಗ, മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വക എല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു. ಜಾತಿಯು ಸಕಲ ಜಾತಿಯು ಮೃಗ ಪಕ್ಷಿ ಕ್ರಿಮಿ ಜಲಚರ ಹತೋಟಿಗೆ ತರುದುಂಟು. നാവിനെയോ മനുഷ്യർക്കാർക്കും ആമേൻ ആമേൻ മരിക്കാവുന്നതല്ല. ಆದರೆ ನಾಲಿಗೆಯನ್ನು ಯಾವ ಮಾನವನು ಹತೋಟಿಗೆ ತರಲಾರನು. അത് അടങ്ങാത്ത ദോഷമാണ്. ಅದು ಸುಮ್ಮನಿಲ್ಲರಾದ ಕೆಡುಕಾಗಿದೆ. വിഷം അതിന്റെ അകത്തുണ്ട്. ಮರಣಕಾರವಾದ ವಿಷ ತುಂಬಿದೆ. അതിനാൽ കർത്താവും പിതാവുമായവനെ ಆದ್ದರಿಂದ ತಂದೆಯಾದ ಕರ್ತನು തുതിക്കുന്നു. ಕೊಂಡಾಡುತ್ತಾನೆ. ദൈവത്തിന്റെ സദൃശ്യത്തിലുണ്ടായ മനുഷ്യനെ ശപിക്കുന്നു. ದೇವರ ಹೋಲಿಕೆ ಸರಿಯಾಗಿ ಉಂಟ ಮಟ್ಟ ಮನುಷ್ಯನನ್ನು ಶಪಿಸುತ್ತಾನೆ. സ്തുതിക്കുന്ന ദൈവമക്കളെ, ದೇವರನ್ನು ಸ್ತುತಿಸುವ ದೇವರ ಮಕ್ಕಳೇ, മനുഷ്യരെ പോലും ശാപവാക്ക് പറയരുത്. ಮನುಷ್ಯರ ಮೇಲೆ ಶಾಪದ ಮಾತು ಹೇಳಬಾರದು. അത് ദൈവിക സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ಕಾರಣ ದೇವರ ಸದೃಶ್ಯದಲ್ಲಿ ಸೃಷ್ಟಿಸಲ್ಪಟ್ಟಿರುವುದು. വായിൽ നിന്ന് സ്തോത്രവും ಒಂದೇ ಬಾಯಿಯಲ್ಲಿ ಸ್ತೋತ್ರವು ശാപവും പുറപ്പെടുന്നു. ಶಾಪ ಹೊರಡುತ್ತದೆ. ഈ ചർച്ചിലിരുന്ന് അന്യഭാഷ പറയും. ಈ ಸಭೆಯಲ್ಲಿ ಕೂತ್ಕೊಂಡು ಅನ್ಯ ಭಾಷೆ ಹೇಳುತ್ತೇವೆ. വെളിയിൽ ഇറങ്ങി ആവശ്യമില്ലാത്ത വാക്കും പറയും. ಹೊರಗಡೆ ಹೋಗಿ ಬೇಡದೇ ಮಾತುಗಳನ್ನು ಹೇಳುತ್ತೇವೆ. സ്തോത്രം, ಸ್ತೋತ್ರ. വായിൽ നിന്ന് ಬಾಯಿನಿಂದ ಒಂದೇ ಸಮಯ അനുഗ്രഹവും ശാപവും പുറപ്പെടുവിക്കരുത്. ಆಶೀರ್ವಾದ ಶಾಪವನ್ನು ಹೊರಡಿಸಬಾರದು. ആമേൻ. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നതേ യോഗ്യമല്ലെന്ന്. ಸಹೋದರ, ಹೀಗೆ ಆಗಿರುವವನು ಯೋಗ್ಯನಲ್ಲ. യോഗ്യമില്ലാത്ത പ്രവൃത്തി കാണിക്കരുത്. ಯೋಗ್ಯತೆ ಇಲ್ಲದ ಕ್ರಿಯೆಗಳನ್ನು ಮಾಡಬಾರದು. അതിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന്, ಒಂದೇ ದ್ವಾರದಿಂದ 11-ാമത്തെ വാക്യം, ആമേൻ, മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെടുമോ? ಸಿಹಿ ನೀರು ಕಹಿ ನೀರು ಹೊರಡುದುಂಟೆ? എന്റെ വായിൽ നിന്ന്, ನನ್ನ ಬಾಯಿಯಿಂದ, ആമേൻ, മധുരമുള്ള വെള്ളവും കയ്പുമുള്ള വെള്ളവും പുറപ്പെടുവോ? ಸಿಹಿ ನೀರು ಕಹಿ ನೀರು ಹೊರಡುತ್ತದೋ? സ്തോത്രം. സൂക്ഷിക്കുക, നമ്മൾ ನಮ್ಮನ್ನು ಕಾಪಾಡಿಕೊಳ್ಳೋಣ. ഇതിൽ ഏതെങ്കിലും നമ്മൾ ഓപ്പോസിറ്റ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ, ಇದಕ್ಕೆ ವಿರೋಧವಾಗಿ ಏನಾದ್ರೂ ನಾವು ಮಾಡುವುದಾದ್ರೆ, ശാപമുള്ള വാക്ക് പറയുന്നുണ്ടെങ്കിൽ, ಶಾಪದ ಮಾತುಗಳು ಹೇಳುತ್ತಿದ್ರೆ, വെള്ളം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ, ಕಹಿಯಾದ ನೀರನ್ನು ಹೊರಡಿಸುವುದಾದ್ರೆ, സ്പിരിറ്റ്, ಗಹನದ ಆತ್ಮ, കത്തിക്കുന്ന നരകത്തിന്റെ സ്പിരിറ്റ്, ಉರಿಸುವಂತ ಬೆಂಕಿಯ ಆತ್ಮ ആമേൻ, നാവിൽ എവിടെയോ ഉണ്ട്. ನಾಲಿಗೆಯಲ್ಲಿ ಎಲ್ಲೋ ಇದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. 12-ാമത്തെ വാക്യം പറയുക, 12ನೇ ವಾಕ್ಯ ಹೇಳುತ್ತಿದೆ, സഹോദരന്മാരെ, ಸಹೋದರರೇ, അത്തിവൃക്ഷം, ಅಂಜೂರದ ಮರವು, ഒലിവ് പഴവും, ಮರದ ಎಣ್ಣೆಯು, മുന്തിരിവള്ളി, ദ്രാಕ್ಷ ಬಳ್ಳಿ, അത്തിപ്പഴവും കായ്ക്കുമോ? ಅಂಜೂರದ ಹಣ್ಣು ಆಗುತ್ತದೋ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുവിക്കുമോ? ಉಪ್ಪು ನೀರು ಬಾವಿಯಿಂದ ಸಿಹಿ ನೀರು ಬರುವುದೋ? പുറപ്പെടുവിക്കരുത്. ಹೊರಡಿಸಬಾರದು. മധുരം പുറപ്പെടുവിക്കുക, ಸಿಹಿಯನ್ನ ಹೊರಡು ಬರಲಿ, അനുഗ്രഹം പുറപ്പെടുവിക്കുക. ಆಶೀರ್ವಾದ ಹೊರಗೆ ಬರಲಿ. ഇന്ന് ഇത്രയും വചനങ്ങൾ പറഞ്ഞു നമ്മൾ. ನಾವು ಇಷ್ಟು ವಾಕ್ಯ ಹೇಳಿದೆವು. സ്തോത്രം, ഹല്ലേലൂയ. ഇതിൽ നമ്മൾ ഏതിലൊക്കെയാണ് വീണു പോയിരിക്കുന്നത്? ನಾವು ಇದರಲ್ಲಿ ಯಾವುದರಲ್ಲಿ ನಾವು ಬಿದ್ದು ಹೋಗಿದ್ದೇವೆ? അഡ്വാൻസ് ആയിട്ട് കർത്താവ് നമുക്ക് ഇതിന് വിടുതൽ തന്നിട്ടുണ്ട്. ನಮಗೆ ಅಡ್ವಾನ್ಸ್ ಆಗಿ ದೇವರು ಬಿಡುಗಡೆ ಕೊಟ್ಟಿದ್ದಾನೆ. 1 കൊരിന്ത്യർ 1 ಕೊರಿಂಥ್ಯ 1:8 പറഞ്ഞു, 1:8 ಹೇಳಿದೆ, കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് ತಪ್ಪು ಹೊರಿಸಲಾರದಂತೆ അവൻ അവസാനത്തോളം ഉറപ്പിക്കും. ಆತನು ಕಡೆಯವರೆಗೂ ದೃಢಪಡಿಸುವನು. ഇത് വിശ്വസിക്കുന്നുണ്ട്. ಎಷ್ಟು ಜನ ನಂಬುತ್ತಿದ್ದೀರಿ? ഗഹനയുടെ സ്പിരിറ്റ് എന്റെ നാവിനെ തൊടാനല്ല. ಗಹನದ ಆತ್ಮ ನನ್ನ ನಾಲಿಗೆಯನ್ನು ಮುಟ್ಟುವುದಕ್ಕಲ್ಲ. 2, 2, പരസ്യമായി ക്രിസ്തു നിൽക്കുകയാണ്. ಬಹಿರಂಗವಾಗಿ ಕ್ರಿಸ್ತ ನಿಂತಿದ್ದಾನೆ. എന്നെ നീതീകരിക്കാനും വിശുദ്ധീകരിക്കാനും. ನನ್ನನ್ನು ನೀತೀಕರಿಸೋದಕ್ಕೆ, ಪರಿಶುದ್ಧಪಡಿಸೋದಕ್ಕೆ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಿ? 3, 3, നാവിന്റെ കീഴെ ഇനി മുതൽ വിഷമല്ല ഉണ്ടായിരിക്കേണ്ടത്. ನಾಲಿಗೆ ಕೆಳಗೆ ಇನ್ನು ಮೇಲೆ ವಿಷವಲ್ಲ ಇರಬೇಕಾಗಿರೋದು. അപ്പോസ്തലപ്രവൃത്തികൾ 2:3-4. ಅಪೊಸ್ತಲಕೃತ್ಯ 2:3, 4. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ಅಗ್ನಿ ಜ್ವಾಲೆ ಹಾಗೆ ವಿಂಗಡಿಸಿದ ನಾಲಿಗೆ അവർക്ക് പ്രത്യക്ഷമായി. ಅವರಿಗೆ ಪ್ರತ್ಯಕ್ಷವಾಯಿತು. നിങ്ങളുടെ കന്നഡ വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായെന്ന്. ಉರಿತಿದ ನಾಲಿಗೆ ವಿಂಗಡಿಸುವ ಹಾಗೆ ಅವರಿಗೆ ಕಾಣಿಸಿಕೊಂಡು.
കണ്ടു എന്നാണ്. ಕಾಣಿಸಿಕೊಡ್ತು ಎಂಬುದಾಗಿ. ആമേൻ, സ്തോത്രം. ഇവിടെ ഇനി ശ്രദ്ധിച്ചോണം, ಇಲ್ಲಿ ಗಮನಿಸಬೇಕು, പരസ്യമായി നിൽക്കുന്ന ക്രിസ്തു ಬಹಿರಂಗವಾಗಿ ನಿಂತಿರೋ ಕ್ರಿಸ್ತನು പരിശുദ്ധാത്മാവിനെ പരസ്യമാക്കി കാണിക്കുന്നു. ಪರಿಶುದ್ಧ ಆತ್ಮನನ್ನ ಬಹಿರಂಗ ಪಡಿಸ್ತಾ ಇದ್ದಾನೆ. കണ്ടതുകൊണ്ടല്ലേ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? ಅದು ಕಂಡದ್ರಿಂದ ತಾನೇ ಹಾಗೆ ಬರೆಯಲ್ಪಟ್ಟಿರೋದು. പ്രത്യക്ഷമായി എന്ന് അവർ കണ്ടതുകൊണ്ടല്ലേ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? ಬಹಿರಂಗ ಪಟ್ಟಿದೆ ಎಂಬುದನ್ನ ಕಂಡದ್ರಿಂದ ತಾನೇ ಹಾಗೆ ಬರೆದಿರೋದು. നാവുകൾ അവർക്ക് പ്രത്യക്ഷമായതുകൊണ്ടല്ലേ അങ്ങനെ ಎഴുതി വെച്ചിരിക്കുന്നത്? ಉರಿಯುತ್ತಿರುವ ನಾಲಿಗೆ ಅವರಿಗೆ ಕಂಡದ್ರಿಂದ ತಾನೇ ಹಾಗೆ ಬರೆದಿರೋದು. ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് റിനോ ഇവിടെ പ്രസംഗിക്കുമെന്ന് പറഞ്ഞിരുന്നത്? ನಾನು ಈಗ ನಿಂತಿದ್ರಿಂದ ತಾನೇ ರೈನೋ ಇವತ್ತು ಪ್ರಸಂಗ ಮಾಡ್ತಾ ಅಂತ ಹೇಳಿರೋದು. ആത്മാവ് അവിടെ പ്രത്യക്ഷമായി, ಆತ್ಮನು ಅಲ್ಲಿ ಕಾಣಿಸಿಕೊಂಡನು. എന്നിട്ട് അവിടെ പറയാണ് അവരിൽ ഓരോരുത്തരുടെ മേളിൽ പതിഞ്ഞു. ಆಮೇಲೆ ಹೇಳ್ತದೆ ಒಬ್ಬೊಬ್ಬರ ಮೇಲೆ ಅದೊಂದಾಗಿ ಕೂತ್ಕೊಂಡವು. ಎಲ್ಲರೂ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ಪವಿತ್ರಾತ್ಮ ಭರಿತರಾಗಿ, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ ಆತ್ಮ ತಮಗೆ ನುಡಿಗೆ ಶಕ್ತಿ ಪ್ರಕಾರ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ಬೇರೆ ಭಾಷೆಗಳನ್ನು ಮಾತನಾಡೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದ್ರು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഗഹനയുടെ സ്പിരിറ്റ് പോകുവോ? ಗಹನದ ಆತ್ಮ ಹೋಗ್ತದಾ? പോകുവോ ഇല്ലയോ? ಹೋಗ್ತದಾ ಇಲ್ವೋ? പരസ്യമായി നിൽക്കുന്ന ക്രിസ്തു നമുക്കുള്ള ഇതിനുള്ള വിടുതൽ തന്നോ ഇല്ലയോ? ಬಹಿರಂಗವಾಗಿ ನಿಂತಿರೋ ಕ್ರಿಸ್ತನು ನಮಗೆ ಇದಕ್ಕೆ ಉತ್ತರ ಕೊಟ್ಟನೋ ಇಲ್ವಾ? യേശുവിന്റെ വലിയൊരു അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ಯೇಸುವಿನ ದೊಡ್ಡ ಆಶೀರ್ವಾದ ಏನಂದ್ರೆ പരിശുദ്ധാത്മാവിനെ പോലും പരസ്യമാക്കി തന്നു, ಪವಿತ್ರಾತ್ಮನನ್ನು ಕೂಡ ಬಹಿರಂಗಪಡಿಸಿದನು, പ്രത്യക്ഷമാക്കി തന്നു, ಪ್ರತ್ಯಕ್ಷಪಡಿಸಿದನು. എന്നിട്ട് നാവിലോട്ട്, ನನ್ನ നാಲಿಗೆ ಮೇಲೆ, ശരീരത്തിൽ പതിയുന്നതിനോടൊപ്പം ಶರೀರದ ಮೇಲೆ ಬರುವುದರ ಮೇಲೆ നാവിൽ അന്യഭാഷയും തരുവാനിടയായി. ನಾಲಿಗೆಯಲ್ಲಿ ಅನ್ಯ ಭಾಷೆಯನ್ನು ಕೊಟ್ಟನು. ഈ നാവ് കൊണ്ട് ಇನ್ನು ನಾಲಿಗೆಯಿಂದ കത്തുന്ന നരകത്തിന്റെ സ്വാധീനമല്ല ഉണ്ടായിരിക്കേണ്ടത്, ನೋಡಿ ಉರಿಯುವಂತ ಬೆಂಕಿಯ ಸ್ವಾಧೀನ ಅಲ್ಲ ಇರಬೇಕಾಗಿರೋದು, മറ്റുള്ളവരെ ജീവിപ്പിക്കുന്ന ಇನ್ನೊಬ್ಬನನ್ನ ಜೀವ ಕೊಡುವಂತ അഭിഷേകത്തിന്റെ ಅಭಿಷೇಕದ ಶಬ್ದ ഈ നാവിൽ നിന്ന് പുറത്തോട്ട് വരണം. ಈ ನಾಲಿಗೆಯಿಂದ ಹೊರಟು ಬರಬೇಕು. മറ്റുള്ളവരെ നിസ്സാര എന്നല്ല, ಇತರರನ್ನ ನೀಚ ಎಂಬುದಾಗಿ ಅಲ್ಲ, ശ്രേഷ്ഠനെന്ന് വിളിക്കണം. ಶ್ರೇಷ್ಠನೆಂದು ಕರೆಯಬೇಕು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. അമ്പ് പറയുന്ന നാവല്ല, ಸುಳ್ಳು ಹೇಳುವ ನಾಲಿಗೆ ಅಲ್ಲ, സത്യം പറയുന്ന നാവ്, ಸತ್ಯ ಹೇಳುವ ನಾಲಿಗೆ, അനുഗ്രഹം പുറപ്പെടുന്ന നാവ്, ಆಶೀರ್ವಾದ ಹೊರಡುವ ನಾಲಿಗೆ, മധുരം പുറപ്പെടുന്ന നാവ്. ಸಿಹಿ ಬರುವ ನಾಲಿಗೆ. ഈ നാവിന്റെ അകത്ത് ಈ ನಾಲಿಗೆ ಒಳಗೆ അധികാരമുണ്ട്, ಅಧಿಕಾರ ಇದೆ. നിന്റെ നാവിൽ ഞാൻ അധികാരം തന്നിരിക്കുന്നു. ನಿನ್ನ ನಾಲಿಗೆಯಲ್ಲಿ ನಾನು ಅಧಿಕಾರ ಕೊಟ್ಟಿದ್ದೇನೆ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ಹೃದಯದಿಂದ ನಂಬುತ್ತಾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ಬಾಯಿಂದ ಅರಿಕೆ ಮಾಡುವಾಗ അവൻ രക്ഷിക്കപ്പെടും. ಅವನು ರಕ್ಷಣೆ ಹೊಂದುತ್ತಾನೆ. ആമേൻ. ಆಮೆನ್. ഇനി എന്റെ ശബ്ദം കൊണ്ട് ಇನ್ನು ನನ್ನ ಶಬ್ದದಿಂದ ഒരുവൻ ഒടുങ്ങിപ്പോകുകയല്ലോ, ಒಬ್ಬನು ನಾಶವಾಗುವುದಲ್ಲ, അവൻ എഴുന്നേറ്റ് വരും. ಅವನು ಎದ್ದು ಬರಬೇಕು. എന്റെ നാവിൽ ഇന്നു മുതൽ ಇವತ್ತು ನನ್ನ ನಾಲಿಗೆಯಿಂದ സ്വർഗ്ഗത്തിലെ തീ കത്തുവാനിടയാകും. ಪರಲೋಕದ ಬೆಂಕಿ ಉರಿಯೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತದೆ. നമുക്ക് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ಒಂದು ನಿಮಿಷ ನಾವು ಎದ್ದು ನಿಂತ್ಕೊಳ್ಳೋಣ. ആമേൻ. ಆಮೆನ್. എല്ലാവരും കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ಎಲ್ಲರೂ ಕಣ್ಣುಗಳ ಮುಚ್ಚಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕೆ ಪ್ರಾರಂಭಿಸೋಣ. ഗഹനയുടെ സ്പിരിറ്റ്, ಗಹನದ ಆತ್ಮ ഇന്നത്തോടെ പോകണം. ಇವತ್ತು ಹೊರಟು ಹೋಗಬೇಕು. കാരണം കർത്താവ് ഓൾറെഡി ഇതിന്റെ വിടുതൽ തന്നിട്ടുണ്ട്. ಕಾರಣ ಕರ್ತನು ಇದಕ್ಕೆ ಮೊದಲೇ ಬಿಡುಗಡೆ ಕೊಟ್ಟಿದ್ದಾನೆ. നമ്മൾ ശുശ്രൂഷ ചെയ്യുകയാണ്, ಇದು ನಾವು ಆ ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ഇന്ന് നമ്മൾ ദൈവത്തോടൊന്ന് പറയണം. ಇವತ್ತು ನಾವು ದೇವರಿಗೆ ಹೇಳಬೇಕು, യേശുവേ, ಯೇಸುವೇ, കഴിഞ്ഞ ദിവസങ്ങളിൽ, ಕಳೆದ ದಿನಗಳಲ್ಲಿ, കഴിഞ്ഞ നാളുകളിൽ ಕಳೆದ ದಿನಗಳಲ್ಲಿ ನಾನು ಕುಟುಂಬದಲ್ಲಿ, വെളിയിൽ, ಹೊರಗಡೆ, ചർച്ചിൽ ಸಭೆಯೊಳಗೆ ആവശ്യമില്ലാത്ത ಅವಶ್ಯಕತೆ ಇಲ್ಲದಂತ ನರಕದ ಬೆಂಕಿಯನ್ನ ನನ್ನ ನಾಲಿಗೆಯಲ್ಲಿ ತೆಗೆದು ആവശ്യമില്ലാത്തടത്ത് ಅವಶ್ಯಕತೆ ಇಲ್ಲದ ಕಡೆ കത്തിക്കുവാനിടയായി ಉರಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. എന്നോടൊന്ന് പൊറുക്കണം. ನನ್ನನ್ನು ಕ್ಷಮಿಸಪ್ಪ. യേശുവിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണം. ಯೇಸುವಿನ ರಕ್ತದಲ್ಲಿ ಶುದ್ಧೀಕರಿಸು. എന്റെ മേളിൽ ആത്മാവ് പതിഞ്ഞ, ನನ್ನ ಮೇಲೆ ಆತ್ಮನು ಬಂದು എന്റെ നാവിൽ തന്നിരിക്കുന്ന അന്യഭാഷയാ, ನನ್ನ ನಾಲಿಗೆಯಲ್ಲಿ ಕೊಟ್ಟ ಅನ್ಯ ಭಾಷೆಯಿಂದ, നാവിന്റെ ബലത്താൽ, ವಿಂಗಡಿಸುವ ನಾಲಿಗೆಯ ಬಲದಿಂದ എന്റെ നാവ് ಇವತ್ತಿನ ನನ್ನ ನಾಲಿಗೆ ಕಡಿವಾಣ ಹಾಕಿ ശുദ്ധിയുള്ളതാക്കി മാറ്റണം. ಶುದ್ಧಿ ಉಳ್ಳದಾಗಿ ಮಾರ್ಪಡಿಸು. എന്റെ നാവ് ಇವತ್ತಿನ ನನ್ನ ನಾಲಿಗೆ രാജ്യത്തിന് പ്രയോജനമായി മാറണം. ದೇವ ರಾಜ್ಯಕ್ಕೆ ಪ್ರಯೋಜನವುಳ್ಳದಾಗಿ ಮಾರ್ಪಡಬೇಕು. അന്യഭാഷ പറയുന്നതായി മാറണം. ಯಾವಾಗಲೂ ಅನ್ಯ ಭಾಷೆಯ ಮಾಲಿಗೆ ಮಾರ್ಪಡಬೇಕು. വചനം പറയുന്നതായി മാറണം. ಯಾವಾಗಲೂ ವಾಕ್ಯ ಹೇಳುವ ನಾಲಿಗೆಯಾಗಿ ಮಾರ್ಪಡಬೇಕು. അനുഗ്രഹം കൽപ്പിക്കുന്നതായി മാറണം. ಯಾವಾಗಲೂ ಆಶೀರ್ವದಿಸುವ ನಾಲಿಗೆ ಆಗಬೇಕು. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാമോ? ನಮಗೆ ಹೀಗೆ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಆಗ್ತದಾ? ഒന്ന് പ്രാർത്ഥിക്കാം. ಒಟ್ಟಿಗೆ ಪ್ರಾರ್ಥಿಸೋಣ. എല്ലാ കണ്ണുകളും അടച്ചു, ಎಲ್ಲ ಕಣ್ಣುಗಳು ಮುಚ್ಚಲ್ಪಡಲಿ. ഏറ്റു പറയാം. ನಮಗೆ ಹೇಳೋಣ, എനിക്ക് ഇന്നൊരു ക്രമീകരണം ഉണ്ടാകട്ടെ. ನನಗೆ ಇವತ್ತೊಂದು ಶುದ್ಧೀಕರಣ ಉಂಟಾಗಲಿ.
ആമേൻ. പ്രാർത്ഥിച്ചു കഴിഞ്ഞവർ അതിനോട് ചേർന്ന് അന്യഭാഷ പറഞ്ഞു തുടങ്ങിയാട്ടെ. ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಮುಗಿದವರು ಅದರ ಜೊತೆ ಸೇರಿ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമേ. ನಾನು ಹೇಳಿದ್ರೆ ನನ್ನನ್ನು ಕ್ಷಮಿಸಪ್ಪ. ഞാൻ ഒരുവനെ കുറ്റം വിധിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണമേ. ನಾನು ಯಾರ ಮೇಲಾದ್ರೂ ದೂರು ಆರೋಪಿಸಿದ್ರೆ ಕ್ಷಮಿಸ. ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ಇತರರ ಕುರಿತಾಗಿ ಅವಶ್ಯಕತೆ ಇಲ್ಲ ಕಾರ್ಯಗಳು ಹೇಳಿದ್ರೆ ನಾನು ಕ್ಷಮಿಸಪ್ಪ. നരകത്തിലുള്ള ആവശ്യമില്ലാത്ത തീ നീ ഭൂമിയിൽ എന്റെ നാവ് കൊണ്ട് കത്തിക്കരുത്. ಆ ನರಕದ ಬೆಂಕಿನ ಅವಶ್ಯಕತೆ ಇಲ್ಲದೆ ನನ್ನ ನಾಲಿಗೆ ಮೇಲೆ ಉರಿಸಬಾರದು. ഇന്ന് അങ്ങ് ക്ഷമ കാണിക്കണമേ. ಇವತ್ತು ನನ್ನ ಮೇಲೆ ಕ್ಷಮಿಸಪ್ಪ. Thank you Lord Jesus. എല്ലാവരും അന്യഭാഷയിൽ ഇനി പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ಎಲ್ಲರೂ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥನೆಯನ್ನು ಪ್ರಾರಂಭಿಸ್ತೀರಾ? ദൈവത്തോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ಎಲ್ಲರೂ ದೇವರೊಂದಿಗೆ ಅರಿಕೆ ಮಾಡಿದ್ರೆ സമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാമോ? ಅಲ್ಪ ಸಮಯ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸಬಹುದಾ? സ്വർഗീയ തീ നിങ്ങളുടെ നാവിൽ കത്തട്ടെ. ಪರಲೋಕದ ನಾಲಿಗೆ ನಿಮ್ಮ ನಾಲಿಗೆಯಲ್ಲಿ ಹುರಿಯಲಿ. ഇന്ന് വചനം പുറപ്പെട്ടതിന്റെ ശുദ്ധീകരണം കാണുക. ಇವತ್ತು ವಾಕ್ಯ ಹೊರಟದ ಶುದ್ಧೀಕರಣ ನೋಡ್ರಿ. ഇന്ന് കർത്താവ് ആമേക്ക് പകർന്നിരിക്കുന്ന വിടുതൽ അനുഭവിച്ചു പോകുക. ಇವತ್ತು ದೇವರು ಕೊಟ್ಟಂತ ಆಶೀರ್ವಾದವನ್ನ ಬಿಡುಗಡೆಯನ್ನ ಅನುಭವಿಸಿ ಹೋಗ್ರಿ. സന്തോഷത്തോടെ പോകുക. ಸಂತೋಷವಾಗಿ ಹೋಗ್ರಿ. ഇന്ന് നമ്മുടെ നാവിൽ തന്നെ തിരിച്ചറിയുക. ಇವತ್ತು ನಮ್ಮ ನಾಲಿಗೆಯನ್ನು ನಾವೇ ತಿಳಿದುಕೊಳ್ಳೋಣ. നമ്മുടെ നാവിൽ തിരിച്ചറിയുക. ನಮ್ಮ ನಾಲಿಗೆಯನ್ನು ತಿಳಿದುಕೊಳ್ಳೋಣ. നമ്മുടെ നാവിൽ തിരിച്ചറിയുക. ನಮ್ಮ ನಾಲಿಗೆಯನ್ನು ತಿಳಿದುಕೊಳ್ಳೋಣ. നാവിൽ ನನ್ನ ನಾಲಿಗೆಯಲ್ಲಿ സ്വർഗീയ തീയാണ് കത്തേണ്ടത്. ಒಂದು ಪರಲೋಕದ ಬೆಂಕಿ ಉರಿಯಬೇಕಾಗಿರೋದು. നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ಈ ನಾಲಿಗೆಯಿಂದ ಏನಾದ್ರೂ ಹೇಳಿದ್ರೆ അത് സൃഷ്ടിപ്പിന്റെ കാര്യങ്ങളായിരിക്കണം. ಅದು ಸೃಷ್ಟಿಯ ಕರವಾಗಿರಬೇಕು. ആമേൻ. ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ಭೂಮಿ ಉಂಟಾಗಲಿ ಅಂತ ಹೇಳಿದ್ರೆ ഉളവായി വരണം. ಅದು ಉಂಟಾಗಬೇಕು. അവയവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ಅಂಗಗಳು ಉಂಟಾಗಲಿ ಹೇಳಿದ್ರೆ അവയവങ്ങൾ ഉളവായി വരണം. ಅಂಗಗಳು ಉಂಟಾಗಬೇಕು. രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ ರೋಗಿಗಳು ಸೌಖ್ಯವಾಗಲಿ ಹೇಳಿದ್ರೆ സൗഖ്യമാകണം. ಸೌಖ್ಯವಾಗಬೇಕು. ശാപങ്ങൾ മാറട്ടെ എന്ന് പറഞ്ഞാൽ ಶಾಪಗಳು ನೀಗಲಿ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ മാറുന്നതായിരിക്കണം. ಅದು ನೀಗಿ ಹೋಗುವಂತದಾಗಲಿ. നാവ് ನನ್ನ ನಾಲಿಗೆ യേശുവിന്റെ നാവായി മാറട്ടെ. ನಿನ್ನ ನಾಲಿಗೆ ಯೇಸುವಿನ ನಾಲಿಗೆಯಾಗಿ ಮಾರ್ಪಡಲಿ. ನನ್ನ ನಾಲಿಗೆ പിളർന്നിരിക്കുന്ന നാവായി മാറട്ടെ. ವಿಂಗಡಿಸಿದ ನಾಲಿಗೆಯಾಗಿ ಮಾರ್ಪಡಲಿ. അകത്ത് ನಿನ್ನ ಒಳಗಡೆ അന്യഭാഷ നിറയട്ടെ. ಅನ್ಯ ಭಾಷೆ ತುಂಬಲಿ. നമ്മൾ ഒരുമിച്ച് അതിനെ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ನಾವು ಅದನ್ನೆಲ್ಲ ನಾವು ರದ್ದುಪಡಿಸಲಿಕ್ಕಿದ್ದೇವೆ. കഴിയുമെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. ಆಗುವುದಾದ್ರೆ ನಿಮ್ಮ ಕರಗಳನ್ನು ಎತ್ತರಿ. പിതാവേ അങ്ങ് തന്ന അധികാരത്താൽ. ಕರ್ತ ನೀನು ಕೊಟ್ಟಂತ ಅಧಿಕಾರ. പിതാവേ അങ്ങ് തന്ന അധികാരത്താൽ. ನೀನು ಕೊಟ್ಟಂತ ಅಧಿಕಾರ. പിതാവേ അങ്ങ് തന്ന അധികാരത്താൽ. ನೀನು ಕೊಟ್ಟಂತ ಅಧಿಕಾರ സ്വർഗ്ഗത്തിന്റെയും ಪರಲೋಕದು ഭൂമിയുടെയും ಭೂಮಿಯ സകല അധികാരവുമുള്ള ಎಲ್ಲ ಅಧಿಕಾರ ಇರುವಂತ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ನಜರೇಯನಾದ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇന്ന് ഈ വചനം കേട്ട ಈ ವಾಕ್ಯ ಕೇಳುವಂತ എല്ലാവരുടെ നാവിൽ നിന്ന് ಎಲ್ಲರ നാലിಗೆ ಮೇಲಿಂದ ഗഹന സ്പിരിറ്റിനെയോ ಎಲ್ಲ ಗಹನ ಆತ್ಮವನ್ನ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ಯೇಸು ಕ್ರಿಸ್ತ ನಾಮದಲ್ಲಿ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ಅದನ್ನು ರದ್ದುಪಡಿಸಿ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. ഇന്ന് മുതൽ ಇವತ್ತಿನಿಂದ സ്വർഗീയ തീയ ಪರಲೋಕದ ಬೆಂಕಿ നാവിൽ കത്തി തുടങ്ങട്ടെ. ನಾಲಿಗೆಯಲ್ಲಿ ಉರಿಯಿತಿಲ್ಲಿ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. ಇತರರಿಗೆ ಒಂದು ಆಶೀರ್ವಾದವಾಗಲಿ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ಆಶೀರ್ವದಿಸಿ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. മഹത്വം അങ്ങയ്ക്ക്. ಮಹಿಮೆ ನಿನಗೆ യേശുവിൻ നാമത്തിൽ തന്നെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ആമേൻ. ಆಮೆನ್. ആമേൻ. ആಮೆൻ. ഹല്ലേലൂയ. 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 പരസ്യമായി നിൽക്കുന്ന ക്രിസ്തുവിൽ കൂടെ നമുക്ക് ജയോത്സവമുണ്ട്. ಬಹಿರಂಗವಾಗಿರುವಂತ ಕ್ರಿಸ್ತನಿಂದ ನಮಗೆ ಜಯೋತ್ಸವ ಇದೆ. ഹല്ലേലൂയ. ಆರ್ಭಟಿಸಬಹುದಾ? ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ಕರ್ತನು ಎಲ್ಲರನ್ನು ಧಾರಾಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ.